വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സൗഹൃദവും ജീവിതവും ഒക്കെയായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നടന്ന ഒരു കൊലപാതകം ആ രണ്ട് മനുഷ്യർക്കിടയിലെ സകല കാര്യങ്ങളുടെയും താളം തെറ്റിച്ചു. പിന്നീട് അങ്ങോട്ട് സൗഹൃദം പ്രതികാരമായി മാറുകയായിരുന്നു. ആരാണവർ, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2023 റിലീസായ 10 years ടിക്കറ്റ് എന്ന ഒരു ഇൻട്രസ്റ്റിംഗ് തായ് ഡ്രാമയാണ്. കഥ തുടങ്ങുന്നത് ഒരു നാടിനെ നടുക്കിയ ഒരു സംഭവം നടന്നത് കാണിച്ചുകൊണ്ടാണ്. ഒരു സിനിമാ തിയേറ്ററിൽ ഒരു ചെറിയ പയ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ ഒരു വാർത്ത അറിഞ്ഞ് ആളുകൾ അങ്ങോട്ടേക്ക് തടിച്ചുകൂടുന്നു. ആ കൂട്ടത്തിൽ ആ പയ്യന്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ അലമുറ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ ആ മരണപ്പെട്ട പയ്യന്റെ കൊച്ചനിയന് മരിച്ചു കിടക്കുന്ന തന്റെ ചേട്ടനെ കണ്ട് പൊട്ടിക്കരയുന്ന ആ ഒരു അനിയൻകുട്ടനാണ് നമ്മുടെ കഥാനായകനായ ഓം. മരണപ്പെട്ട അവന്റെ ചേട്ടന്റെ പേര് മെയ് എന്നാണ്. ആരാണിവർ എന്നതൊക്കെ അറിയാനായി നമുക്ക് ഇവരുടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഓമിന്റെയും മായുടെയും അച്ഛനൊക്കെ ഈ ഓപ്പൺ തിയേറ്ററിന്റെ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഓപ്പൺ തിയേറ്റർ എന്ന് പറഞ്ഞാല് ഈ നമ്മളിപ്പോ സിനിമ കാണാൻ പോകുന്ന തിയേറ്റർ കണക്ക് കെട്ടുറപ്പുള്ള ഒരു കെട്ടിടത്തില് സിനിമാ പ്രദർശനം നടത്തുക എന്നതല്ലാതെ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആളുകൾക്ക് വേണ്ടി സിനിമാ പ്രദർശനം നടത്തില്ലേ, അതേ കണക്ക് ഒരു സെറ്റപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊന്നും അച്ഛൻ അനുവദിക്കുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ ഓമിനും മായ്ക്കും അത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെയൊക്കെ പോയി കാണണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ചേട്ടനായ മായി ഓമിനെ അച്ഛൻ അറിയാതെ അങ്ങനെ സിനിമ കാണാനായി കൊണ്ടുപോയി. ഈ ഒരു കാര്യം അറിഞ്ഞ അച്ഛൻ ഭയങ്കര വയലന്റ് ആയി വീട്ടിലേക്ക് തിരിച്ചെത്തിയ മായയെ അടിക്കുന്നു. കൂടാതെ ഓമിനോട് മേലൽ ഇവനോട് മിണ്ടിപ്പോയതെന്നൊക്കെ മായയെ പറ്റി മോശമായി അച്ഛൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓമിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കഥാനായികയായ കോങ്ങിന്റെ വീട്. അതേ കണക്ക് തന്നെ ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള ഫ്ലൂവിന്റെയും ലൂക്കിന്റെയും വീടും അടുത്തടുത്ത് തന്നെയാണ്. ഏതാണ്ട് ഒരു 4 ഫാമിലി വളരെ അടുത്ത് താമസിക്കുന്നവരാണ്. അവർ അത്ര വലിയ അടുപ്പത്തിൽ താമസിക്കുന്നവരുമാണ്. സമപ്രായക്കാരായ ആ 4 വീട്ടിലെ കൊച്ചുകുട്ടികൾ വലിയ കൂട്ടുകാരുമാണ്. ഈ ഫാമിലീസ് എല്ലാവരും തമ്മിൽ ഭയങ്കര അടുപ്പാണ്. ഇവർ ഫ്രീ ടൈം കിട്ടുമ്പോ ഒന്നിച്ചു കൂടിയിരുന്ന് അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കലൊക്കെ പതിവായി നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ ഷെയർ ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്ലാസ് കഴിഞ്ഞ് മായി വരുന്നുണ്ട്. മായി ഒരുപക്ഷെ മുന്നേ അച്ഛൻ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടാ കുറച്ച് സങ്കടത്തിലൊക്കെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഓമാണ് വാ ചേട്ടാ എന്തെങ്കിലും മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മായിയെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, ഈ കുട്ടികളില്ലേ കൊച്ചുകുട്ടികൾ, ഓരോ വീട്ടിലെയും ഇളയ പിള്ളേർ, അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് അവരുടെ അവിടുത്തെ സ്കൂളിലെ ഫസ്റ്റ് ഡേയിൽ പോകുന്നത് പോലും. നമ്മുടെ നായികയായ കോങ്ങൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. സ്കൂളിൽ പോകണ്ട, എനിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രസകരമായി ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഫാമിലീസ് തമ്മിലുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. സ്കൂളിൽ എത്തിയിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കോങ്ങിനെ സമാധാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് അയക്കുന്നത് ഓമാണ്. എന്തായാലും അങ്ങനെ ഇവരുടെ സ്കൂളിലുള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോഴേക്കും അച്ഛൻ മുന്നേ മായയെ വഴക്ക് പറഞ്ഞില്ലേ തിയേറ്ററിലേക്ക് ഓമിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അത് ജസ്റ്റ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എന്ന കാര്യം പറഞ്ഞായിരുന്നില്ല, വീട്ടിൽ പറയാതെ ഓമിനെ മായി പുറത്തു കൊണ്ടുപോയി എന്നൊരു കാര്യം കൊണ്ടാണ്. കാരണം പറഞ്ഞു വരുമ്പോ മായി മകനൊക്കെ ആണെങ്കിലും അവന് ചില ദുസ്വഭാവങ്ങളുള്ള കാര്യം അച്ഛൻ അറിയായിരുന്നു. ആ ഒരു കാര്യത്തിന്റെ പേരില് ഇനി ഓമിനെയും ഇവൻ നശിപ്പിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് അച്ഛൻ വീട്ടിൽ പറയാതെ ഓമിനെ പുറത്തു കൊണ്ടുപോയപ്പോ മായയോട് ദേഷ്യപ്പെട്ടത്. ഇപ്പൊ തന്നെ സ്കൂളിൽ ആർക്കോ എന്തോ ഒരു ലഹരിമരുന്ന് കണക്ക് സാധനം കൈമാറി അതിനുള്ള കാശും വാങ്ങി സ്കൂൾ കട്ടടിച്ച് അങ്ങനെ ചാടിപ്പോകുന്ന മായയാണ് നമ്മൾ കാണുന്നത്. ഈ കാര്യം അറിഞ്ഞ ടീച്ചറാകട്ടെ അത് മായയുടെ വീട്ടിൽ അറിയിക്കാനായി പോകുമ്പോ മായയുടെ സമപ്രായക്കാരിയായ അവന്റെ അയൽക്കാരി കൂടിയായ ലാക്ക് എന്ന പെൺകുട്ടി അത് തടയാനായി നോക്കുന്നു. ഈ ലാക്ക് ജസ്റ്റ് മായയുടെ ക്ലാസ്മേറ്റോ നെയ്ബറോ മാത്രമല്ല, പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കോങ്ങിന്റെ സ്വന്തം ചേച്ചിയാണ്. ഒപ്പം തന്നെ രഹസ്യമായി മായും ലാക്കും പ്രണയത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അവൾ മായയുടെ ഈ ദുസ്വഭാവങ്ങളൊക്കെ അറിയാമെങ്കിലും അത് അവന്റെ വീട്ടിലിപ്പോ ഈ ടീച്ചറെ വിളിച്ചറിയിച്ച് അവനത് പ്രശ്നമാവരുത് എന്ന ആ ഒരു ആഗ്രഹത്തില് ടീച്ചറിനെ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾ കാണുമ്പോൾ അന്ന് ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ പിക്ക് ചെയ്യാനായി ഫ്ലൂവിന്റെ മുത്തശ്ശൻ എത്താന്ന് പറഞ്ഞാണ്. പക്ഷെ ഈ വീട്ടുകാരെല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഫുഡും ഷെയർ ചെയ്ത് കഴിച്ച് കുറെ ടൈം അങ്ങനെ പോകുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ പിള്ളേര് ഈ മുത്തശ്ശൻ വരുന്നത് നോക്കിയിരുന്ന് നേരെ പോയത് മാത്രം മിച്ചം. കുറെ കഴിഞ്ഞാണ് കേട്ടോ വീട്ടുകാർ പിള്ളേരെ വിളിക്കാൻ പോകണ്ടല്ല എന്ന രീതിക്ക് ഓർക്കുന്നത് തന്നെ. അപ്പോഴേക്കും വിളിക്കാൻ ആരും വരാത്തത് കൊണ്ട് തന്നെ ഓം വേഗം എങ്ങനെയോ അവന്റെ ചേട്ടനെ ഫോൺ ചെയ്ത് ചേട്ടാ വിളിക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറയിക്കുമ്പോഴേക്കും മായാകട്ടെ ലാക്കിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. അവൻ വേഗം തന്നെ റെഡിയായി ഓമിനെ വിളിക്കാനായി പോകുമ്പോ ലാക്കും കൂടെ പോന്നു. മായും ലാക്കും തമ്മിൽ ഭയങ്കര പ്രേമമാണെങ്കിൽ മായ്ക്ക് ലാക്കിനേക്കാൾ ഇഷ്ടം അവന്റെ സഹോദരനായ ഓമിനാണെന്ന് പറയാം. കാരണം ഓം എന്ത് പറഞ്ഞാലും മായി കേൾക്കും. ഓമിന് വേണ്ടി മായി എന്ത് ചെയ്യും. കാരണം അച്ഛനും അമ്മയും മായി എപ്പോഴും വഴക്ക് പറയും അവനോട്. അവന്റെ ഈ ഒരു സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യും. അതൊക്കെ കൊണ്ടാകാം വളരെയേറെ ഭയങ്കരമായ ഒരു അടുപ്പാണ് ഓമിനോട് മായി കാണിക്കുന്നത്. അവന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അനിയനായ ഓമിനെയുമാണ്. അതുകൊണ്ട് തന്നെ വേഗം മായും ലാക്കും കൂടി പോവുകയും കുട്ടികളെ പിക്ക് ചെയ്ത് ആ മുത്തശ്ശനും ബാക്കി വീട്ടുകാരും എത്തി വിളിക്കും മുന്നേ അവരെ വിളിച്ചു എന്ന ഒരു ഹാപ്പിനെസ്സില് കുട്ടികളെയും കൊണ്ട് അടുത്തുള്ള ഒരു പാർക്കിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് രാത്രി ആകട്ടെ ഓമിന്റെയും മായുടെ അച്ഛൻ ഈ 4 ഫാമിലീസ് ഉണ്ടല്ലോ അവർക്കൊക്കെ കാണാനായിട്ട് അന്നൊരു സിനിമ ഓപ്പൺ തിയേറ്റർ സെറ്റ്
സെറ്റപ്പിൽ അവിടെ പ്ലേ ചെയ്യാനായി പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ സിനിമകളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ലിൻ എന്നൊരു ലേഡി ഉണ്ട്. പുള്ളിക്കാരി ഏതോ ഒരു ലേറ്റസ്റ്റ് സിനിമയുടെ വീഡിയോ കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് അവിടെ പ്ലേ ചെയ്യാനായി പോകുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ലിന്നുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൈഫ് കണ്ടുകൊണ്ട് വരുമ്പോൾ പുള്ളിക്കാരിയുടെ മുഖഭാവം മാറുന്നത് നമുക്ക് കാണാം. ഏതാണ്ട് ഒരു അസൂയുള്ള കണക്ക്. എന്തായാലും അന്ന് ആ ഒരു പുതിയ സിനിമയുടെ പ്രദർശനം ഇവരൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മായി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കാണ്. എന്തോ ഒരു ഭയങ്കര സങ്കടമൊക്കെ ഉള്ള കണക്ക് മായി ഓമിനെയും അപ്പുറത്തിരിക്കുന്ന തന്റെ ഗേൾ ഫ്രണ്ട് ആയ ലാക്കിനെയും മാറി മാറി നോക്കുകയും പിന്നെ കയ്യിലുള്ള ഒരു ചെയിനിലേക്ക് കൂടി ഭയങ്കര സങ്കടത്തിൽ നോക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ആ ഷോ ഒക്കെ കഴിഞ്ഞ് എല്ലാരും വീട്ടിലേക്ക് പോകുമ്പോൾ ഉറങ്ങാനായി കിടക്കുന്ന ഓമിന്റെ അടുത്തേക്ക് ചെല്ലുന്ന മായാകട്ടെ മുന്നേ അവൻ നോക്കിയിരുന്ന ഒരു ചെയിൻ ഉണ്ടല്ലോ അത് കൊടുത്ത ശേഷം നീ ഇത് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ് അത് കഴുത്തിൽ അണിയിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓമിന്റെ ഒരു ചെറിയ ടോയും എടുത്ത് മായി പതി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചേട്ടൻ എവിടേക്കാ പോകുന്നതെന്ന് മനസ്സിലാവാതെ ഓം കുറച്ചു നേരം നോക്കുന്നുണ്ട്. അവൻ ജനാല വഴി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പുറത്തേക്ക് ഇറങ്ങിയ മായി ഭയങ്കര സങ്കടത്തില് വീടിനെ നോക്കുകയും പിന്നീട് പാക്ക് ചെയ്ത് വെച്ചിരുന്ന അവന്റെ ലഗേജ് എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നതാണ്. എന്താണ് ചേട്ടൻ ചെയ്യുന്നതെന്ന് ഓമിന് മനസ്സിലായതേ ഇല്ല. പക്ഷെ അവൻ ബഹളം ഉണ്ടാക്കി അച്ഛനും അമ്മയോ അറിയിക്കാനായി നിന്നില്ല. കാരണം അച്ഛനും അമ്മയും എപ്പോഴും ചേട്ടനോട് ദേഷ്യത്തിൽ പെരുമാറുന്നതൊക്കെ അവൻ അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സീൻ ഇവിടെ ഉണ്ടാക്കണ്ടെന്ന രീതിയിൽ അവൻ ചേട്ടൻ എന്തായാലും വരും എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുന്ന രീതിക്ക് അതിങ്ങനെ വിടുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസമാകട്ടെ ഓമിന്റെ മായുടെ വീട്ടിലേക്ക് 2 പോലീസുകാർ എത്തുന്നുണ്ട്. ഇവിടുത്തെ മൂത്ത മകനായ മായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത പോലീസുകാരാണ് ഇവരെ അറിയിക്കുന്നത്. അങ്ങനെ അത് അറിഞ്ഞ ശേഷം ആകെ തകർന്നു പോയി അങ്ങോട്ടേക്ക് എത്തുന്ന അച്ഛനെയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. ഒരു തിയേറ്ററിൽ മായി കൊല്ലപ്പെട്ട് കിടക്കുന്ന ന്യൂസ് അറിഞ്ഞ് അങ്ങോട്ടേക്ക് അച്ഛനും മോമും ഒക്കെ എത്തുന്നുണ്ടല്ലോ ആ ഒരു സീൻ. പക്ഷെ ആ തിയേറ്ററിലെത്തി മരിച്ചു കിടക്കുന്ന മായയെ കാണുന്ന സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ്. മായയുടെ തൊട്ടടുത്ത് തന്നെ ലാക്കും ഉണ്ടായിരുന്നു. ലാക്ക് മായയുടെ വിവരം അറിഞ്ഞ് അവിടെ എത്തിയതല്ല, മറിച്ച് മായയെ കൊന്നത് തന്നെ ലാക്കാണെന്നാണ് അവിടെ വെച്ച് ലാക്ക് തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. ആ ഒരു വാർത്ത കേട്ട് മായയുടെ വീട്ടുകാരും ലാക്കിന്റെ വീട്ടുകാരും ഷോക്കാവുന്നു. എല്ലാവരും എന്തിനിതിങ്ങനെ ലാക്ക് ചെയ്തു എന്ന് അറിയാതെ നിൽക്കാണ്. മായ നഷ്ടപ്പെട്ട സങ്കടത്തിൽ അവിടെ കിടന്ന് മായയുടെ അച്ഛനും ഓമും ഒക്കെ അലമുറയിടുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന കോങ്ങും അവളുടെ വീട്ടുകാരും ഒരു ഭാഗത്ത് അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫാമിലിക്ക് തങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ മൂലം ഇത്രയും വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നു, അത് എന്തിന് ഏതിനെന്നറിയാതെ ആ ഒരു സങ്കടത്തിലും അമ്പരപ്പിലും ഒക്കെ തന്നെ നിൽക്കുന്നു. അങ്ങനെ മായി അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന ലാക്ക് കാരണം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോൾ നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മായുടെ ആ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന ഓമിന്റെ അടുത്തെത്തി ഫ്ലൂ സംസാരിക്കുന്നതാണ്. നമുക്കറിയാലോ ഓമിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു അവന്റെ ചേട്ടനായ മായി. അത് ഓമിന്റെ അടുത്ത സുഹൃത്തായ ഫ്ലൂവിനും അറിയാം. അതുകൊണ്ട് തന്നെ അവനോട് പറയുന്നുണ്ട്, നിന്റെ ചേട്ടനില്ലാത്ത ആ ഒരു നഷ്ടം ഇന്നും വലുത് തന്നെ ആയിരിക്കും. പക്ഷെ നിന്റെ കൂടെ എന്തിനും ഏതിനും ആ ചേട്ടന്റെ സ്ഥാനത്ത് നിന്റെ സുഹൃത്തായ ഞാനുണ്ടാവും. ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവുന്ന നല്ലൊരു സുഹൃത്തായി ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഫ്ലൂ ഓമിന് വാക്ക് നൽകുന്നു. അങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോഴേക്കും ഇവരൊക്കെ തന്നെ മുതിർന്നിട്ടുണ്ടായിരുന്നു. ഓം, കോങ്, ഫ്ലൂ, ലൂക്ക്. ഈ കൂട്ടത്തിൽ ഫ്ലൂ ആണ് കുറച്ചുകൂടെ ഒരു വയസ്സിനൊക്കെ മൂത്ത ഒരാള്. ഇപ്പൊ നമ്മൾ ഫ്ലൂവിനെ കാണുമ്പോൾ അവനാകട്ടെ രാവിലെ തന്നെ ലൂക്കിന്റെ വീട്ടിൽ പോയി അവളെ വേഗം റെഡി ആവാ, എനിക്ക് നിങ്ങളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് വേഗം കുത്തിപ്പൊക്കി റെഡിയാക്കി നേരെ ഓവന്റെ വീട്ടിൽ പോയി അവനെയും പിക്ക് ചെയ്ത് അങ്ങനെ അവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനായി പുറപ്പെടാണ്. ഇവർക്ക് ഇപ്പൊ ഹൈസ്കൂളിൽ പഠിക്കുകയാണ് ഓമൊക്കെ. പോകുന്ന വഴി ഓമിനെ ഒരു സ്ഥലത്ത് ഫ്ലൂ ഇറക്കുന്നുണ്ട്. അവിടെ ഓം ആകട്ടെ കാണുന്നത് അവന്റെ അച്ഛനെയാണ്. അച്ഛന് കൊണ്ടേ ഫുഡൊക്കെ കൊടുത്ത് ഓം അവിടെ നിന്ന് പുറപ്പെടുന്നു. മായുടെ മരണശേഷം ഓമിന്റെ അച്ഛൻ പൂർണ്ണമായി ഒരു കുടിയനായി മാറിയിരുന്നു. മകൻ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ തനിക്ക് അവനെ വേണ്ട രീതിയിൽ നോക്കാനായി പറ്റിയിട്ടില്ല, അവനിപ്പോ തന്റെ കൂടെ ഇല്ല എന്ന ആ ഒരു ചിന്തയൊക്കെ അയാളെ വലിയ കുടിയനായി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ച് കുടുംബത്തിൽ പ്രശ്നമായപ്പോ ഓമിന്റെ അച്ഛൻ വീട് വിട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛന് തനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായി അമ്മ തന്നുവിട്ട ആ ഒരു ഭക്ഷണമാണ് ഓം കൊണ്ട് നൽകുന്നത്. അങ്ങനെ ഓം പഠിക്കാനൊക്കെ പോകുന്നു. അങ്ങനെ ഇവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷമാണ് ഫ്ലൂ ആകട്ടെ കോങ്ങിനെ കാണാനായി പോകുന്നത്. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഈ 4 ഫാമിലീസിനും ഇടയിലുള്ള കാര്യങ്ങൾ പഴയ രീതിയിലായിരുന്നില്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫ്ലൂ ആണ് അവർക്കിടയിലെ ഒരു കോമൺ ഫാക്ടറായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. അതിന്റെ ഇടയിൽ ഫ്ലൂവിന്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫ്ലൂവിന് അച്ഛനും അമ്മയില്ല. അവൻ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണയിലാണ് വളരുന്നത്. ഫ്ലൂ ബാക്കിയുള്ളവരൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഒരു വയസ്സിന് മൂത്തതാണെന്ന്. അവനിപ്പോ കോളേജിലാണ് പഠിക്കുന്നത്. ഇവരൊക്കെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം വീട്ടിലെത്തി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് അവൻ കോളേജിൽ അവന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി പോകുന്നത്. മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രായം കൂടി വരികയല്ലേ. മുത്തശ്ശിക്കൊക്കെ ആണെങ്കിലാകട്ടെ ഓർമ്മക്കുറവ് നല്ലവണ്ണം ഉണ്ട്. പറഞ്ഞു വരുവാണെങ്കിൽ പേരക്കുട്ടിയായ ഫ്ലൂവിനെ പോലും പലപ്പോഴും മുത്തശ്ശിക്ക് ഓർമ്മ പോലും ഇല്ല. ഇപ്പൊ തന്നെ രാവിലെ ഓമിനെ പിക്ക് ചെയ്യാനായി ഫ്ലൂ പോയ ടീം ഓമിന്റെ അമ്മയാകട്ടെ ഫ്ലൂവിന്റെ കയ്യില് നിന്റെ മുത്തശ്ശിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ഭക്ഷണമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഭക്ഷണം ഇപ്പൊ ഫ്ലൂ മുത്തശ്ശിക്ക് നൽകാനായി നോക്കുമ്പോ ഇത് എന്റെ പേരക്കുട്ടിക്ക് വലിയ ഇഷ്ടമുള്ള ഫുഡാ, ഇന്ന് നീ എടുത്തു പോരുതെന്ന് പറഞ്ഞ് മുന്നിരിക്കുന്ന തന്റെ പേരക്കുട്ടിയായ ഫ്ലൂ തന്നെയാണ് എന്നതുപോലും മനസ്സിലാക്കാതെ മുത്തശ്ശി ആ ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുന്നു. അതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം അവന് ആകെപ്പാടുള്ളത് ഈ മുത്തശ്ശിയും മുത്തശ്ശിയൊക്കെയാണ്. അതിൽ ആ മുത്തശ്ശിക്കും തന്നെ
തന്നെ ഓർമ്മയില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശനും ഇതേ അവസ്ഥയിലേക്ക് പോയാൽ തനിക്ക് പിന്നെ ആരുണ്ട് എന്ന ഒരു സങ്കടമൊക്കെ അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഓമും ലൂക്കും ഒക്കെ പഠിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് അടുത്ത ദിവസം മുതൽ പോകാനായി കോങ് ഒരുങ്ങുകയാണ്. അവൾ മുന്നേ ആ ഒരു മായിയുടെ മരണവും ചേച്ചി നടത്തിയ ആ ഒരു കൊലപാതകവും ഒക്കെ കാരണം ഓമുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും പുലർത്താൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ച് ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നതെങ്കിലും പിന്നീട് അവൾക്ക് സ്കൂൾ മാറേണ്ടിയൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ വീണ്ടും അവരൊക്കെ പഠിക്കുന്ന അതേ സ്കൂളിലേക്ക് പോകാനായി തീരുമാനിച്ചിരിക്കുകയാണ്. അന്ന് വൈകിട്ടാവട്ടെ ലൂക്കും ഫ്ലൂവും കോങ്ങും കണ്ടുമുട്ടുമ്പോൾ നാളെ മുതൽ സ്കൂളിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അവർക്കിടയിൽ സംസാരം ആവുന്നുണ്ട്. ഈ ടീം ഞാൻ സ്കൂളിൽ വരുന്ന കാര്യം ഓമിന് അറിയാമോ എന്ന് കോങ് ചോദിക്കുമ്പോൾ അറിയില്ല, നീ എന്തായാലും വാ, അതിനുശേഷം നമുക്ക് പിന്നെ നോക്കാന്ന് ഫ്ലൂവും കോങ്ങിനെ സമാധാനിപ്പിക്കുന്നു. ഇതേ ടീം അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോ സിനിമ കാണാനായി പോയിരിക്കുകയായിരുന്നു ഓം ഒരു തിയേറ്ററിൽ. കൂടെ അവന്റെ ഗേൾ ഫ്രണ്ട് ആയ ഒരു പെൺകുട്ടിയുണ്ട്. അവനിങ്ങനെ ആ പെൺകുട്ടിയുടെ കൂടെ അവളുടെ നിർബന്ധത്തിന് സിനിമ കാണാൻ പോയിരിക്കുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ ഇങ്ങനെ സിനിമ കാണുന്ന ടീം അവൻ ഇതേ കണക്ക് തിയേറ്ററിൽ തന്റെ ചേട്ടൻ മരിച്ചു കിടന്നതല്ലേ എന്ന ആ ഒരു ചിന്തയിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കാണ്. വർഷങ്ങൾ ഇത്ര കടന്നു പോയെങ്കിലും മായ നഷ്ടപ്പെട്ട ആ ഒരു ഇൻസിഡന്റ് ഓമിന്റെ മനസ്സിൽ നിന്ന് തീരെ മാഞ്ഞിട്ടില്ല. അങ്ങനെ അന്നാകട്ടെ കോങ്ങിനെ കാണാൻ പോയി സംസാരിച്ച് ഡ്രിങ്ക്സ് അടിച്ച് കുറച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്ന ലൂക്കിനെ ഫ്ലൂ ആണ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു സമയം ഇവർ നടന്നു വരുന്ന അതേ വഴിയിലൂടെ ഓം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഓം വരുന്നത് അറിയാതെ ലൂക്ക് ആകട്ടെ ഓമിനെ പറ്റി ഫ്ലൂവിനോട് സംസാരിക്കുന്നു. എടാ, നീ നിന്റെ ലൈഫ് നോക്കി മുന്നോട്ട് പോകും, എപ്പോഴും ഓമിന്റെ പുറകെ നടക്കുന്ന എന്തിനാ, നീ അവന്റെ ചേട്ടനൊന്നും അല്ലല്ലോ, കുറച്ച് ഓവർ കെയറിംഗ് ആണെന്നൊക്കെ പറഞ്ഞ ഫ്ലൂവിനോട് ലൂക്ക് തന്നെ സംസാരിക്കുന്നത് ഓം കേട്ടിരുന്നു. അവനത് കേട്ടപ്പോ തൊട്ട് തന്റെ കൂടെ കൊച്ചിലെ മുതലുള്ള ലൂക്ക് തന്നെ പറ്റി ഇങ്ങനെ എന്തിനാ സംസാരിക്കുന്നത്, ഫ്ലൂ തന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് തനിക്കെല്ലാം ചെയ്തു തരുന്നതിൽ ഇവൾക്ക് എന്താ, ഇനി ഒരു പക്ഷെ അവൻ തന്റെ സ്വന്തം ചേട്ടൻ അല്ലാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ഇവരാരും ഇങ്ങനെ പറയില്ലായിരുന്നല്ലോ എന്ന ഒരു ചിന്തയാണ് വരുന്നത്. അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഫ്ലൂ മായുടെ ആ ഒരു ഫ്യൂണറലിന്റെ ഇടയിൽ ഓമിന് വാക്കുകൊടുത്തല്ലേ ചേട്ടന്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാവുന്നു. അന്ന് മുതൽ ഫ്ലൂ എല്ലാ കാര്യങ്ങളും ഓമിന് ചെയ്തു കൊടുത്ത് കൂടെയുണ്ട്. അതിനെപ്പറ്റിയാണ് ഇപ്പൊ ലൂക്ക് പറഞ്ഞത്. പക്ഷെ അവൾ നെഗറ്റീവായ ഒരു രീതിക്കല്ല അത് പറഞ്ഞത്. ഒന്ന് കൊടുത്ത വാക്കിന്റെ പേരിൽ നിന്റെ ലൈഫ് നോക്കി മുന്നോട്ട് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ച് പോവാതെ ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന രീതിക്ക് ഫ്ലൂവിനെ സ്നേഹം കൊണ്ട് ഉപദേശിച്ചെന്നേ ഉള്ളൂ. എന്നാലും അത് കേട്ട് ഓമിന് ആകെ പാടെ കലിപ്പായി. അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഭയങ്കര സങ്കടത്തില് മായയെ പറ്റി ഓർക്കാണ്. കാരണം മായ അവന്റെ ബ്രദർ ആണെങ്കിലും സ്റ്റെപ്പ് ബ്രദർ ആണ് എന്ന ഒരു കാര്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവന്റെ അച്ഛന് ഫസ്റ്റ് വൈഫിലുണ്ടായ മകനാണ് മായി. വീട്ടിലെപ്പോഴും ഭയങ്കരമായ പ്രശ്നങ്ങള് മായിക്ക് നേരിടേണ്ടി വന്നപ്പോഴൊക്കെ തന്നെ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു മായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓം കഴിഞ്ഞ മായുടെ ലൈഫില് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആ മുത്തശ്ശിയായിരുന്നു. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഓമിന് അറിയാം. അവനത് ആലോചിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് മായുടെ ആ ഒരു കൊലപാതകത്തിന് ശേഷം ഇവന്റെ ലൈഫ് ആകെപ്പാടെ തകർന്നിരുന്നത്. കാരണം അച്ഛൻ മുഴു കുടിയനായി മാറി. അച്ഛനും ഈ അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായി. നീ രണ്ടാനമ്മ ആയതുകൊണ്ടാണ് എനിക്ക് എന്റെ മായയെ നഷ്ടപ്പെട്ടത്, നീ അവനെ കെയർ ചെയ്തിരുന്നില്ല, നീ കാരണമാണ് ഞാനും അവനും വഴക്കിലായെന്നൊക്കെ പറഞ്ഞ അച്ഛൻ അമ്മയോട് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടില് അവന്റെ പ്രിയപ്പെട്ട ചേട്ടൻ മരിച്ചു. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര അടിയായി മാറി. ആ കാര്യങ്ങളൊക്കെ മൂലം ഇവന്റെ കുടുംബം ആകെ തകർന്നിരിക്കുന്ന ഇതേ സമയം തന്നെ ആ ഒരു തകർച്ചയ്ക്ക് കാരണക്കാരിയായ മായുടെ കൊലപാതകയായ ലൂക്കിന്റെ ഫാമിലിയില് ലൂക്ക് ആ ഒരു ശിക്ഷ അനുഭവിച്ച് ജയിലിലൊക്കെ ആണെങ്കിലും ലൂക്കിന്റെ സഹോദരി കോങ്ങും അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയായി ജീവിക്കുകയും തന്റെ ഫാമിലി തകർന്നിട്ടും ഇവരുടെ ഫാമിലി ഭയങ്കര കാര്യമായി മുന്നോട്ട് പോകുന്നു എന്ന രീതിക്ക് ഓമിന് ഭയങ്കര പക കോങ്ങിന്റെ ഫാമിലിയോടും കോങ്ങിനോടും ഒക്കെ വളരാനായി തുടങ്ങിയിരുന്നു. അതായത് കോങ്ങിന്റെ ചേച്ചി ചെയ്ത തെറ്റിന് അത് എന്തിനാണ് ഏതിനാണെന്ന് നമുക്കറിയില്ല ആ ഒരു കൊലപാതകം നടന്നത്. എന്നിരുന്നാലും ആ ഒരു കാര്യത്തിന്റെ പേരിൽ കോങ്ങിനോട് ഭയങ്കരമായ വൈരാഗ്യത്തിലേക്ക് പോയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഓം ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴേക്കും അടുത്ത ദിവസം സ്കൂളിൽ പോകുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ അന്ന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു കോങ്ങും. അവളും മായുടെ ആ ഒരു കൊലപാതകത്തിന് ശേഷം ഓമിന്റെയും അവളുടെയും ഇടയിൽ നടന്ന കുട്ടിക്കാലത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. അവളൊരു കൊലപാതകിയുടെ സഹോദരിയാണെന്ന പേരിൽ അവളും കുറെ കഷ്ടപ്പാടുകളൊക്കെ കുട്ടിക്കാലത്ത് അനുഭവിച്ചാണ് ആ സ്കൂളിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതാലോചിച്ച് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന അവൾ അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്നു. അങ്ങനെ മായുടെ കൊലപാതകത്തിന് ശേഷം നടന്ന പ്രശ്നങ്ങളെ തുടർന്ന് കുറെ നാള് ഇവർ തമ്മിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം അങ്ങനെ രണ്ടുപേരും ആ സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഓമിനെ ഫേസ് ചെയ്യുന്ന കോങ്ങിന് ശേഷം എന്ത് സംഭവിക്കും എന്ന ആ ഒരു ആവലാതി വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി കോങ്ങിനെ ഇവിടെ കാണുന്ന ഓമാവട്ടെ ഭയങ്കര പകയോടുകൂടി തന്റെ ചേട്ടനെ കൊന്നവളുടെ അനീതി, തന്റെ കുടുംബം തകരാൻ കാരണക്കാരിയായവളുടെ അനീതി എന്ന രീതിക്ക് ഭയങ്കര പകയോടുകൂടി കോങ്ങിനെ നോക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ പുതുതായി സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കോങ്ങിനെയാണ്. അവൾക്ക് ആ ഒരു സ്കൂൾ പുതിയതാണെങ്കിലും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും ആയിരുന്നില്ല അവൾ അവിടേക്ക് പോകുന്നത്. മറിച്ച് ഉള്ളിൽ പേടിയായിരുന്നു. തന്റെ ചേച്ചി ഓമിന്റെ ചേട്ടനായ മായെ കൊന്ന ശേഷം അവൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവളുടെ ചേച്ചി നടത്തിയ ആ ഒരു കൊലപാതകത്തിന്റെ പേരിൽ സ്കൂളിലെ കുട്ടികളൊക്കെ കൂടി അവളെ ഒരുപാട് മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ചൊവ്വേ അവൾക്ക് സ്കൂൾ ജീവിതമോ സ്കൂളിലെ സൗഹൃദമോ ഒന്നും തന്നെ അനുഭവിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അവൾ സ്കൂളിലേക്ക് ചേർന്നിരിക്കുകയാണ്. അതും ഓമുള്ള അതേ സ്കൂളിൽ. അവിടെ വെച്ച് അവനെ കാണുന്ന ടീം അവൾക്ക് അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. അവന്റെ മുന്നിലൂടെ ഒരുവിധം അവൾ നടന്നു നീങ്ങുമ്പോഴേക്കും അവളെ കണ്ട കലിപ്പില് ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ അവൻ നിൽക്കുകയാണ്. തന്റെ ചേട്ടനെ കൊന്നവളുടെ അനീതി, തന്റെ കുടുംബം തകരാൻ കാരണക്കാരിയായവളുടെ അനീതി എന്നിങ്ങനെ ഭയങ്കരമായ കലിപ്പെല്ലാം തന്നെ അവന് കോങ്ങിനോട്
ഉണ്ടായിരുന്നു. എന്തായാലും അവന്റെ ഗേൾ ഫ്രണ്ടിനും കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ അതേ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന തന്റെ അമ്മയുടെ അടുത്തേക്കാണ് കോങ്ങിനെ ഇവിടെ കണ്ട ശേഷം ഓമിന്റെ ഗേൾ ഫ്രണ്ട് പോകുന്നത്. അവളുടെ ചേച്ചിയാണ് ഓമിന്റെ ചേട്ടനെ കൊന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ അമ്മ അവൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തതെന്നാണ് ആ ഗേൾ ഫ്രണ്ട് ദേഷ്യപ്പെടുന്നത്. എന്തുകൊണ്ട് കൊടുത്തൂടാ? അവളല്ലല്ലോ കൊന്നത്, അവളുടെ ചേച്ചിയല്ലേ. അവൾ ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയി നിന്ന് ഇവിടുത്തെ എന്തെങ്കിലും റൂൾസ് തെറ്റിച്ച് പെരുമാറുന്നത് വരെ അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിന്റെ ബോയ് ഫ്രണ്ടിന്റെയും അവളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നോക്കി അവൾക്ക് അഡ്മിഷൻ കൊടുക്കാണ്ടിരിക്കേണ്ട കാര്യവും എനിക്കില്ല എന്നിങ്ങനെ ആ അമ്മ എടുത്തടിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോ മകൾക്ക് ഓമുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഈ അമ്മയ്ക്ക് അറിയാമെന്നും അതിൽ വലിയ താല്പര്യം ഇല്ല എന്നുമാണ് ഈ വർത്താനം കേട്ട് മനസ്സിലാവുന്നത്. എന്തായാലും അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് കോങ്ങ ചെല്ലുന്നത് സത്യത്തിൽ ഒരു പേടിയോടുകൂടിയാണ്. കാരണം സ്കൂൾ കാലഘട്ടത്തിൽ അവൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ആ ഒരു കൊലപാതകമൊക്കെ മൂലം. എപ്പോഴും തന്നെ ആ രീതിയിൽ കുട്ടികൾ ട്രീറ്റ് ചെയ്യുമോ എന്നൊരു പേടി അവൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ടീച്ചർ വളരെ നല്ലൊരു വെൽക്കം തന്നെ അവൾക്ക് നൽകുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് അവൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകൾ കുറച്ച് പിന്നിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഇത് നമ്മുടെ പുതിയ സ്റ്റുഡന്റ് ആണ്, നിങ്ങളെ നോട്ട്സ് ഒക്കെ കൊടുത്ത് സഹായിക്കണം എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവരും വളരെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവളോട്. അവളുടെ ചേച്ചിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് അറിയാം, ഇങ്ങനെ കേട്ടുകേൾവിയുണ്ട് അവർക്ക്. പക്ഷെ അതിന്റെ ഒരു ഇഷ്ടക്കേടൊന്നും തന്നെ അവളോട് അവർ കാണിച്ചില്ല എന്നതാണ് അതിന്റെ ഹൈലൈറ്റ്. ഈ കൂട്ടത്തിൽ കുട്ടിക്കാലത്ത് അവളുടെ ചേച്ചി കൊലപാതകം ചെയ്തതിനു ശേഷം ഇവളും ചേച്ചിയെ പോലെ ഒരു കൊലപാതകയാകുമെന്നൊക്കെ പറഞ്ഞ് അന്ന് അവളെ തള്ളി പറഞ്ഞ ഒരു കൂട്ടുകാരി പോലും ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ ആ കൂട്ടുകാരി മനസ്സൊക്കെ മാറി അവളുടെ നല്ല സുഹൃത്തായി മാറുന്നുണ്ട്. അതില് കോങ്ങിന് ഒരുപാട് സന്തോഷവും ഉണ്ട്. തന്നെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് മനസ്സിലാക്കി തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ് ഇവിടെ ജോയിൻ ചെയ്ത കാര്യം അറിഞ്ഞിട്ടും തന്നോടത് മറച്ചു വെച്ചു എന്ന ആ ഒരു പേരില് ലൂക്കിന്റെ അടുത്ത് ഓം ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയം ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി മറച്ചു വെച്ചൊന്നുമല്ല, നീയും അവളും എനിക്ക് ഒരുപോലെ അല്ലെന്നൊക്കെ പറഞ്ഞ് ലൂക്ക് സംസാരിക്കുമ്പോൾ അത് ഓമിന് ഇഷ്ടപ്പെടുന്നില്ല. അവൾ എന്റെ ചേട്ടന്റെ കൊലപാതകിയുടെ സഹോദരിയാണ്, എന്റെ കുടുംബം തകരാൻ കാരണക്കാരിയായ ഒരുത്തിയുടെ അനിയത്തിയാണ്. ആ പക എനിക്ക് അവളോടുണ്ട്. അവള് ഞാൻ ഒരിക്കലും ഒരുപോലെ ആവില്ല. അവള് കാരണം എനിക്ക് എന്റെ ലൈഫിന്റെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ കുടുംബത്തിന്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്തിലുള്ളപ്പോ നിങ്ങളൊക്കെ കളിച്ച് ചിരിച്ച് അവളുടെ കൂടെ നടന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായി അവളോട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ഇതേ ടീം ലൈബ്രറിയിലേക്ക് കോങ്ങും ആ ഫ്രണ്ടും എത്തുന്നുണ്ട്. പുതിയ സ്റ്റുഡന്റ് ആയി കോങ് ഇവിടെ ചേർന്നിരിക്കുകയല്ല. അപ്പൊ അവിടെയുള്ള ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം. ബുക്ക് റിലേറ്റഡ് ആയ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാമെന്നതാണ് കോങ്ങിന്റെ തീരുമാനം. അതിന് കാരണം അവൾക്ക് ബുക്സ് വലിയ ഇഷ്ടമാണ്. കാരണം കുട്ടിക്കാലം മുതലേ അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം അവളോട് ആരും ഇങ്ങനെ കൂട്ടുകൂടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ആശ്രയിച്ചിരുന്നത് പുസ്തകങ്ങളെ ആയിരുന്നു. അങ്ങനെ ബുക്കിനോട് ഒരു വല്ലാത്തൊരു അടുപ്പം അവൾക്കുണ്ട്. അവൾ ആ ഒരു കാര്യമൊക്കെ ഈ ഫ്രണ്ടിനോട് പറയുമ്പോൾ താനും ഇവളുടെ കുട്ടിക്കാലത്തെ ഒറ്റപ്പെടലിന് ഒരു കാരണക്കാരി തന്നെയാണ്. ഇവളുടെ കൂടെ നിന്ന് നല്ലൊരു ഫ്രണ്ടായി നിൽക്കേണ്ട താൻ അന്നൊക്കെ ഇവളെ ഒറ്റപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം ഓർത്ത് ആ ഫ്രണ്ട് ഇങ്ങനെ കുറ്റബോധത്തിൽ നിൽക്കുന്നു. അങ്ങനെ ലൈബ്രറിയുടെ ഒരു ഭാഗത്തിരുന്ന് ഓമാകട്ടെ അവന്റെ ലൈഫിൽ നടന്ന ആ ഒരു ട്രാജഡി ഒക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന കോങ് ആരോ അവിടെ ഇരുന്ന് കരയുന്ന കണക്കൊരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഓമിനെ കാണുന്നു. അവനാണ് കരയുന്നതെന്ന് കണ്ടപാടെ അവളാകട്ടെ അവന്റെ മുന്നിൽപ്പെട്ട അത് ശരിയാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായി നോക്കുമ്പോഴേക്കും അവൻ അതിലും വലിയ ദേഷ്യത്തില് അവളോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ഞാൻ ഇവിടെ ഇനി പഠിക്കാൻ പോകുന്നത്, നീ പഴയ ആ ഒരു ദേഷ്യമൊന്നും എന്നോട് ഇനി കാണിച്ചിട്ട് കാര്യമില്ല, എല്ലാം മനസ്സിൽ നിന്ന് മാറ്റിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവൻ അവളോട് ഭയങ്കര ഇഷ്ടക്കേടാണുള്ളത്. അതുകൊണ്ട് തന്നെ അവളിവിടെ ഇപ്പോ താമസിക്കുന്ന ആ ഒരു വീടിന്റെ മുന്നിൽ പോയി ഇവര് കൊലയാളികളാണെന്നല്ല ആ ചുവരിൽ എങ്ങനെ എഴുതി വെക്കലും അവിടെ വേസ്റ്റ് ഇട്ട് അവരെ ഉപദ്രവിക്കാൻ നോക്കലൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടീം ഇത് കാണുന്ന കോങ്ങിന്റെ അമ്മ അവനെ തടയാനായി നോക്കുമ്പോൾ ആ അമ്മയെ പോലും ദേഷ്യത്തിൽ അവൻ തള്ളി എറിയുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവൾ അതിൽ ഇടപെടുമ്പോൾ ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് എന്ന് അവൾ ചോദിക്കുന്ന ടീം എന്റെ ചേട്ടനെ കൊന്നത് നിന്റെ ചേച്ചിയല്ലേ, എന്താ നിനക്കത് അറിയില്ലേന്ന് അവൻ ഷൗട്ട് ചെയ്യുമ്പോൾ എന്റെ ചേച്ചി ചെയ്ത തെറ്റിന് ഞാൻ എന്ത് ചെയ്യാനാ, കൂടാതെ ചേച്ചി ആ തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ച് ജയിലിലല്ലേ ഇപ്പോൾ ഉള്ളതെന്നും അവൾ ചോദിക്കുന്നുണ്ട്. നിന്റെ ചേച്ചി ആ ഒരു ശിക്ഷയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി നിങ്ങളൊരു ഫാമിലിയായി ജീവിക്കും, പക്ഷെ എനിക്ക് എന്റെ ചേട്ടനെ നഷ്ടപ്പെട്ടില്ലേ, എന്റെ ചേട്ടൻ ഇനി മടങ്ങി വരില്ലല്ലോ എന്ന് അവൻ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ക്ലാസ്സിലെത്തിയിരിക്കുന്ന കോങ്ങാട്ടെ ഓമുമായി നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച ലൂക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് അവളുടെ ഈ രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ ഇപ്പോ ശത്രുക്കളായി മാറിയിരിക്കുന്ന കാഴ്ച ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. ഇതെങ്ങനെ റെഡിയാക്കുമെന്ന് അവൾക്ക് ഒരു പിടുത്തമില്ല. അവൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ഓമിന്റെ ഗേൾ ഫ്രണ്ട് എത്തുന്നു. ഓമിനെ കണ്ടോ, അവനെ ഫോണിൽ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ കോങ് ഇവിടെ വന്ന ശേഷം ആകെ മൊത്തത്തിൽ പ്രശ്ന നാശം പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കോങ്ങിനെ ഈ ഒരു പെൺകുട്ടി ഭയങ്കര മോശമായി സംസാരിക്കുമ്പോൾ അത് ലൂക്കിന് ഇഷ്ടപ്പെടുന്നില്ല. കോങ്ങിനെ പറ്റി മോശമായി സംസാരിക്കാൻ നീ ആരാണെന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഓമിന്റെയും കോങ്ങിന്റെയും കാര്യം പറഞ്ഞ് ഇവർക്കിടയിൽ ഇവിടെ വഴക്കാവുന്നു. ഇതേ ടീം ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഓമകട്ടെ പോകുന്ന വഴിയിൽ അച്ഛനെ കാണാനായി പോകുന്നുണ്ട്. രാവിലെ അച്ഛന് കൊടുത്തിട്ട് പോയ ആഹാരം അച്ഛൻ കഴിക്കാതെ അതേപടി ഇരിക്കുന്നത് കാണുന്ന അവൻ അതെടുത്ത് കഴുകി ആ ഒരു പാത്രമൊക്കെ എടുത്തു വെക്കുന്നു. കൂടാതെ അച്ഛനാകട്ടെ അവിടെ ഇപ്പോഴും മായി മരിച്ച ആ ഒരു സങ്കടത്തിൽ തന്നെ ഇങ്ങനെ കഴിയാണ്. ഇതൊക്കെ കാണുന്തോറും വീണ്ടും വീണ്ടും കോങ്ങിനോടും ഫാമിലിയോടും ഉള്ള വെറുപ്പ് ഓമിന്റെ മനസ്സിൽ നിറയുന്നത് മാത്രമാണ് മെച്ചം. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫ്ലൂ പണ്ട് മായി ചെയ്തിരുന്ന കണക്ക് തന്നെ ലഹരി കച്ചവടം നടത്തുന്നുണ്ട്. അതും അന്ന് മായി ആർക്ക് വേണ്ടിയാണോ ആരുടെ അണ്ടറിലാണോ വർക്ക് ചെയ്തത് അതേ ആളുകളുടെ കൂടെയാണ് ഇപ്പോ ഫ്ലൂ വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം ലൂക്കിന്റെ അച്ഛൻ
അച്ഛൻ അറിയുന്നുണ്ട്. അദ്ദേഹം അയാളുടെ അടുത്ത് പോയി ദേഷ്യപ്പെടുന്നു. മായയെ കൊലക്ക് കൊടുത്തത് പോരാതെ നീ ഇവന്റെയും കൂടി ജീവിതം നശിപ്പിക്കാനായിട്ടാണോ നീ ഇവനെ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാനായിട്ട് അവനെ കൂട്ടുപിടിച്ചൊന്നുമല്ല. അവൻ അവന്റെ മുത്തശ്ശിയുടെ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കും കാശിന് വേണ്ടി ഈ ജോലി സ്വമേധയാ ചെയ്യുന്നതാ. എന്റെ അടുത്ത് ജോലി വേണമെന്ന് പറഞ്ഞു വന്ന അവനെ ഞാൻ സഹായിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാനായിട്ട് അവനെ പിടിച്ചതിൽ ഇറക്കിയതൊന്നും അല്ലാന്ന് അയാളും പറയുന്നു. അത് കേൾക്കുന്ന ലുക്കിന്റെ അച്ഛന് സങ്കടാവുന്നുണ്ട്. കാരണം തന്റെ മകളെ പോലെ തന്നെ വളരെ കാര്യമായിട്ടാണ് അവളുടെ സുഹൃത്തായ ഫ്ലൂവിനെയും ആ അച്ഛൻ കാണുന്നത്. കാരണം കുട്ടിക്കാലം മുതലേ ഇവരൊക്കെ ഒന്നിച്ച് ഒരേ കുടുംബം കണക്ക് കഴിഞ്ഞവരാണല്ലോ. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ അന്ന് വീട്ടിലേക്ക് പോകുന്ന അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന ലൂക്കിനോട് സംസാരിക്കുന്നു. ലൂക്കാകട്ടെ അന്ന് ക്ലാസ്സിൽ നിന്ന് പോങ്ങുമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ഇറങ്ങി പോയിട്ടുണ്ടായിരുന്ന ഓം അവന്റെ ബാഗ് ഒന്നും എടുക്കാതെയാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ബാഗും എടുത്തോണ്ടാണ് അവൾ വന്നിരിക്കുന്നത്. അന്ന് അവനാകട്ടെ ബാഗ് തിരിച്ച് കളക്ട് ചെയ്യാനായി അവളുടെ വീട്ടിലേക്ക് എത്തി ബാഗും വാങ്ങിച്ചു പോകാനായി നിൽക്കുമ്പോൾ കോങ് പഠിക്കാൻ വന്നത് ലൂക്ക് അറിഞ്ഞിട്ട് തന്നോട് പറഞ്ഞില്ല എന്ന ഒരു ഇഷ്ടക്കേടും പിണക്കും അവളോട് അവൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കുമ്പോൾ ആ അച്ഛനും മകളും കൂടി എന്താണ് ഇങ്ങനെ പിണങ്ങുന്നത്, പിണങ്ങല്ലേടാ എന്നൊക്കെ പറഞ്ഞ് അവനെ കൂളാക്കി എടുക്കാൻ നോക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ്ങിനെ കാണാനായി ഫ്ലൂ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ ഫസ്റ്റ് ഡേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ തന്നോട് നല്ല കാര്യമായിട്ട് പെരുമാറുന്നു എന്നതുകൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പി, നന്നായി പോയി, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അധികം വൈകാതെ നിനക്ക് നല്ലൊരു ബോയ് ഫ്രണ്ടിനെയും കൂടി കിട്ടട്ടെ എന്നൊക്കെ അവളെ ആശംസിക്കുമ്പോൾ പെട്ടെന്ന് അവളും അവനും ഒന്ന് കണ്ണുടക്കി നിൽക്കുന്നുണ്ട്. ഏതാണ്ട് പരസ്പരം ചെറിയൊരു സ്പാർക്ക് അടിച്ച കണക്ക്. എന്തായാലും അന്ന് കോങ്ങിനെ കണ്ട് സംസാരിച്ച ശേഷം ലൂക്കിന്റെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് ഫ്ലൂ എത്തുന്നുണ്ട്. ആ ടീം ലൂക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനാകട്ടെ ഫ്ലൂവിനെ കണ്ടപാടെ അവനോട് തനിയെ സംസാരിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ല, ഈ ഒരു വഴി തെറ്റായ വഴിയാണ്, അതിൽ നിന്ന് നീ മാറി സഞ്ചരിക്കണം. എന്റെ മകന്റെ സ്ഥാനത്താണ് ഞാൻ നിന്നെ കാണുന്നത്. ആ സ്നേഹത്തിൽ പറയാണെന്ന് അദ്ദേഹം ഇൻഡയറക്റ്റ് അവനോട് അറിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുന്നത്. അതായത് അവൻ ലഹരി കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ, മുത്തശ്ശിയുടെ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കാശിന് വേണ്ടിയിട്ടാണ് അവൻ അത് ചെയ്യുന്നത്. എന്നിരുന്നാലും അത് ശരിയല്ല എന്നതാണ് അദ്ദേഹം അവന് പറഞ്ഞു മനസ്സിലാക്കാനായി നോക്കുന്നത്. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലൂക്കും ഫ്ലൂവിനും നടന്നു വരുന്നതിന്റെ ഇടയിൽ അവരുടെ പുറകിൽ ഓം ഉണ്ട് എന്നറിയാതെ അവർ ഓമിനെ പറ്റി സംസാരിച്ചിരുന്നല്ലോ. ഫ്ലൂവിനോട് ലുക്കാണ് നീ എപ്പോഴും ഇങ്ങനെ നിന്റെ കാര്യം നോക്കാതെ എന്തിനാ ഓമിന്റെ പുറകെ നടക്കുന്നത് എന്ന ആ ഒരു രീതിക്ക് സംസാരിച്ചത്. അപ്പൊ അത് കേട്ടതിന് ശേഷം ഓം ആകട്ടെ അത്രയും നാൾ അവനെ ക്ലാസ്സിൽ കൊണ്ടുകൊണ്ടിരുന്നത് ഫ്ലൂ ആണെങ്കിൽ അതിനുശേഷം ഫ്ലൂവിന്റെ കൂടെ വണ്ടിയിലൊന്നും രാവിലെ സ്കൂളിലേക്ക് പോകാനായി തയ്യാറായിരുന്നില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിച്ച അമ്മ എന്ത് പറ്റി, നീ എന്തിപ്പോ ഫ്ലൂവിനോട് പിണക്കാണോ എന്നൊക്കെ ഓമിനോട് ചോദിക്കുമ്പോൾ അതല്ല, ഞാൻ എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്റെ കാര്യം നോക്കി ഞാൻ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അവൻ ആ ഒരു കേട്ട കാര്യങ്ങളെ പറ്റി വ്യക്തമായി പറയാതെ ഇങ്ങനെ ഒരു ഉഴപ്പൻ മറുപടി പറയുന്നു. അല്ല, നിന്റെ മനസ്സിൽ വേറൊന്നും ഇല്ലെങ്കിൽ നീ അത് ഡയറക്റ്റ് അവനോട് പറയണം. നീ ഇൻഡിപെൻഡന്റ് ആയി നിന്റെ കാര്യങ്ങൾ നോക്കാനായി തീരുമാനിച്ചു എന്നത് പറയണം. അല്ലാതെ അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നോ അതോ നീ ഇനി എന്തെങ്കിലും കാര്യത്തിൽ അവനോട് പിണങ്ങിയിട്ടാണോ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നൊരു സങ്കടം നൽകരുത്. ഒരു സുഹൃത്തായും ഒരു ചേട്ടന്റെ സ്ഥാനത്തും ഒക്കെ നിന്ന് നിന്റെ കാര്യങ്ങളൊക്കെ അവൻ എത്ര മനോഹരമായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ഫ്ലൂവിനെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുതെന്നായിരുന്നു അമ്മ ഓമിനെ ഉപദേശിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഫ്ലൂ പിക്കാനെ വരുമ്പോഴേക്കും അവനോട് പറയുന്നുണ്ട്, നീ ഇനി എന്റെ കാര്യങ്ങൾ നോക്കണ്ട, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാന്ന്. നീ ആ ലൂക്ക് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത്, അവള് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു നീ അത് കാര്യമാക്കണ്ട എന്നെല്ലാം ഫ്ലൂ പറയുന്നുണ്ടെങ്കിലും ഓം കേൾക്കാതെ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാവുന്ന മട്ടില് ഫ്ലൂവിനെ ഇഗ്നോർ ചെയ്യുന്നു. കാരണം കോങ്ങിനെ ഇപ്പൊ ഫ്ലൂ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൂക്കിനെ പോലെ തന്നെ അവൾ ഇവിടെ പഠിക്കാൻ പറ്റുന്ന കാര്യം ഫ്ലൂവിനും അറിയാം. അവൻ തന്നോട് മറച്ചു വെച്ചെന്ന രീതിക്ക് ഒരു ഇഷ്ടക്കേട് ഓമിനുണ്ട് എന്നത് മറ്റൊരു സത്യം. എന്തായാലും അന്ന് സ്കൂളിലെത്തി തന്റെ കയ്യിലുള്ള ഒരു ചെയിൻ നോക്കി നിൽക്കുന്ന കോങ്ങിനെ നമുക്ക് കാണാം. ഈ ചെയിൻ മറ്റാരുടെയുമല്ല, മായി മരിക്കുന്നതിന് മുന്നേ ഓമിനെ ഏൽപ്പിച്ച ചെയിനാണിത്. മായിയുടെ മൃതദേഹം ആ തിയേറ്ററിൽ കാണാനായി വീട്ടുകാരുടെ കൂടെ പോയ ഓമിന്റെ കയ്യിൽ നിന്ന് മായി മരിച്ചു കിടക്കുന്ന ആ ഒരു ഷോക്കിൽ ഈ ചെയിൻ നഷ്ടപ്പെട്ടതാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന കോങ് അത് എടുത്തിരുന്നു. ഇപ്പോഴും അവൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവൾക്ക് അറിയാം ഇത് ഓമിന്റേതാണ്, അവന് വളരെ സ്പെഷ്യൽ ആണ് ഈ ചെയിൻ എന്ന്. പക്ഷെ അത് അവന് കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം പിന്നീട് അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അത് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഫ്രണ്ട് ആ ചെയിൻ വന്ന് മേടിക്കുമ്പോൾ നീ ആ ചെയിൻ ഇതാ, ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ചെയിൻ ആണെന്ന് കോങ് പറയുമ്പോൾ വേണ്ടപ്പെട്ട ഒരാളുടെ ചെയിൻ എന്തിനാ നീ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്, ആൾക്ക് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും, അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ കൊടുക്കുന്നായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലൈബ്രറിയുടെ ആ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം കോങ് അറിയിച്ചിരുന്നല്ലോ. അപ്പോൾ ടീച്ചർ ആ ഒരു ക്ലബിന്റെ ലീഡറായ ഓമിനോട് അതിനെപ്പറ്റി സംസാരിക്കാണ്. കോങ് ആണ് ജോയിൻ ചെയ്യാൻ വരുന്ന പുതിയ സ്റ്റുഡന്റ് എന്ന് അറിഞ്ഞ ആ ഒരു ഇഷ്ടക്കേട് ഉള്ളിൽ ഉണ്ടെങ്കിലും എന്തോ ഒരു കാര്യം കൊണ്ട് അവളെ ജോയിൻ ചെയ്യിപ്പിക്കാനായി അവൻ തയ്യാറാവുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ശേഷം എന്താണ് സംഭവിച്ചത്, എന്തിനാണ് കോങ്ങിന്റെ ചേച്ചി ഓമിന്റെ ചേട്ടനെ കൊന്നത്, അങ്ങനെ ഇപ്പോ ഓമുള്ള അതേ സ്കൂളിലേക്ക് പഠിക്കാനായി വന്നിരിക്കുന്ന കോങ് അവിടെ അവൾക്ക് ബുക്സ് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ലൈബ്രറി റിലേറ്റ് ചെയ്ത ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാനായി ചെല്ലുന്നു. അവൾ അങ്ങനെ പോകുമ്പോഴാണ് അറിയുന്നത് ഈ ഒരു ക്ലബിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഓമാണ് എന്നത്. അവൾ ആകെപ്പാടെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ കയ്യിലാകട്ടെ ഒരു ടോയ് ഉണ്ട്. ഈ ഒരു സോഫ്റ്റ് ടോയ് അവൾക്ക് കുട്ടിക്കാലത്ത് ഓം തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. അവൾ സ്കൂളിൽ പോകാനായി മടി പിടിച്ച് പേടിച്ച് കരഞ്ഞ സമയത്ത് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾക്കൊരു സന്തോഷം എന്ന രീതിയിൽ അവന്റെ ഒരു ഫേവറേറ്റ് ടോയ് ആയിട്ടുള്ള ഈ ടോയ് അവൾക്ക് കൊടുക്കുകയായിരുന്നു. അവൻ ആ ഒരു ടോയ് പണ്ട് ഗിഫ്റ്റ് ചെയ്തിരുന്നത് അവന്റെ ചേട്ടനായ മായാണ്. പിന്നീട് ആ ഒരു ടോയ് അവൾക്ക് അവൻ നൽകി. എന്തായാലും ഇപ്പൊ ആ ഒരു ടോയ് അവളുടെ കയ്യിലുണ്ട്. ഇപ്പോഴൊന്നല്ല, അതെല്ലായ്പ്പോഴും അവൾ കൈ കൊണ്ട് നടക്കാറുണ്ട്. പെട്ടെന്ന് ഈ ഒരു ക്ലബിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഓമാണെന്ന് കണ്ടപാടെ വേണ്ട ഇവിടെ നമുക്കൊന്നും പോകണ്ട, ഇത് ശരിയാവില്ല എന്ന ഒരു തോന്നൽ മനസ്സിൽ വന്ന് അവളാകട്ടെ പെട്ടെന്ന്
അവിടെ നിന്ന് തിരിഞ്ഞു പോകാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൻ അവളെ കാണുന്നു. അവളെയും കയ്യിലുള്ള ഒരു പാവയും കൂടി കണ്ട് അവന്റെ നിയന്ത്രണം പോകുന്നുണ്ട്. മുന്നേ മിസ് ഈ ഒരു ക്ലബിൽ അവളെ ചേർക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞപ്പോ പോലും വലിയ എതിർപ്പൊന്നും കാണിക്കാതിരുന്ന അവനായിട്ട് പെട്ടെന്ന് ദേഷ്യത്തില് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ടോയ് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. അവൾ അത് തിരിച്ചതാന്നൊക്കെ പറഞ്ഞ് അവനോട് കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഞാൻ തരില്ല, ഇത് മായ എനിക്ക് തന്നതാണ്, അത് നിന്റെ കയ്യിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, നീ എന്റെ മായയുടെ ജീവനെടുത്ത കൊലയാളിയുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യം കാണിക്കുന്ന ഓമാകട്ടെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു ടോയെ പിച്ച് കീറി നശിപ്പിക്കാനായി നോക്കുന്നു. അങ്ങനെ അവൻ കശയ്ക്ക് തറയിലേക്ക് എറിഞ്ഞിട്ട് പോകുന്ന ആ ഒരു ടോയെ എടുത്തു വെച്ച് അതിന്റെ ദേഹത്ത് നൂരിക്കളഞ്ഞ ആ കുഞ്ഞു ഷൂസ് ഒക്കെ തിരിച്ചതില് ഫിക്സ് ചെയ്ത് അവിടെ ഇരുന്ന് കോങ് ഭയങ്കര സങ്കടത്തില് കരയാണ്. അവൾക്ക് ഒരിക്കലും ഓമിന്റെ കൂടെ ഇങ്ങനെ ഒരു രീതിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവന്റെ ഒരു ശത്രുവായി അവൻ തന്നെ കാണണം എന്നതൊന്നും ആഗ്രഹമുള്ള കാര്യമേ അല്ല. അവൻ ഇങ്ങനെ തന്നെ പെരുമാറുന്നതിന്റെ പേരിൽ അവൾക്ക് സങ്കടം മാത്രമാണുള്ളത്. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫ്ലൂ ആകട്ടെ ഓം മുന്നേ കണ്ട് സംസാരിച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണ്. മായയുടെ മരണശേഷം ഫ്ലൂ ഓമിന് വാക്ക് നൽകിയിരുന്നു ഒരു ബ്രദറിന്റെ സ്ഥാനത്ത് എന്തിനും ഏതിനും അവൻ കാണുമെന്ന്. പക്ഷെ ഇപ്പോ ഓം തന്റെ കാര്യങ്ങൾ നോക്കി കൂടെ നടക്കണ്ട എന്ന് ഫ്ലൂവിനോട് പറഞ്ഞതാണ് ഫ്ലൂവിനെ അലട്ടുന്ന ആ ഒരു കാര്യം. എന്നെയും കോങ്ങിനെയും ഒരേ സമയം നിനക്ക് കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. ഞാൻ കൂടെ വേണമെങ്കിൽ അവൾ ഒരിക്കലും നിന്റെ പരിഗണനയിൽ ഉണ്ടാവാനേ പാടില്ല, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്ന ഓമാകട്ടെ അതിന് നിനക്ക് സാധിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഒരിക്കലും നിനക്ക് എന്റെ ചേട്ടൻ മായ്ക്ക് പകരം ആവാനേ സാധിക്കില്ല. അതുകൊണ്ട് എന്റെ ചേട്ടനായിട്ട് എന്റെ കൂടെ നിൽക്കാന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയേക്ക്. എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി എന്നല്ല ഫ്ലൂവിനോട് ഓം പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ വളരെ സങ്കടത്തിൽ ഓർക്കുന്നു. ഫ്ലൂ ആകട്ടെ ലുക്കിന്റെ അച്ഛൻ പറഞ്ഞെങ്കിലും അവന്റെ ആ ഒരു ലഹരി കച്ചവടം ഒന്നും നിർത്താനായി തയ്യാറായിട്ടില്ല. ഇപ്പൊ തന്നെ അവനൊരു ലേഡിയുടെ അടുത്ത് ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് പോകുന്നുണ്ട്. പക്ഷെ അവരാകട്ടെ ഇവനെ പറ്റിച്ച് കാശ് കൊടുക്കാതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായി നോക്കുമ്പോഴേക്കും അവൻ തന്ത്രപരമായി അവരുടെ അടുത്ത് നിന്ന് വിൽപ്പന നടത്താതെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഫ്ലൂവിന്റെ കയ്യിലാവട്ടെ അവന്റെ മുതലാളി അവന് അന്നത്തെ ജോലിയുടെ കാശ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ചധികം കാശ് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, അവന് വേണ്ടി അയാൾ ആ കാശ് കൊടുത്തത് അവന്റെ മുത്തശ്ശിയുടെ ചികിത്സയ്ക്ക് അവൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. കാരണം ആ ഒരു മുത്തശ്ശിക്ക് വയ്യ, മുത്തശ്ശിയുടെ അസുഖം ചികിത്സിക്കാനായിട്ടാണ് അവൻ ഈ ഒരു ജോലി ചെയ്യുന്നത് എന്നതൊക്കെ അവന്റെ മുതലാളിക്ക് അറിയാവുന്നത് കൊണ്ട് അവൻ ചോദിക്കാതെ തന്നെ കുറച്ച് കാശ് അധികം നൽകി സഹായിക്കുകയാണ്. അങ്ങനെ അന്ന് അങ്ങട്ടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാതെ വളരെ വിഷമിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഓം തന്നോട് എത്ര ദേഷ്യത്തിലാണ് പെരുമാറുന്നത് എന്ന ആ ഒരു കാര്യങ്ങളൊക്കെ മൂലം വളരെ സങ്കടപ്പെട്ട് കോങ് ഇരിക്കുന്ന ടീം അവൾ വീട്ടിൽ വരുന്ന ടൈമായിട്ടും കാണാതെ അന്വേഷിച്ച് പിക്ക് ചെയ്യാനായി ഫ്ലൂ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ അവളാകട്ടെ ആ മഴയെ നനഞ്ഞ് ഒരു മരച്ചുവട്ടിൽ ഇരുന്ന് കരയാണ്. അവിടേക്ക് ചെന്നവൻ അവളെ വിളിക്കുമ്പോഴേക്കും അവളാകട്ടെ പെട്ടെന്നുള്ള സങ്കടത്തില് അവനെ കണ്ടപാടെ കെട്ടിപ്പിടിച്ച് കരയാനായി തുടങ്ങുന്നു. അവനും അവളെ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കാണ്. ഈ ഒരു സമയം അതുവഴി കറക്റ്റ് തന്നെ ഓം എത്തുന്നുണ്ട്. ഓം ഈ കാഴ്ച കാണുന്നുണ്ട്. അതായത് കോങ്ങിനെ ആശ്വസിപ്പിച്ച് നിൽക്കുന്ന ഫ്ലൂവിനെയാണ് അവൻ കാണുന്നത്. അവന് ഭയങ്കരമായ ദേഷ്യം വരുന്നു. കാരണം അവന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഇത്രയും നാൾ അവൻ ചേട്ടന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന, അവനെ എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്ന ഒരാളാണ് ഫ്ലൂ. ആ ഫ്ലൂ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത, അവനൊട്ടും ഇഷ്ടമല്ലാന്ന് ഫ്ലൂവിന് നന്നായി അറിയാവുന്ന ഒരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ അത് ഓമിനെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓമാകട്ടെ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് പോകുന്നു. ഓം ഇങ്ങനെ പോകുന്ന കാഴ്ച ഫ്ലൂവും കണ്ടിരുന്നു. അന്ന് നനഞ്ഞു കുളിർന്ന് വീട്ടിലേക്ക് ചെല്ലുന്ന ഓമിനെ കാണുന്ന അമ്മ, നീ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അവനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ അമ്മയോട് സംസാരിക്കാനും നിന്നില്ല. കാരണം സംസാര വിഷയം എന്തായാലും കോങ്ങിനെ പറ്റി ആയിരിക്കും. കോങ്ങിനെ പറ്റി കേൾക്കാനേ അവന് താല്പര്യമില്ല എന്ന രീതിയിലാണ് അവനത് ഇഗ്നോർ ചെയ്ത് വിടുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ജയിലിലുള്ള കോങ്ങിന്റെ ചേച്ചിയാണ്. അവരുടെ പേര് ലാക്ക് എന്നാണ്. ലാക്കിനെ കാണാനായി ഒരാൾ എത്തുന്നുണ്ട്. അത് മറ്റാരും അല്ല, നമ്മൾ ഒരു എപ്പിസോഡിൽ കണ്ടിരുന്നല്ലോ, ഓമിന്റെ അച്ഛൻ ഈ ഒരു ഓപ്പൺ തിയേറ്ററിന്റെ ബിസിനസ് ആണെന്ന്. ആൾക്ക് സിനിമയുടെ വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, ആ ലേഡിയാണ് ഇപ്പൊ ലാക്കിനെ കാണാനായി വന്നിരിക്കുന്നത്. നീ മായയെ കൊന്നിട്ടില്ലാന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് ഈ ഒരു ജയിൽ ജീവിതം ഒക്കെ അവസാനിപ്പിച്ച് നീ പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവരവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സംസാരത്തിൽ നിന്ന് മായയെ എല്ലാരും കരുതുന്ന കണക്ക് ലാക്ക് കൊന്നിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. കാര്യങ്ങൾ വ്യക്തമല്ല. എന്തായാലും അവർ സംസാരിച്ച് പോയ ശേഷം ലാക്ക് ആലോചിക്കാണ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോഴാണ് നമ്മളും അത് കാണുന്നത്. അന്ന് മായ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ച ദിവസമില്ലേ, ഓമിന്റെ കഴുത്തില് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെയിനൊക്കെ അണിയിച്ചു കൊടുത്ത് ഇറങ്ങിയ മായി നേരെ പോയത് ലാക്കിനെ കാണാനായിട്ടായിരുന്നു. ഇവര് കണ്ടുമുട്ടി സംസാരിച്ചത് മായയുടെ ജഡം കണ്ട അതേ സിനിമാ തിയേറ്ററിലാണ്. അവിടെ വെച്ച് ലാക്കിന്റെ കയ്യില് എന്തോ ഒന്ന് മായി കൊടുക്കുന്നുണ്ട്. ഇത് നീ ഭദ്രമായി സൂക്ഷിക്കണം, ഇത് അവരുടെ കൈ കിട്ടുകയെ ചെയ്യരുത്, അതിനുവേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയോ സംസാരിക്കുമ്പോ, നീയും എന്റെ കൂടെ വാ, നമുക്കിത് നിന്റെ അച്ഛനെ ഏൽപ്പിക്കാം, നീയും എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് ലാക്ക് കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോ ആദ്യം ഒന്നും സമ്മതിക്കാത്ത മായി പിന്നീട് അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആരോ പേടിച്ച് എന്തോ ഒന്ന് ആരുടെയോ കയ്യിൽ എത്തരുത് എന്ന ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങിയിരുന്ന മായാകട്ടെ ലാക്ക് പറയുന്നത് കേട്ട് തീരുമാനം മാറ്റാനായി ഒരുങ്ങിയ സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ട് ഇന്നെടുത്ത് മറ്റാരോ ഉണ്ടായിരുന്നു. അവരെ ഇവർ കണ്ടിരുന്നില്ല. അവരാകട്ടെ വേഗം തന്നെ ഇവർക്ക് നേരെ വെടി ഉതിർക്കുന്നു. ആ ഒരു വെടിയുണ്ട കൊള്ളുന്നത് മായയുടെ ദേഹത്താണ്. അങ്ങനെ വെടികൊണ്ട് മായി അവിടെ വീണു മരിക്കുന്നു. ഇതാണ് നടന്നത്. അല്ലാതെ ലാക്ക് ആയിരുന്നില്ല എല്ലാവരും കരുതുന്ന കണക്ക് മായയെ വെടിവെച്ചത്. പക്ഷെ എന്തുകൊണ്ടോ ലാക്ക് അത് താനല്ല ചെയ്തതെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായി
തയ്യാറാവാതെ ആ ഒരു കൊലപാതകം ഏറ്റെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. ആരാണ് വെടിവെച്ചത്, ആരെയാണ് മായി ഭയപ്പെട്ടിരുന്നത്, എന്താണ് മായിക്കും ലാക്കിനും അറിയാവുന്ന ഒരു രഹസ്യം എന്നതൊന്നും തൽക്കാലം വ്യക്തമല്ല. ലാക്കല്ല മായിയെ കൊന്നത് എന്നത് മാത്രമാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. മായിയുടെ ഓമിന്റെയും അച്ഛന് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി അച്ഛൻ അങ്ങനെ റെഗുലറായി യൂസ് ഒന്നും ചെയ്യാറില്ല. അതറിയാവുന്ന മായാകട്ടെ അന്നത്തെ ഒരു ദിവസത്തേക്ക് ആ വണ്ടി ഓടിക്കാൻ കൊടുക്കാമോ എന്ന് അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ ആദ്യം കൊടുക്കുന്നില്ലെങ്കിലും അവൻ കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വണ്ടിയുമായാണ് അവൻ അച്ഛൻ പോലും അറിയാതെ സിനിമ തിയേറ്ററിൽ പോയി കാണാനായി ഓമിന് വലിയ ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഓമിനെ സിനിമ കാണിക്കാനായി കൊണ്ടുപോയത്. അതിന്റെ പേരില് കണക്കിനടിയൊക്കെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവന് കിട്ടുകയും ചെയ്തു. എന്തായാലും ഇപ്പൊ അതേ വണ്ടി നോക്കി നിൽക്കുന്ന ഓമിനെ നമുക്ക് കാണാം. അവൻ ആ വണ്ടി കാണുമ്പോഴൊക്കെ തന്നെ ചേട്ടൻ അവനെ സിനിമ കാണാനായി കൊണ്ടുപോയ ആ ഒരു കാര്യമൊക്കെ ഭയങ്കര സങ്കടമുള്ള ഓർമ്മയായി മനസ്സിൽ വരാറുണ്ട്. ഇപ്പൊ ആ വണ്ടി നോക്കി നിൽക്കുന്നവന് അതൊന്ന് ഓടിക്കാൻ തോന്നുന്നു. അവന്റെ ചേട്ടന്റെ ഓർമ്മകളുള്ള വണ്ടിയല്ലേ. മുന്നേ സ്കൂളിലേക്ക് ഫ്ലൂവിന്റെ കൂടെയാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇനി ഫ്ലൂവിന്റെ ഒന്നും കൂട്ട് തനിക്ക് വേണ്ട, ഒറ്റയ്ക്ക് തനിക്ക് പോകാം എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കല്ലേ. അതുകൊണ്ട് തന്നെ അമ്മയോട് എനിക്കിത് സ്കൂളിൽ പോകാൻ തരാമോ, ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ പോകുന്നതെന്ന് അവൻ ചോദിച്ച് ആ ഒരു വണ്ടിയിലാണ് അന്ന് സ്കൂളിലേക്ക് പുറപ്പെടുന്നത്. അപ്പോഴേക്കും അന്ന് സ്കൂളിലേക്ക് പോകാനായി റെഡി ആവുന്ന കോങ്ങിന് അവൾ പൊന്നുപോലെ കൈകൊണ്ട് നടക്കുന്ന പണ്ട് ഓം കൊടുത്ത ആ ഒരു ടോയ് ഓം തന്നെ ഇപ്പൊ നശിപ്പിച്ച് കളഞ്ഞിരുന്നല്ലോ. അവനത് പിച്ചി പറിച്ചൊക്കെ നശിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് അവൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അത് അവൾക്ക് വേണ്ടി റെഡിയാക്കി നൽകുന്നു. കാരണം അവൾക്ക് എത്രത്തോളം ആ ഒരു ടോയ് പ്രിയപ്പെട്ടതാണെന്ന് അമ്മയ്ക്ക് അറിയാം. അങ്ങനെ അതുമായി സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവൾ അവളുടെ ലൈഫിന്റെ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ലൈഫ്. ആ സമയത്താണ് അവളുടെ ചേച്ചി കൊലപാതക കേസില് ജയിലിലാവുന്നത്. അതിനുശേഷം കാര്യങ്ങള് തകിടം മറിഞ്ഞു എന്ന് തന്നെ പറയാം. അച്ഛനുണ്ടായിരുന്ന നല്ല ജോലി നഷ്ടമായി മോൾ കൊലപാതകയാണെന്ന പേരിൽ. അമ്മയ്ക്ക് പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടായിരുന്നു. അമ്മ ഇപ്പൊ ഒരു വേലക്കാരിയായി പല വീടുകളിൽ ജോലിക്ക് പോകുന്നു. അച്ഛനും വളരെ തുച്ഛമായ ശമ്പളത്തിന് ഒരിടത്ത് ജോലി ചെയ്യുന്നു. അങ്ങനെ അവരുടെ ലൈഫും ആകെ കഷ്ടത്തിലാണ്. ഒരിക്കൽ ജയിലിലായ ചേച്ചിയെ കാണാനായി കോങ് അമ്മയുടെയും അച്ഛന്റെയും കൂടെ പോയിരുന്നു. ആ സമയത്ത് അമ്മയും അച്ഛനും സംസാരിച്ച് അവരോട് പോകാനായി ആവശ്യപ്പെട്ട ചേച്ചിയാകട്ടെ കോങ്ങിനോട് മാത്രമായി സംസാരിക്കുന്ന സമയം ആദ്യമേ പറയുന്നത് മാപ്പാണ്. താൻ കാരണം അവൾക്ക് ലൈഫിൽ ഒരുപാട് നാണക്കേടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയാം, അതിന് മാപ്പെന്ന് പറഞ്ഞ ആ ചേച്ചി സംസാരിക്കുമ്പോഴേ അവൾക്കത് വലിയ സങ്കടമായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ അവൾ പറയുന്നതിനോടൊപ്പം തന്നെ ചേച്ചിയാകട്ടെ അവളോട് ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അത് ചെയ്യാമെന്നും അവൾ പറഞ്ഞിരുന്നു. സഹായം മറ്റൊന്നുമല്ല, സ്കൂൾ ലൈബ്രറിയിൽ പ്രീവിയസ് ലവ് എന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് തനിക്ക് വേണ്ടി ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചായിരുന്നു ചേച്ചി അന്ന് കരഞ്ഞിരുന്നത്. അത് ഓർക്കുന്ന അവളാകട്ടെ എന്തായിരിക്കും ആ ബുക്കിലുള്ളത്, ചേച്ചി അന്ന് ആ ബുക്ക് ചോദിച്ചിട്ടും തനിക്കത് എടുത്തു കൊടുക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയായിരിക്കും ആ ബുക്കിന്റെ കാര്യം പറഞ്ഞ് അത്രയ്ക്ക് ഇമോഷണൽ ആയിട്ടുണ്ടാവുക എന്നൊക്കെ ഇപ്പൊ ആകെ പടാലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ടീം അതേ ബസ്സിൽ തന്നെ ഓം ഉണ്ടായിരുന്നു. അവനെന്തോ ബൈക്ക് ചോദിച്ച് ബൈക്ക് അമ്മ കൊടുത്തിട്ടും അതിൽ കയറി വന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരു സ്റ്റോപ്പില് ബസ് നിർത്തുമ്പോൾ ഒരു മുത്തശ്ശി വന്ന് കയറുന്നുണ്ട്. ആ മുത്തശ്ശിക്ക് ഇരിക്കാനായി തന്റെ സീറ്റ് മാറിക്കൊടുക്കുന്ന കോങ്ങാകട്ടെ പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴാനായി പോകുന്നു. ഈ ഒരു ടീം അടുത്തു നിന്ന ഓം അവളെ വീഴാതെ പിടിക്കുന്നുണ്ടെങ്കിലും ഇവൻ തന്നെ ഹെൽപ്പ് ചെയ്യാണോ എന്ന ആ ഒരു അതിശയത്തില് അവൾ നോക്കുന്നത് കണ്ടിട്ടാണോ അതോ പെട്ടെന്നൊരു സഹയാത്രിക എന്ന രീതിക്ക് ഒരു അപകടത്തിൽപ്പെടുന്ന കണ്ട് സഹായിച്ചാണോ എന്തോ പെട്ടെന്ന് അവൻ അവളെ വീഴാതെ പിടിക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കി അടുത്ത നിമിഷം ആ പിടുത്തം വിട്ട് താഴേക്ക് അവളെ അവൻ തള്ളിയിടുന്നുണ്ട്. ഇതുകൊണ്ട് എല്ലാവരും ഈ പയ്യനത് എന്താ ചെയ്യുന്നതെന്ന് മറ്റുള്ള നോക്കുമ്പോഴേക്കും അവൻ വീണ്ടും താഴെ വീണിട്ടുണ്ടായിരുന്ന അവൾക്ക് കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇവൻ എന്തീ കാണിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നു, തള്ളിയിടുന്നു, വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നു, ഇവനെന്ത് വട്ടാണോ എന്ന് മറ്റുള്ള എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു മുത്തശ്ശി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ട്. ആ സമയം അവൾക്ക് തനിക്കിരിക്കാൻ സീറ്റ് തന്നു എന്ന ഒരു സന്തോഷത്തിന്റെ പുറത്ത്, കാരണം അത്രയും പേരുണ്ടായിട്ടും അവളെല്ലാം എഴുന്നേറ്റ് കൊടുത്തുള്ളൂ. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് മുത്തശ്ശി 2 പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു സമ്മാനം കണക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അവളാകട്ടെ വളരെ സന്തോഷത്തോടെ ആ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റുകൾ വാങ്ങുകയും അതിൽ നിന്ന് ഒരു പാക്കറ്റ് അവളുടെ അടുത്ത് നിൽക്കുകയായിരുന്ന ഓം കാണാതെ അവന്റെ ബാഗിൽ ഇങ്ങനെ നൈസായി വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാണ് തന്റെ ബാഗിൽ ആ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഇരിക്കുന്നത് ഓം കാണുന്നത്. ഓം കണ്ടിരുന്നു ഈ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് കോങ്ങിന് ആ മുത്തശ്ശി കൊടുക്കുന്നത്. അവനപ്പോ അറിയാം ഇത് അവൾക്ക് കിട്ടിയ ബിസ്ക്കറ്റ് ആണ്, പക്ഷെ ഇതിപ്പോ തന്റെ ബാഗിൽ എങ്ങനെ ഇരിക്കുന്നു, ആര് വെച്ചു, അവള് തന്നെ വെച്ചതാണോ എന്ന ആ ഒരു രീതിക്ക് നെഗറ്റീവായി ചിന്തിക്കാതെ അവൻ നൈസായിട്ട് അതെടുത്ത് കഴിക്കുകയും ആ ഒരു കവർ പോലും കളയാതെ എന്തോ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഈ പ്രണയിക്കുന്ന ഒരു സമയത്ത് ഗിഫ്റ്റ് ചെയ്ത ചോക്ലേറ്റിന്റെ കവർ, ഒന്ന് ചോദിച്ച ബിസ്ക്കറ്റിന്റെ കവർ, കുടിച്ച ജ്യൂസിന്റെ ബോട്ടിൽ, അങ്ങനെ പലതും സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം ചിലർക്കുണ്ടല്ലോ. അതേ കണക്ക് തോന്നുന്നുണ്ട്. ഒരു വഴിക്ക് നോക്കുമ്പോൾ കോങ്ങിനോട് എന്തോ ഒരു താല്പര്യമുള്ള കണക്ക് ഓമ ഇവിടെ പെരുമാറുന്നുണ്ടെങ്കിലും മറ്റൊരു സൈഡിലൂടെ അവളോടുള്ള ആ ഒരു ഇഷ്ടക്കേടും വൈരാഗ്യവും അവൻ മുന്നോട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലൈബ്രറിയിലേക്ക് കോങ് പോകുന്നുണ്ട്. ചേച്ചി പറഞ്ഞ പ്രീവിയസ് ലവ് എന്ന ഒരു ബുക്ക് സെർച്ച് ചെയ്യാനേ. അവളായിട്ട് ലൈബ്രറി നിൽക്കുമ്പോൾ ഫ്രണ്ട് ആകട്ടെ വിളിച്ച് എവിടെയാ നീ ക്ലാസ്സിലേക്ക് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ലൈബ്രറിയില്ല, ഞാനൊരു ബുക്ക് തപ്പുവാണെന്ന് പറഞ്ഞു അവൾ ആ ബുക്കിന്റെ പേര് പറഞ്ഞിരുന്നു. ഈ കാര്യം ലൈബ്രറിയിലേക്ക് അപ്പോ വന്നിട്ടുണ്ടായിരുന്ന ഓം കേട്ടിരുന്നു. അവനാകട്ടെ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഉടനെ ഒരു കാര്യം ഓർക്കാണ്, ഇന്ന് രാവിലെ നടന്ന കാര്യം. ആ ഒരു ബൈക്കിന്റെ അടുത്ത് നിന്ന് അമ്മയോട് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഈ ഒരു ബുക്ക് ബൈക്കിന്റെ ആ ഒരു
സാധനങ്ങൾ വെക്കാനുള്ള ചെറിയൊരു പോക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ അവിടെ നിന്ന് അവന് കിട്ടിയിരുന്നു. അവൻ പെട്ടെന്ന് ഈ ഒരു ബുക്ക് എടുക്കുമ്പോഴേക്കും ആ പേര് അവൻ വായിച്ചിരുന്നു, പ്രീവിയസ് ലവ് എന്നത്. പക്ഷെ ഇത് ചേട്ടൻ വായിച്ചിരുന്ന ബുക്കാണോ എന്ന രീതിക്ക് അവനത് തുറക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന അമ്മ പെട്ടെന്ന് വെപ്രാളത്തില് അത് എന്റെ ബുക്ക്, നീ ഇങ്ങത്താ, ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. കോങ്ങിന്റെ ചേച്ചിയും അവന്റെ ചേട്ടനും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അവൻ അറിയാവുന്നതല്ലേ. കോങ് എന്തിനായിരിക്കും തന്റെ ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബുക്ക് ഇപ്പൊ അന്വേഷിക്കുന്നത്? തന്റെ ചേട്ടന്റെ കൊലയാളിയുടെ സിസ്റ്റർ അല്ലേ അവള്? തന്റെ ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കിനും ചേട്ടന്റെ മരണത്തിനും അവളുടെ ചേച്ചിക്കൊക്കെ എന്തെങ്കിലും ബന്ധം ഇതുകൊണ്ടുണ്ടോന്നൊക്കെ അവൻ ആകെപ്പാടെ ഒരു ഡൗട്ട് തോന്നുന്നു. അങ്ങനെ ലൈബ്രറിയുടെ അവിടെ വെച്ച് പ്രീവിയസ് ലവ് എന്ന ഒരു ബുക്കാണ് കോങ് അന്വേഷിക്കുന്നത് എന്ന് കാണുന്ന ഓമിന് ആ ബുക്കും തന്റെ ചേട്ടൻ തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിനക്ക് എന്തിനാ ബുക്ക് എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരമായി വയലന്റ് ആവുന്നുണ്ട്. അവൾ ഇത് അവളുടെ ചേച്ചിക്ക് വേണ്ടിയാണ് എടുക്കാൻ വന്നതെങ്കിലും ആ കാര്യം അവനോട് പറയാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ വിടാതെ അവളെ പിടിച്ചു നിർത്തി അവൻ ഭയങ്കരമായി ആദ്യം ദേഷ്യത്തിലും പിന്നീട് ആ ഒരു ദേഷ്യം സങ്കടത്തിലുമായി മാറി അവളോട് അവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവൾക്ക് ആദ്യം വല്ലാതെ സങ്കടം വന്നെങ്കിലും അവന്റെ ഈ ഒരു കരച്ചിലും ആ ഒരു വിഷമമൊക്കെ കാണുമ്പോൾ ആ ഒരു സങ്കടം വല്ലാത്തൊരു സങ്കടത്തിലേക്ക് അവളെ വീണ്ടും കൊണ്ടുപോകുന്നുണ്ട്. അവൻ ഈ കരയുന്നത് കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റാതെ പതിയെ അവന്റെ കവിളിൽ തൊട്ട് അവൾ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അവനും അങ്ങനെ തന്നെ നിൽക്കാണ്. ഈ സമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓമിന്റെ ഗേൾ ഫ്രണ്ട് എത്തുന്നു. അവളാകട്ടെ എന്തിവിടെ നടക്കുന്നതെന്ന് മറ്റുള്ള ദേഷ്യപ്പെടുമ്പോഴേക്കും പെട്ടെന്ന് തെന്നി മാറുന്നവൻ ഒന്നുമില്ല, ഇവിടെ ബുക്ക് തപ്പുമായിരുന്നു, ഞാനും ഹെൽപ്പ് ചെയ്യായിരുന്നു എന്ന രീതിയിൽ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് പോകുന്നു. അന്ന് വീട്ടിലേക്ക് ഓം പോകുമ്പോഴേക്കും അവൻ കാണുന്ന കാഴ്ച അമ്മ ഇരുന്ന് കരയുന്നതാണ്. ആ പ്രീവിയസ് ലവ് എന്ന ബുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ഇരുന്ന് കരയുന്ന അമ്മയാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് അമ്മ കരയുന്നതെന്ന് അറിയില്ല. എന്തായാലും അവൻ ഈ കാഴ്ച കണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് എത്തി. അമ്മ ആ ബുക്ക് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും താൻ ഇങ്ങനെ ബുക്ക് പിടിച്ച് കരയുന്ന കാഴ്ച കണ്ട് ഓം നിൽക്കുന്ന കാര്യം അപ്പോഴാണ് അമ്മ അറിയുന്നത്. അമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തായാലും കണ്ണുനീര് തുടച്ചുകൊണ്ട് അമ്മ ശരി ഇന്നാ എന്ന് പറഞ്ഞ ആ ബുക്ക് അവന് കൊടുക്കുന്ന ടീം ഈ ബുക്ക് അമ്മയുടേതാണോ, അമ്മയ്ക്ക് ആരെയും ബുക്ക് തന്നെന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് തന്നതാണെന്നും പറഞ്ഞ് അമ്മ ആ ബുക്ക് അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ബുക്കുമായി അത് വായിക്കാനായി റൂമിലേക്ക് പോകുന്ന ഓമിനെയാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. മായയുടെ മരണശേഷം ഹസ്ബൻഡ് ഇട്ടിട്ട് പോയ ഓമിന്റെ അമ്മയുണ്ടല്ലോ ഭയങ്കര സങ്കടത്തില് കരഞ്ഞുകൊണ്ട് ആ ഒരു ബുക്കും പിടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം അവരുടെ അടുത്തേക്ക് മായയുടെ അച്ഛന് സിനിമയുടെ വീഡിയോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, അവരെത്തി ഈ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നീ ഇവിടെ ഇങ്ങനെ നിന്റെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോയി നോർത്ത് സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട, വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, എന്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോയാലും എനിക്കൊരു മകൻ ഉണ്ടല്ലോ, എനിക്ക് അവന്റെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ലേഡി മുന്നേ ഇവരുടെ ഹസ്ബൻഡിനോട് മിണ്ടുന്നത് കണ്ട ഓമിന്റെ അമ്മ ഭയങ്കര ഒരു അസൂയോടുകൂടി നോക്കിയിരുന്നത് നമ്മൾ കണ്ടിരുന്നു ഒരു എപ്പിസോഡില്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് ഇവർക്കിടയിലെ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു രഹസ്യം ഇവർക്കിടയിൽ ഉള്ള കണക്ക് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ആ ബുക്ക് വായിക്കുന്ന ടൈം അവൻ അതില് കോങ്ങിന്റെ ചേച്ചിയുടെ പേര് കാണാം. അപ്പോഴാണ് അവന് ആക്ച്വലി തന്റെ ചേട്ടനും ചേച്ചിയും തമ്മിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാവുന്നത്. ഭയങ്കരമായി ദേഷ്യം വരുന്നു. എന്റെ ചേട്ടൻ ഇഷ്ടപ്പെട്ടിരുന്ന ആള് തന്നെയാണോ എന്റെ ചേട്ടന്റെ ജീവൻ എടുത്തതെന്ന് ഭയങ്കര കലിപ്പിൽ അവൻ വേഗം തന്നെ ആ ബുക്കുമായി കോങ്ങിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവളുടെ ചേച്ചിക്ക് വേണ്ടിയാകാം കോങ്ങി ബുക്ക് തപ്പി വന്നതെന്ന് കറക്റ്റായി ഗസ് ചെയ്ത് അവൻ അവളുടെ അടുത്ത് ചെന്ന് സത്യം പറ, നിനക്ക് എന്തിനാ ബുക്ക്, എന്ത് നിന്റെ ചേച്ചിയും എന്റെ ചേട്ടനും തമ്മിലുണ്ടായിരുന്ന ബന്ധമെന്നെല്ലാം ഭയങ്കരമായി ഷൗട്ട് ചെയ്യുമ്പോൾ അതിനുത്തരം പറയാൻ കഴിയാതെ കോങ്ങ കിട്ടും. നിനക്ക് എന്നെ തല്ലിയാല് ഇപ്പോൾ നിന്റെ ദേഷ്യം തീരുമെങ്കിൽ എന്നെ തല്ല്, പക്ഷെ എനിക്ക് ആ ബുക്ക് വേണമെന്നും പറഞ്ഞ് അവനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവളാകട്ടെ അവൻ തല്ലാൻ പറഞ്ഞിട്ടും തല്ലാതെ നിൽക്കുന്ന ആ ഒരു ടീം അവന്റെ കൈ പിടിച്ച് സ്വന്തമായി മുഖത്ത് അടിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൻ പ്രതികരിക്കാതെ അവൾ അടിക്കുന്ന അത് തടയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അടി സ്വന്തമായിട്ട് അടിച്ചിട്ടാണെങ്കിൽ പോലും അവൾ താഴേക്ക് വീഴുന്നു. ഈ ഒരു സമയം അങ്ങോട്ടേക്ക് ഫ്ലൂവും ലൂക്കും എത്തുന്നുണ്ട്. അവര് വരുമ്പോ കാണുന്ന കാഴ്ച ഓം നിൽക്കുകയും അവൻ അടിച്ച കണക്ക് താഴേക്ക് വീഴുന്ന കോങ്ങിനെയുമാണ്. ഫ്ലൂ ആകട്ടെ ഓം കോങ്ങിനെ അടിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ഭയങ്കരമായി വയലന്റ് ആവുന്നു. അവനോട് വഴക്കുണ്ടാക്കാനായി പോകുന്നു. പക്ഷെ കോങ് ആകട്ടെ അതിൽ ഇടപെടുന്നുണ്ട്. അവൾ വേഗം തന്നെ ഫ്ലൂവിനെ പിടിച്ചു മാറ്റി അവനോട് വഴക്കുണ്ടാക്കണ്ട, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ തെറ്റും ഞാൻ കാരണം സംഭവിക്കുന്ന, ഞാൻ ആ തെറ്റുകാരി എന്നും പറഞ്ഞ് ഫ്ലൂവിന്റെ അടി കൊണ്ട് താഴേക്ക് വീണ ഓമിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും ഓമിനോട് വളരെ കെയർ ഉള്ള കണക്ക് അവിടെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. കോങ്ങിന് വേണ്ടി ഓമിനോട് വഴക്കുണ്ടാക്കിയ ഫ്ലൂ ആകട്ടെ ഇതൊക്കെ കണ്ട് ആകെ എളിപ്പിയനായി നിൽക്കുന്നു. എന്തായാലും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ലൂക്ക് ഫ്ലൂവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഫ്ലൂവിനെ പിടിച്ച് മാറ്റിയിരുത്തി ലൂക്ക് അവനോട് സംസാരിക്കുകയാണ്. ലൂക്കിന് സത്യം പറഞ്ഞാൽ ഫ്ലൂവിനോട് ഒരു താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഫ്ലൂവിന് അറിയില്ല. അവളാകട്ടെ ഫ്ലൂവിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോ അവന് തീർച്ചയായും കോങ്ങിനോട് ഒരു താല്പര്യമുണ്ട് എന്ന് തന്നെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അവനോട് അവൾ പറയുന്നത് നീ ഇത്രയും നാളും നിന്റെ അനിയനെ പോലെ കൊണ്ടു നടന്ന ഓമിനെ എന്ത് കാരണം കൊണ്ടാണേലും അടിച്ചത് ശരിയായില്ല. അതുകൊണ്ട് നിങ്ങൾക്കിടയിലെ പ്രശ്നം ഗുരുതരമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആ രീതിക്ക് പോവാതെ സോൾവ് ചെയ്യണം. കൂടാതെ നിനക്ക് കോങ്ങിനോട് ഒരു താല്പര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഇഷ്ടം ചുമ്മാ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അത് അവളോട് പ്രപ്പോസ് ചെയ്യണം. അതും എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലതാണ്. അത് എപ്പോഴും മനസ്സിൽ ഓർത്ത് വേണം മുന്നോട്ട് പോകാനെന്നും അവൾ പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഓം ആകട്ടെ ആ തിയേറ്ററിലേക്ക് പോകുന്നതാണ്. ഓമിനെ കൊണ്ട് വർഷങ്ങൾക്ക് മുന്നേ അവന്റെ ചേട്ടൻ സിനിമ കാണാനായി വന്ന അതേ തിയേറ്ററിലേക്ക്, പിന്നീട് അവന്റെ ചേട്ടന്റെ മൃതദേഹം കണ്ട അതേ തിയേറ്ററിലേക്ക് തന്നെ. അവിടെ എത്തുമ്പോ സോ എന്നൊരു പയ്യനെ ഓം കാണുന്നുണ്ട്. സോ മായിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പൊ ഇവിടേക്ക് ഓം വരുന്നത് കണ്ട് എന്താടാ പതിവില്ലാതെ ഈ സമയത്ത് ഇവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ എന്റെ ചേട്ടനെ എനിക്ക് വല്ലാണ്ട് മിസ്
മനസ്സായി, അതുകൊണ്ട് വന്നെന്നും പറഞ്ഞു അകത്തേക്ക് കയറി പോകുന്ന ഓമിനെ സോ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പുറത്ത് ഓം ഇങ്ങോട്ട് വന്ന ആ വണ്ടി ഇരിപ്പുണ്ട്. മായ അന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് ഓമിന്റെ സിനിമ കാണിക്കാൻ കൊണ്ടുവന്ന അതേ വണ്ടി തന്നെ. അതിലേക്കും മായയെ ഓർത്തുകൊണ്ട് സോ കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. എന്നിട്ട് പതിയെ അകത്തേക്ക് ചെന്ന് ഓമിന്റെ അടുത്തിരിക്കുമ്പോഴേക്കും മായയുടെയും കോങ്ങിന്റെ ചേച്ചിയുടെയും ആ ഒരു പ്രണയത്തെ പറ്റി സോയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് സോ മായയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അറിയാവുന്ന ഓം ചോദിക്കുമ്പോൾ എനിക്കറിയായിരുന്നു എന്ന് പറയുന്ന സോ ആട്ടെ, പക്ഷെ അന്ന് മായ കൊല്ലപ്പെട്ട ദിവസം ഞാൻ ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് സോ പറയുന്നു. ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മായ്ക്ക് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് സോ ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുന്ന ഒക്കെ തന്നെ മാറി നിന്ന് ആ തിയേറ്ററിന്റെ ഉടമയുണ്ടല്ലോ, ലഹരി മരുന്ന് കച്ചവടത്തിന് വേണ്ടി ഫ്ലൂവിനെ ഉപയോഗിക്കുന്ന മുന്നേ മായ ഉപയോഗിച്ചിരുന്ന അതേ തിയേറ്റർ ഉടമ, അയാള് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസമാട്ടെ കോങ്ങിനെ സ്കൂളിൽ വെച്ച് കാണുന്ന ഓമിന്റെ ഗേൾ ഫ്രണ്ട് അവളോട് നീ എന്താ ലൈബ്രറിയിൽ വെച്ച് ഓമിന്റെ അടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്, അവനെ വളച്ചെടുക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ ചോദിച്ച് അവളോട് വഴക്കുണ്ടാക്കുകയും കാരണക്കുറ്റിക്ക് അടിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കോങ്ങിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് വന്ന് അത് തടയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇഷ്യൂ പ്രിൻസിപ്പൾ അറിയുന്നു. ഓമിന്റെ ഗേൾ ഫ്രണ്ടിന്റെ അമ്മയാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പൾ. സ്വന്തം മകളാണെന്ന് കരുതി അവളെ വഴക്ക് പറയാതെയോ ശിക്ഷിക്കാതെയോ വിടാനായി ആ പ്രിൻസിപ്പൾ തയ്യാറല്ല. വഴക്കുണ്ടാക്കിയത് തന്റെ മകളാണെന്ന് മനസ്സിലാക്കി അവൾക്ക് ടോയ്ലറ്റ് ക്ലീനിങ് ആണ് പണിഷ്മെന്റ് ആയി അവർ നൽകുന്നത്. അങ്ങനെ അവൾ വേറെ വഴിയില്ലാതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് കോങ്ങിനെ ഈ പെണ്ണ് അടിച്ച കാര്യം അറിഞ്ഞ് ലൂക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്റെ ഫ്രണ്ടിനെ അടിക്കുമല്ലെന്ന് ചോദിച്ച് ആ ഒരു കാര്യത്തിന്റെ പേരിൽ കലിപ്പില് ലൂക്ക് ആ പെണ്ണിനിട്ട് 2 എണ്ണം കൊടുക്കുന്നു. പിന്നീട് ഇതറിയുന്ന കോങ്ങട്ടെ തനിക്ക് വേണ്ടി ആരോടും വഴക്കുണ്ടാക്കരുത്, അത് നിനക്ക് തന്നെ പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞ് ലൂക്കിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ പ്രശ്നമൊന്നും ഒരു കാര്യമല്ല, എനിക്ക് നിന്നോടുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പ് വലുത്, നിന്നെ ആരെങ്കിലും തൊട്ടാല് എനിക്കത് കണ്ടോണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഓമിന്റെ അടുത്തേക്ക് എത്തുന്ന ഫ്ലൂ മുന്നേ ഇവർക്കിടയിൽ കോങ്ങിന്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടായല്ലോ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നിന്നെ ഞാൻ എന്റെ അനിയന്റെ സ്ഥാനത്ത് കണ്ടു എന്നതൊക്കെ സത്യമാണ്, പക്ഷെ നീ കോങ്ങിനെ ഉപദ്രവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. ഇനി അവളെ നീ തൊട്ടാല് എനിക്ക് വീണ്ടും ഇതേ കണക്ക് തന്നെ റിയാക്ട് ചെയ്യേണ്ടി വരുമെന്നായിരുന്നു ഫ്ലൂ പറയുന്നത്. എന്തെങ്കിലും ഫ്ലൂവിന്റെ ആ വാക്ക് കേട്ട് അയ്യോ ഇനി ഞാൻ ഒന്നും തന്നെ കോങ്ങിനെ ചെയ്യില്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും അവിടെ ഓം കാണിക്കുന്നില്ല. ഇനി ഞാൻ അവളെ ഉപദ്രവിക്കും, പുറകെ നടന്ന് ശല്യപ്പെടുത്തും, നീ എന്ത് ചെയ്യുന്നു, അവളോടുള്ള പ്രതികാരം വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഓമിന്റെ വർത്തമാനം. എങ്കിൽ നീയും ഞാൻ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല, അനിയനായി കണ്ടുമൊക്കെ ഞാൻ അങ്ങ് മറക്കുമെന്ന് ഫ്ലൂ പറയുമ്പോൾ ദേഷ്യം വന്ന് ഓമാകട്ടെ ഫ്ലൂവിനിട്ട് നല്ലൊരു ഇടി കൊടുക്കുന്നു. അങ്ങനെ ഓമിന്റെ ഇടി കൊണ്ട ഫ്ലൂ ആകട്ടെ ദേഷ്യത്തിലല്ല മറിച്ചൊരു ഞെട്ടലിലാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഒരു കുഞ്ഞനിയനെ പോലെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്നവൻ താൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് പെട്ടെന്ന് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കോങ്ങിനെ കാണാനായി ഫ്ലൂ പോകുന്നുണ്ട്. ആ സമയം കോങ് ആകട്ടെ കഴിഞ്ഞ ദിവസം ഓമിനെ ഫ്ലൂ അടിച്ചതിന്റെ ഒരു ഇഷ്ടക്കേടൊക്കെ അവനോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന അവൻ അവളുടെ പിണക്കം മാറ്റാനായി അവളെ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ചെറിയൊരു ട്രീറ്റ് കൊടുക്കാനായി. അങ്ങനെ പതിയെ കോങ്ങിന്റെ പിണക്കമൊക്കെ മാറിയെന്ന് മനസ്സിലാക്കുന്ന ഫ്ലൂ ആകട്ടെ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോകുന്ന സമയത്ത് അവളോട് അവനുള്ള ആ ഒരു ഇഷ്ടം തുറന്നു പറയുന്നു. അത് ഒട്ടും തന്നെ കോങ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പിടിച്ചിരുന്ന കൈയൊക്കെ തട്ടിമാറ്റുന്ന അവൻ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നും അവനൊരു ബ്രദറായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അവനോട് വ്യക്തമാക്കുന്നുണ്ട്. ഇതേ ടീം കോങ്ങിന്റെ അമ്മ ക്ലീനിങ് ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അവരൊന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ടീം. ആക്ച്വലി അവർ ജോലിക്ക് പോകുന്നത് ഈ ലഹരി മരുന്ന് കച്ചവടത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ ഒരു ഗ്യാങ്ങിന്റെ ഏറ്റവും തലപ്പത്തുള്ള ഒരു വൃദ്ധന്റെ വീട്ടിലാണെന്ന് നമുക്ക് കാണാം. അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന കോങ്ങിന്റെ അമ്മയ്ക്ക് പക്ഷെ ഇവർ ഈ ലഹരി കച്ചവടം നടത്തുന്ന ആളുകളാണ് എന്നത് അറിയില്ല. ആ അമ്മയുടെ അടുത്തേക്ക് എത്തുന്ന ആ തിയേറ്ററിന്റെ ഉടമ ഇനി ഇവിടെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ ഇയാൾ ആരാണ്, ഇയാൾ എന്തിനാണ് തങ്ങളെ പിന്തുടരുന്നത് എന്നതൊന്നും അവർക്കറിയില്ല. പക്ഷെ എപ്പോഴും തങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് ഇയാൾ. തങ്ങൾ സഹായം ചോദിക്കാതെ തന്നെ ഇയാൾ എല്ലാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മായയുടെ മരണശേഷമാണ് ഇയാൾ തങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ ആ വാടക ചെലവ് പോലും ഇയാളാണ് കൊടുക്കുന്നത് എന്നതൊക്കെ അവർക്കറിയാം. പക്ഷെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ആരാണ് ഇയാൾ എന്നതോ അവർക്കറിയില്ല. ഇയാൾ ഇങ്ങനെ ആ ഒരു തിയേറ്ററിന്റെ ഓണർ ആണെന്നതൊന്നും തന്നെ കോങ്ങിന്റെ അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ മായയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം കൊണ്ടാണ് ഇയാൾ തങ്ങളെ സഹായിക്കുന്നത് എന്നതറിയാവുന്നവർ നിങ്ങളാണോ യഥാർത്ഥത്തിൽ മായയെ കൊന്നത്, ആ ഒരു തെറ്റ് എന്റെ മകളെ ഏറ്റെടുത്തത് കൊണ്ടാണോ നിങ്ങൾ വെറുതെ ഞങ്ങളെ സഹായിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉള്ള മറുപടി അയാൾ നൽകിയില്ല. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ബസ്സിൽ സ്കൂളിലേക്ക് പോകാനായി ഒരുങ്ങുന്ന കോങ്ങിനെ ആ ബസ്സിൽ നിന്ന് ഇറക്കി തന്റെ വണ്ടിയിൽ നിർബന്ധിച്ച് കയറ്റിയിരിക്കുന്ന ഓമിനെയാണ്. അവനങ്ങനെ അവളെ മുന്നിലിരുത്തി സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവളുടെ കണ്ണിൽ പൊടിയൊക്കെ അടിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അവൻ വളരെ കെയറോട് കൂടി അവളെ നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ ആക്ച്വലി മായയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവളോട് ദേഷ്യമാണോ അതോ ആ പഴയ കുട്ടിക്കാലത്ത് അവൻ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹവും കയറും ഇപ്പോഴും അവൻ അവളോടുണ്ടോ? പലപ്പോഴും പല രീതിയിലാണ് ഇവൻ പെരുമാറുന്നത്. എന്തായാലും പ്രിൻസിപ്പളിന്റെ മകളായ ആ പെൺകുട്ടിയും ലൂക്കും തമ്മിൽ വഴക്ക് നടന്നതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളും ഒരു പേരന്റ് എന്ന രീതിയിൽ തന്നെ അവിടെ മകൾ ചെയ്ത തെറ്റിനുള്ള പണിഷ്മെന്റ് നൽകുന്നു. ഒപ്പം തന്നെ അതേ തെറ്റ് ചെയ്ത ലൂക്കിനോട് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ലൂക്കിന്റെ അച്ഛനെയും അവിടെ വരുത്തിയിരുന്നു. ഒരാഴ്ചത്തേക്ക് ഇവരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുകയാണ്. തുടർന്ന് പ്രിൻസിപ്പൽ ലൂക്കിന്റെ അച്ഛനുമായി സംസാരിക്കുമ്പോൾ താൻ ഒരു സിംഗിൾ പേരന്റായി മകളെ വളർത്തിയതുകൊണ്ടാകാം അവളിങ്ങനെ ഒരു കുരുത്തം കെട്ട പെൺകുട്ടിയായി പോയത്. അവൾ ചെയ്ത തെറ്റിനൊക്കെ മാപ്പെന്ന് പറഞ്ഞ് ലൂക്കിനോട് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ ഈ പ്രിൻസിപ്പൽ മാപ്പ് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, എന്റെ മകളും അത്രയ്ക്ക്
ചേച്ചിക്ക് പാവൊന്നുമല്ല, അവള് തല്ലുകൊള്ളു തന്നെയാണെന്നെല്ലാം ലൂക്കിന്റെ അച്ഛനും പറയുന്നു. ലൂക്കിന്റെ അച്ഛൻ ആക്ച്വലി ഇതിനു മുന്നേ ലൂക്കിന്റെ ഈ ഒരു സ്കൂൾ ആവശ്യങ്ങൾക്കൊക്കെ വന്നു പോകുമ്പോൾ ഈ പ്രിൻസിപ്പലിനെ കണ്ടിട്ടുണ്ട്. കൂടാതെ അന്നേ അദ്ദേഹത്തിന് ഇവരോട് ഒരു താല്പര്യം തോന്നിയിരുന്നു. ഇപ്പൊ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയി നിൽക്കാണ്. ലൂക്കിന്റെ അമ്മ അവളുടെ കുട്ടിക്കാലത്ത് മരണപ്പെട്ടതാണ്. അതിനുശേഷം അച്ഛൻ അവളുടെ കൂടെയാണ് മറ്റൊരു വിവാഹത്തെ പറ്റി പോലും ചിന്തിക്കാതെ ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് നൈസായിട്ട് ഒരു പ്രിൻസിപ്പലിനോട് ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അന്ന് സ്കൂളിലേക്ക് കോങ്ങിനെ വിടാതെ കൂട്ടിക്കൊണ്ടു പോയത് ഓം മറ്റെവിടേക്കും അല്ല, കോങ്ങിന്റെ ചേച്ചിയുള്ള ജയിലിലേക്കാണ്. അവിടെ കോങ്ങിന്റെ കൂടെ ഓമിനെ കാണുന്ന ചേച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഓമാകട്ടെ ഞാൻ വന്നത് ഇതിനെപ്പറ്റി അറിയാനാണെന്ന് പറഞ്ഞ് ആ ഒരു പ്രീവിയസ് വന്ന ബുക്ക് എടുത്ത് കാണിക്കുന്നു. താൻ കോങ്ങിനോട് എടുത്തോണ്ട് വരണമെന്ന് ആവശ്യപ്പെട്ട ബുക്കുമായി ഓം ഇരിക്കുമ്പോൾ തന്നെ ചേച്ചിക്ക് നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട്. അവൻ എന്തിനെ പറ്റിയാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ അല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നത്. ഓമാകട്ടെ ഈ ബുക്കിൽ എന്റെ ചേട്ടൻ നിങ്ങളെ പറ്റി കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധം എന്താണെന്ന്. പറ, എന്തുകൊണ്ടാ നിങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ചേട്ടനെ തന്നെ നിങ്ങൾ കൊന്നതെന്നല്ല ഓം ദേഷ്യപ്പെടുന്നു. സ്നേഹിച്ചതിനുള്ള സമ്മാനാണോ എന്റെ ചേട്ടന്റെ ജീവൻ എടുത്തതെന്നെല്ലാം അവൻ ഇമോഷണലായി അവിടെ ചോദിക്കുമ്പോൾ നിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ ഉത്തരം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനെ ഇഗ്നോർ ചെയ്ത് അവിടെ നിന്ന് കോങ്ങിന്റെ ചേച്ചി പോകുമ്പോഴേക്കും ഓം ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന ടീം ഓമിനോട് കോങ് സംസാരിക്കുകയാണ്. അവൻ എത്രത്തോളം തന്നോട് ദേഷ്യപ്പെട്ടാലും അവനോട് തനിക്ക് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അവൾ വർഷങ്ങൾക്ക് മുന്നേ അവൾ ഭയങ്കര വിഷമത്തിലുണ്ടായിരുന്ന സമയത്ത് അവൾക്ക് ആശ്വാസമാവാനായി അവൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ടോയ് ഇപ്പോൾ അവന് നേരെ നീട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മായി അവന് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ചെയിനും അവളിപ്പോ തിരികെ നൽകുന്നു. ഞാൻ ലൈഫിൽ കുറെ സങ്കടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്നെക്കാൾ സങ്കടം നീ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്റെ സങ്കടം മാറ്റാനായി എനിക്ക് നീ തന്ന ഈ ഒരു കൂട്ട് ഇപ്പൊ എന്നേക്കാൾ ആവശ്യം നിനക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് നിന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവളത് അവന് കൊടുക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട് അവൻ. ആ സമയം എന്ത് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് തോന്നിയിട്ടാണ് എന്നറിയില്ല, എന്തായാലും രണ്ടുപേരും മാറ്റം കിസ് ചെയ്യുന്നുണ്ട്. അവളാകട്ടെ ആ സമയം എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, നീ എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് തിരിച്ച ദേഷ്യം നിന്നോടില്ല എന്ന് പറയുമ്പോൾ പക്ഷെ എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണുള്ളതെന്ന് അവൻ മറുപടി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾ അത് ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് അപ്സെറ്റ് ആവുന്നു. പതി എഴുന്നേറ്റ് നിന്നവൾ ആ ഒരു പാവ അവന് നേരെ നീട്ടി, ഇത് നിനക്ക് തന്നെയാ വേണ്ടത്, ഞാനിത് നിനക്ക് തരാണെന്ന് പറഞ്ഞു അത് തിരികെ അവന് കൊടുത്ത് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ നമുക്കിടയിൽ ഇപ്പൊ നടന്ന കാര്യം നമ്മളും അത് മറക്കും, അതാരും അറിയുകയും വേണ്ട എന്ന് പറഞ്ഞ് അവൾ ഭയങ്കര വിഷമത്തിൽ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലേക്ക് കോങ്ങിനെ ഡ്രോപ്പ് ചെയ്യാനായി ഓം തന്നെ പോകുന്നുണ്ട്. മുന്നേ ഇവർ ഒന്നിച്ച് സംസാരിച്ച സമയം രണ്ടുപേരും കിസ് ചെയ്തിരുന്നല്ലോ, പക്ഷെ ആ ഒരു സമയത്തും കോങ്ങിനോട് ദേഷ്യമുള്ള കണക്ക് തന്നെയാണ് ഓം സംസാരിച്ചത്. ആ ഒരു സങ്കടത്തിൽ അവൾ വർഷങ്ങൾക്ക് മുന്നേ അവൻ അവൾക്ക് നൽകിയ ആ ഒരു പാവയും ഒപ്പം അവൾക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്ന മായി ഓമിൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ചെയിനും തിരിച്ചു കൊടുത്തിരുന്നു. ഇപ്പോ അവളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്ന അവനാകട്ടെ ആ ഒരു ടോയ് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഒരു കൂട്ട് എനിക്കല്ല ആവശ്യം നിനക്കാണെന്നും പറഞ്ഞ് അത് നൽകി അവളോട് അവൻ എന്തോ സംസാരിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് ഇവർ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടെത്തുന്ന കോങ്ങിന്റെ അച്ഛൻ അവളെ ഇവനോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിടിച്ചു വലിച്ചു പോകുന്നു. കാരണം ഓമിനും കോങ്ങിന്റെ ഫാമിലിക്കിടയിൽ നല്ല രീതിക്കല്ലല്ലോ മായുടെ മരണത്തിന് ശേഷം കാര്യങ്ങൾ പോകുന്നത്. അടുത്ത ദിവസമായിട്ട് സ്കൂളിലേക്ക് കോങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകാനായി ഫ്ലൂ എത്തുന്നുണ്ട്. കോങ്ങിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി ഇവൻ എത്തണം എന്നത് കോങ്ങിന്റെ അച്ഛൻ അറിയിച്ചത് പ്രകാരമായിട്ടാണ് ഫ്ലൂ വന്നിരിക്കുന്നെങ്കിലും അവന് കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുമെന്നേ അങ്ങോട്ടേക്ക് എത്തുന്ന ഓം ഞാൻ ഇവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ സമയം അത് ഇഷ്ടപ്പെടാത്ത ഫ്ലൂ ആയിട്ട് അവളുടെ അച്ഛൻ അറിയിച്ചത് പ്രകാരം ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഓം സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല, ഞാനിവിടെ ഉള്ളപ്പോ നീ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അന്ന് സ്കൂളിലേക്ക് പതിവില്ലാതെ കോങ്ങിനെയും കൊണ്ട് ഓം വരുന്ന കാഴ്ച കാണുന്ന ഓമിന്റെ ഗേൾ ഫ്രണ്ടിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവളാകട്ടെ നീ ഈ അടുത്തായിട്ട് എന്നോട് വളരെ ഇൻഡിഫറന്റ് ആയിട്ടാണ് പെരുമാറുന്നത്, പ്രത്യേകിച്ച് ആ ഒരു പെണ്ണില്ലേ കോങ് അവള് വന്ന ശേഷം എന്ത് നടക്കുന്നത്, എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്നെല്ലാം അവള് ചോദിക്കുമ്പോഴേക്കും ഓമിന്റെ മനസ്സിലൂടെ പോകുന്നത് ഇവർക്കിടയിലെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളാണ്. ആക്ച്വലി അവൻ ഇവളോട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടായിരുന്നില്ല, അവൾ വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ അതൊക്കെ സമ്മതിച്ചത്. മായയെ മിസ് ചെയ്യുന്ന സമയത്തെല്ലാം ഓം പ്രത്യേകമായി ചെയ്യുന്ന ഒരു കാര്യം സിനിമ കാണാൻ പോവുക എന്നതാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവനൊരു കൂട്ട് അത് മാത്രമായിരുന്നു അവൻ ഇവളെയും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളോട് താല്പര്യമില്ല എന്നത് തുറന്നു പറഞ്ഞ് അവൻ അവിടെ ബ്രേക്കപ്പ് ചെയ്യുന്നു. എന്നാലും ഈ ഒരു സംഭവത്തിന് ശേഷം കൂടുതലായി കോങ്ങിനോട് ഓം അടുക്കുന്ന കണക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ തന്നെ അവൾ ക്ലാസ്സിലിരിക്കുന്ന ടീം അവളെ കാണാനായി പോകുന്ന അവൻ അവൾക്കൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് നൽകുന്നുണ്ട്. അന്ന് ബസ്സിൽ വെച്ച് അവൾക്ക് കിട്ടിയ 2 ബിസ്ക്കറ്റ് പാക്കറ്റുകൾ കണക്ക് തന്നെയുള്ള ഒന്നായിരുന്നു അത്. അതിൽ നിന്ന് ഒരെണ്ണം അവൾ നൽകിയിരുന്നല്ലോ. ഇപ്പോ ഇതവൻ ഇവൾക്ക് നേരെ നീട്ടുമ്പോൾ അന്ന് അവൾ കൊടുത്തത് ഇഷ്ടമില്ലാതെ അവൻ തിരിച്ചു കൊടുക്കുന്നതാണെന്ന് അവൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കിത് വേണ്ടെങ്കിൽ മടക്കി തരണ്ടായിരുന്നു, കളഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ വലിയ കാര്യത്തിൽ തന്നതാണെന്ന് പറയുമ്പോഴേക്കും അതല്ല ഇത് വേറെ, അത് ഞാൻ അപ്പോഴേ കഴിച്ചിരുന്നു എന്ന് അവൻ പറഞ്ഞ് അത് അവൾക്ക് നൽകുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൻ തന്നോട് ദേഷ്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്നത് അവളും മനസ്സിലാക്കുന്നു. അവനകട്ടെ അത് കൊടുത്ത് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും നമുക്ക് ഇന്ന് ഒന്നിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് അവൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവന് സമ്മതിക്കാൻ ഒരു ചമ്മൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്ന ടീം അവളെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും അതിനൊക്കെ സോറി എന്നുമെല്ലാം അവൻ പറയുമ്പോൾ എന്റെ ചേച്ചിയാണ് നിന്റെ ചേട്ടനെ കൊന്നതെന്ന് ഇപ്പോഴും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടീം അവൻ പറയുന്നത് ഒരിക്കലും ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല, അങ്ങനെയൊക്കെ തോന്നലുണ്ടായിരുന്നു, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ എന്തായാലും തോന്നുന്നില്ല, വേറെ ആരെങ്കിലും ആയിരിക്കാം എന്റെ ചേട്ടനെ കൊന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നതായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്കും ഒരുപാട് ആശ്വാസം. കാരണം അവൾ
ഒരിക്കലും തന്റെ ചേച്ചി മായയെ കൊല്ലുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പ്രീവിയസ് ലവ് എന്ന ആ ഒരു ബുക്ക് പിടിച്ചാകെ ചിന്താക്കുഴപ്പത്തിലിരിക്കുന്ന ഓമിന്റെ അമ്മയാണ് നമ്മൾ കാണുന്നത്. മായി പഠനത്തില് ഒരുപാട് പിറകോട്ടായിരുന്ന ആ ഒരു സമയം മായയെ പഠിപ്പിക്കാനായി കോങ്ങിന്റെ ചേച്ചിയെ ഇവർ ഏർപ്പാടാക്കിയിരുന്നു. അവരൊക്കെ ഒരു ഫാമിലി ആയിട്ട്, അതായത് പല കുടുംബങ്ങളാണെങ്കിലും ഒരേ കുടുംബം കണക്ക് ഭയങ്കര കൂട്ടായി താമസിക്കുന്ന ആ ഒരു സമയത്ത് കോങ്ങിന്റെ ചേച്ചി ആക്ച്വലി മായേക്കാൾ മൂത്തതാണ്. മായി പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ അന്ന് പഠിപ്പിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെ. ഇത്രയ്ക്ക് ഒരു ഏജ് ഡിഫറൻസ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷൻ എടുക്കാനായി വന്ന കോങ്ങിന്റെ ചേച്ചിയുമായി മായി പ്രണയത്തിലായി. ഇത് മായുടെ സ്റ്റെപ്പ് മദറായ ഓമിന്റെ അമ്മ അറിയിക്കുകയും അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തപ്പോൾ ഇവർക്കിടയിൽ ആ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ ചൂണ്ടിക്കാട്ടി നിന്റെ ചേച്ചിയുടെ പ്രായമുള്ള അവളെ നീ പ്രണയിക്കാണോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ അമ്മയല്ല, എന്റെ സ്റ്റെപ്പ് മദറാ, അത് മറന്ന് എന്നെ ഭരിക്കാൻ വരണ്ടെന്ന രീതിക്കായിരുന്നു അന്ന് അവന്റെ സംസാരം. അത് അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിരുന്നു. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ചിരിക്കുന്നവർ അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഓം വീട്ടിലേക്ക് വരുമ്പോൾ അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം അവൻ കഴിഞ്ഞ ദിവസം കോങ്ങിനെയും കൂട്ടി വണ്ടിയിൽ പോയ ആ ഒരു കാര്യമൊക്കെ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവനോട് നീ എന്താ അവളെ പ്രേമിക്കാൻ പോവാണോ, അതിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായി തന്നെ ഷൗട്ട് ചെയ്യുന്നു. ആ സമയം ഓമാകട്ടെ അമ്മയ്ക്ക് ചേട്ടന്റെയും കോങ്ങിന്റെ ചേച്ചിയുടെയും ഇഷ്ടം അറിയാറുന്നല്ലേ, അമ്മ അവരെ പിരിക്കാൻ നോക്കിയിട്ടുണ്ടല്ലേ, എന്നോട് ഈ പറഞ്ഞ കണക്ക് തന്നെ അവരോടും പറഞ്ഞിട്ടുണ്ടാവുമല്ലേ, അമ്മയ്ക്ക് ഒരു നല്ല അമ്മയായി അവരെ ഒന്നിപ്പിച്ചു വിടുന്നില്ല. അവൻ ചോദിക്കുമ്പോ നീ എന്താ മായയെ പോലെ തന്നെ എന്നോട് സംസാരിക്കുന്നത്, ഇതേ കാര്യത്തെ പറ്റി ഞാൻ അവനോട് പറഞ്ഞപ്പോ ഞാനൊരു നല്ല അമ്മയല്ല, അവന്റെ അമ്മയല്ല എന്ന രീതിക്കൊക്കെയായിരുന്നു അവന്റെ സംസാരം. നീ എന്താ അതേപടി പറയുന്നത്, ഞാൻ പറയുന്നതിലെ കാര്യം എന്താ, നിങ്ങൾ ആരും മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ച് ആ അമ്മ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. എന്തായാലും അമ്മ പറഞ്ഞതൊന്നും കേൾക്കാനായി അവൻ തയ്യാറല്ല. അടുത്ത ദിവസം കോങ്ങിനെ കൂട്ടിക്കൊണ്ട് ഓം നേരെ പോകുന്നത് കോങ്ങിന്റെ ചേച്ചിയുള്ള ജയിലിൽ ചേച്ചിയെ കാണാനായിട്ടാണ്. കഴിഞ്ഞ തവണ അവളെ അവൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോ അവളോടുള്ള ദേഷ്യമൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവന്റെ പെരുമാറ്റം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവളോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. സത്യത്തിൽ എന്റെ ചേട്ടൻ എന്താ സംഭവിച്ചത്, എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേ എന്ന് അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ചേച്ചിയുടെ മുന്നിൽ നിന്ന്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി ഓമും മായും സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണ്. ഓമിന്റെ അമ്മ മായുടെ രണ്ടാനമ്മയാണ്. അപ്പോ മായ്ക്ക് ഒരു യഥാർത്ഥ അമ്മയുണ്ടല്ലോ, ആ അമ്മയും അച്ഛനും പിണങ്ങി നിൽക്കുകയാണ്. മായി ഇടയ്ക്കിടയ്ക്ക് അവന്റെ അമ്മയെ കാണാനായി പോകാറുണ്ടായിരുന്നു. അവൻ ഈ ലഹരി കച്ചവടം നടത്തി കിട്ടുന്ന കാശൊക്കെ അമ്മയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് അവന്റെ ആ കാശ് മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്ന അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്ന അമ്മ അവനോട് ചുമ്മാ ഒരു സ്നേഹം ഭാവിക്കുകയും എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് കാശെല്ലാം അടിച്ചു മാറ്റുകയും ചെയ്യാറുണ്ട്. അതറിയാതെ അവൻ കാശ് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ ഒട്ടും തന്നെ അവന്റെ അച്ഛന്റെ കൂടെയും രണ്ടാനമ്മയുടെയും കൂടെയുള്ള ജീവിതം ഇഷ്ടവേ ആയിരുന്നില്ല. എങ്ങനെയും അവിടുന്ന് മാറി തന്റെ അമ്മയുടെ കൂടെ ജീവിക്കണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ അപ്പോഴും അവന് ഓമിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, ഭയങ്കരമായ ഒരു അനിയൻ എന്ന ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ മായയെ ട്യൂഷൻ പഠിപ്പിക്കാനായി രണ്ടാനമ്മ ഏർപ്പാടാക്കിയതാണ് കോങ്ങിന്റെ ചേച്ചി. അതും അവർ ഒരേ സ്കൂളില് ടീച്ചറും സ്റ്റുഡന്റുമായി നിൽക്കുന്ന സമയവുമാണ്. ഇതിന്റെ ഇടയിൽ ട്യൂഷൻ പഠിപ്പിച്ച് അവർക്കിടയിൽ അങ്ങ് പ്രണയമായി. ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, കാരണം ഈ ചേച്ചി നന്നായി പടം വരയ്ക്കുമായിരുന്നു. പക്ഷെ ചേച്ചി പടം വരയ്ക്കുന്നതൊന്നും ചേച്ചിയുടെ വീട്ടിൽ ആർക്കും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ രഹസ്യമായി പുള്ളിക്കാരി വരയ്ക്കുന്ന പടങ്ങളൊക്കെ കാണിച്ചിരുന്നത് മായിയാണ്. അങ്ങനെ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് അതിന്റെ ഇടയിൽ ട്യൂഷനും എടുത്ത് അങ്ങനെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന നല്ലൊരു പരിചയം പിന്നീട് ഒരു പ്രണയം എന്ന രീതിയിലേക്ക് മാറി. അവർ വളരെയേറെ അടുത്തിരുന്നു. എങ്ങനെയാണ് അവർക്കിടയിൽ പ്രണയം ആയതെന്ന ഈ ഒരു കാര്യം വരെ ഇപ്പൊ ഓമിന്റെ അടുത്ത് ഈ ചേച്ചി പറയുമ്പോഴേക്കും അങ്ങനെ പ്രണയിച്ചു തുടങ്ങി നിങ്ങൾ എങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തി, എങ്ങനെ എന്റെ ചേട്ടൻ മരിച്ചത്, എന്താ അതിലെ സത്യം എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. മായുടെയും കോങ്ങിന്റെ ചേച്ചിയുടെയും റിലേഷൻഷിപ്പ് അറിഞ്ഞ ശേഷം മായുടെ രണ്ടാനമ്മ പുള്ളിക്കാരിയെ ചെന്ന് കണ്ട് ഇത് ശരിയാവില്ല, നിർത്തിക്കോ, നീ അവന്റെ ടീച്ചറാണ്, അവന്റെ സ്റ്റുഡന്റ് ആണ്, ഇത്രയും പ്രായ വ്യത്യാസം ഉണ്ട്, അത് മനസ്സിലാക്കിക്കോ. അപ്പൊ നല്ല രീതിക്ക് കഴിയുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തല്ലുന്നത് നിനക്ക് കാണണം, നീ വേണ്ട പക്വതയോടുകൂടി കാര്യങ്ങളെ നോക്കി കാണാനും പെരുമാറാനും എന്ന് പറഞ്ഞ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനായി ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു സമയത്ത് അങ്ങനെ പറയരുത് പ്ലീസ്, ഞങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവരാ, ഞാൻ ടീച്ചറാണെന്നതാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായും ഈ ഒരു ജോലി ഉപേക്ഷിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ്, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അത്ര സീരിയസ് ആണ്, എനിക്കിത് വിട്ടുകളയാൻ സാധിക്കില്ല എന്ന് കുറെ ആ പെൺകുട്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് മറ്റുള്ളവർ അറിഞ്ഞാലും ഈ നിലപാട് തന്നെ ആയിരിക്കും എടുക്കാന്ന് പറഞ്ഞ് തള്ളി പറയുകയായിരുന്നു അന്ന് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ഇവര് പറഞ്ഞ രീതിക്ക് താൻ കാരണം തകരരുതെന്ന രീതിക്ക് നേരെ മായുടെ അടുത്തേക്ക് ചെന്ന് അവർ പറയുന്നുണ്ട് വേണ്ട, ഇത് നമുക്ക് അവസാനിപ്പിക്കുന്നത് ശരിയാവില്ല എന്ന്. പക്ഷെ മായ കേട്ടെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇഷ്ടപ്പെട്ടത്, നമുക്കിടയിൽ അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരമാവധി കൺവിൻസ് ചെയ്യാനായി നോക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന മായി പിന്നെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു ടീം ഇവർ നിന്ന് സംസാരിച്ചത് തിയേറ്ററിലായിരുന്നു. തിയേറ്ററാണ് ഇവർ രഹസ്യമായി കണ്ടുമുട്ടുന്ന പ്രധാന ഒരിടം. അപ്പോൾ അവിടെ ഇവർ സംസാരിച്ചത് ആ ലേഡി കേൾക്കുന്നുണ്ട്. അവരുടെ പേര് ലിന്നെന്നാണ്. അവരാണ് മറ്റേ മായുടെ രണ്ടാനമ്മയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ലേഡിയും ഒപ്പം തന്നെ അച്ഛന് ജോലി സംബന്ധമായി സിനിമയുടെ വീഡിയോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ലേഡി. അവർ കേട്ടിരുന്നു. അവരാകട്ടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അവൾ തുറന്നു പറയുന്നുണ്ട്. ഇവർക്കിടയിലെ പ്രണയം മാത്രമല്ല, മായോട് പറയാത്ത മറ്റൊരു രഹസ്യം കൂടി അവിടെ തുറന്നു പറയുന്നു. മറ്റൊന്നുമല്ല, അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം. അത് കേൾക്കുന്നവർ ഇത് മായ്ക്ക് അറിയില്ലേ, നീ എന്തിനാ ഇത് മായുടെ അടുത്തൊന്ന് മറച്ചു വെക്കുന്നത്, എത്രയും പെട്ടെന്ന് ഇത് മായുടെ അടുത്ത് പോയി പറയുന്നത് കട്ടായം പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം മായെ കാണാനായി പോകുന്ന കോങ്ങിന്റെ ചേച്ചി ഈ കാര്യം പറയുമ്പോൾ ആദ്യം ഒന്ന് ഞെട്ടുന്ന മായി, പക്ഷെ അടുത്ത നിമിഷം തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛനെ കണക്ക് സംസാരിക്കുന്നു. നമ്മുടെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, ഈ കുഞ്ഞിനെ
നമുക്ക് വളർത്തണം, പൊന്നുപോലെ നമുക്ക് ഇതിനെ നോക്കണം. അതിനായിട്ട് നമുക്ക് ഈ നാട് വിട്ടുപോകാം. എന്റെ അമ്മ ഞാൻ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ അമ്മയുടെ കൂടെയൊക്കെ ഒരു കുടുംബമായി താമസിക്കണം എന്നത് എന്റെ വലിയ ആഗ്രഹമാണ്. ആ ഒരു സ്വപ്നത്തിലേക്ക് നീയും നമ്മുടെ കുഞ്ഞും കൂടി അത് എത്രയും പെട്ടെന്ന് നടക്കണം. നമുക്ക് അത് ഇവിടെ നിന്ന് പോവാം. എന്നിട്ട് കുഞ്ഞൊക്കെ ആയിട്ട് പിന്നീട് നമുക്ക് മടങ്ങി വന്ന് നമ്മുടെ ഫാമിലീസിനോട് സംസാരിക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നില്ല. മായ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അത് പ്രകാരം ഇവര് നാട് വിടാനായി തീരുമാനിച്ച ദിവസമാണ് നമ്മൾ ആ ഒരു സീൻ കണ്ടത്. അതായത് അനിയനായ ഓമിന് ആ ഒരു ചെയിനൊക്കെ കൊടുത്ത് ഉറങ്ങിക്കിടന്നവനെ ഒരു കിസ്സൊക്കെ കൊടുത്ത് ഇറങ്ങുന്ന മായയെ കണ്ടില്ല ഒരു പെട്ടിയായിട്ട്. അന്ന് ഇവര് നാട് വിടാനായി തീരുമാനിച്ച ദിവസമായിരുന്നു. അങ്ങനെ ആ പെട്ടിയുമായി ഗേൾ ഫ്രണ്ടിനെ കൂട്ടി മായി നേരെ പോകുന്നത് തിയേറ്ററിന്റെ അവിടേക്കാണ്. കയ്യിലുള്ള ആ പെട്ടിയുമായി നീ ഇവിടെ നിൽക്കെന്നും പറഞ്ഞ് അവിടെ അവളെ നിർത്തി മായി അകത്തേക്ക് പോയി. അകത്ത് പോയ മായി തിരിച്ചെത്തിയത് വളരെ പരിഭ്രമത്തിലാണ്. അകത്ത് പോയി ആരെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്താണ് സംസാരിച്ചത് എന്നതൊന്നും ഇപ്പൊ വ്യക്തമല്ല. പക്ഷെ തിരിച്ചെത്തിയ മായി വളരെ വെപ്രാളത്തില് വേഗം നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ധൃതി കൂട്ടുന്നുണ്ട്. അങ്ങനെ നേരെ കൊണ്ടുപോകുന്നത് താൻ അയച്ചു കൊടുത്ത കാശ് കൊണ്ട് അമ്മ വാങ്ങിച്ചു എന്ന് മായി വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വീടിന്റെ അവിടേക്കാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അമ്മ തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഈ വീട് മേടിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. താൻ പറ്റിക്കപ്പെട്ടിരിക്കുന്ന എന്ന കാര്യം മായിക്ക് മനസ്സിലാവുന്നത്. അതായത് മായി വളരെയേറെ സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന അവന്റെ അമ്മ അവനെ ചതിച്ചിരിക്കുന്നു എന്നവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തന്റെ ഗേൾ ഫ്രണ്ട് ഇപ്പൊ വെറും ഗേൾ ഫ്രണ്ട് മാത്രമല്ല, തന്റെ കുഞ്ഞിന്റെ അമ്മയും കൂടി ആവാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളെ സേഫായി താൻ വാങ്ങിച്ച ഈ വീട്ടിൽ നിർത്താൻ തന്റെ അമ്മയുടെ കൂടെ നിർത്താൻ പ്രതീക്ഷ എന്ന മായി ആകെ തകർന്നു. അത് മനസ്സിലാക്കുന്നവൾ നീ വിഷമിക്കണം, നമുക്ക് വീട്ടിൽ തന്നെ പോവാം, നമുക്ക് വീട്ടുകാരോട് എല്ലാം തുറന്നു പറയാം, അവർ നമ്മളെ മനസ്സിലാക്കും, നമ്മൾ അങ്ങനെ അവർ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് മായയെ കൺവിൻസ് ചെയ്യുമ്പോഴേക്കും ഇവർ നിൽക്കുന്നിടത്തേക്ക് ഒരു കാർ എത്തുന്നുണ്ട്. ആ കാറിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു. നിങ്ങൾ മായയെ കണ്ടെത്തി എന്നൊക്കെ അവർ ഫോണിലൂടെ പറയുന്നതും കേൾക്കാം. മായ അവരെ കണ്ടപാടെ വേഗം ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി വണ്ടിയിൽ പുറപ്പെടുന്നു. പിറകെ അവരുണ്ട്. എന്താ നടക്കുന്നതെന്ന് കോങ്ങിന്റെ ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ മായ എന്തോ പ്രശ്നത്തിലാണെന്ന് മാത്രം അറിയാം. എന്തായാലും മുന്നോട്ട് ഇങ്ങനെ വണ്ടി പോകുന്ന ടീം ഇവരെ ബ്ലോക്ക് ചെയ്യാനായി പുറകെ വരുന്നവര് മുന്നേ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ മായയെ പിടിക്കാനായി റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. അത് മനസ്സിലാക്കുന്ന മായ കട്ടെ ആ തിയേറ്ററിന്റെ അവിടേക്ക് തന്നെ തിരിച്ചെത്തി. അവിടെ ഗേൾ ഫ്രണ്ടിനെ നിർത്താൻ നോക്കുന്നു. നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പൊക്കോ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നിനക്കും അപകടം, നീ പൊക്കോ എന്ന് പറയുമ്പോ വേണ്ട നീ വാ നമുക്ക് നമ്മുടെ ഫാമിലീസിനോട് സംസാരിക്കാന്ന് പറയുമ്പോ എനിക്ക് ഇങ്ങനെ ഫാമിലി എന്ന് പറയാൻ ആരുമില്ല, ഞാൻ എന്റെ ഫാമിലി എന്ന് വിചാരിച്ചിരുന്ന എന്റെ അമ്മ പോലും എന്നെ ചതിച്ചിരിക്കുകയാണ്, എനിക്കിനി ആരുമില്ല എന്ന് പറഞ്ഞ് ആകെ തകർന്ന രീതിയിലുമായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്കിടയിൽ അന്ന് നടന്ന ഈ ഇത്രയും കാര്യങ്ങൾ ചേച്ചി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അപ്പോഴും ആരാണ് മായയെ കൊന്നത് എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ചേച്ചി എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ഈ ഒരു ഫ്ലാഷ് ബാക്ക് കേട്ടുകൊണ്ടിരുന്ന ഈ നടന്ന കാര്യങ്ങളൊന്നും അറിയാതിരുന്ന ഇപ്പൊ അത് കേൾക്കുന്ന കോങ്ങും ഓമും ബാക്കി പറ ആരാ മായയെ കൊന്നതെന്ന് ചേച്ചിയോട് വളരെ ആകാംക്ഷയിലും ടെൻഷനിലും ചോദിക്കുന്നു. പക്ഷെ അവരുടെ ആ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാനായി കോങ്ങിന്റെ ചേച്ചിക്ക് സാധിക്കുന്നില്ല. അതിനുള്ള ഉത്തരം കൊടുക്കാതെ അവർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു. ഈ ഒരു കാര്യം അറിയാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവർ ചോദിച്ചതും കേട്ടിരുന്നത്. പക്ഷെ അറിയേണ്ട ആ ഒരു കാര്യം ആരാണ് തന്റെ ചേട്ടനെ കൊന്നത് എന്ന ഒരു കാര്യം ഓമിന് കേൾക്കാൻ സാധിച്ചില്ല. ആർക്ക് വേണ്ടിയാണ് തന്റെ ചേച്ചി ചെയ്യാത്ത ഈ ഒരു തെറ്റ് ഏറ്റെടുത്തത് എന്നതിന്റെ ഉത്തരം കോങ്ങിന് കിട്ടിയതുമില്ല. എന്നാൽ ഇവരെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചെത്തി ഓമിന്റെ അച്ഛനോട് പറയുന്നുണ്ട്. ഓമിന്റെ അച്ഛനും മായുടെ മരണത്തിന്റെ സത്യാവസ്ഥ അറിയണം എന്ന ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തം മകനെയല്ല അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അറിഞ്ഞത് എന്തായാലും മനസ്സിൽ തന്നെ വെച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാമെന്ന് അവരെ പറഞ്ഞു വിടുന്നു. അങ്ങനെ കോങ്ങിനെ ഡ്രോപ്പ് ചെയ്യാനായി ഓം അവളുടെ വീടിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഫ്ലൂ കാണുന്നുണ്ട്. ഫ്ലൂവിന് അന്ന് ക്ലാസ്സിലേക്ക് തന്നെ താൻ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിട്ടും തന്റെ കൂടെ വിടാതെ കോങ്ങിനെ ഓം കൂട്ടിക്കൊണ്ട് പോയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പതേ ഇവന്റെ കൂടെ ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ അതിന്റെ പേരിൽ ഫ്ലൂ കോങ്ങിനോട് ദേഷ്യപ്പെടുന്നു. നീ എന്തിനാ ഇവന്റെ കൂടെ നടക്കുന്നത്, ഇവൻ നിന്നെ തക്കം കെട്ടിയാ ഉപദ്രവിക്കും, അത് അറിഞ്ഞുകൊണ്ട് നീ എന്തിനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഫ്ലൂ ദേഷ്യപ്പെടുമ്പോ അത് ഓമിന് ഇഷ്ടപ്പെടുന്നില്ല. അതിന് നിനക്കെന്താന്ന് ചോദിച്ച് കോങ്ങിനെ തനിക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകുന്ന രീതിക്ക് ഓം പറയുമ്പോ എന്താ നിനക്ക് അവളോട് ഇപ്പൊ പ്രേമായോ, അവളോടുള്ള ദേഷ്യം വൈരാഗ്യമൊക്കെ മാറി നീ അവളെ പ്രണയിക്കാൻ തുടങ്ങിയോന്ന് ഫ്ലൂ ചോദിക്കുമ്പോ എടുത്തടിച്ചതെ ഞാൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിയത് തന്നെ ഓം മറുപടി പറയുന്നുണ്ട്. അതൊട്ടും തന്നെ ഫ്ലൂ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ വല്ലാത്തൊരു രീതിക്ക് രണ്ടുപേരെയും ഇത് സത്യമാണെന്ന് മറ്റുള്ള നോക്കി നിൽക്കുന്നു. കാരണം അവന് കോങ്ങിനെ ഇഷ്ടമാണ്. അവൻ പ്രപ്പോസ് ചെയ്തപ്പോ അവൾ അത് റിജക്ട് ചെയ്തതാണ്. ആ അവളെ അവൻ അനിയനെ പോലെ കുറെ നാൾ കണ്ടുകൊണ്ട് നടന്ന ഓം ഇഷ്ടപ്പെടുന്നു എന്നത് ഒട്ടും തന്നെ ഫ്ലൂവിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവൻ ആകെ തകർന്നു നിൽക്കുന്നിടത്ത് അങ്ങനെ നിനക്ക് എന്താ കോങ്ങിനെ ഇഷ്ടമാണോ എന്ന് ഫ്ലൂ ചോദിച്ചപ്പോ ഓം അതെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് തന്നെ തുറന്നു പറഞ്ഞിരുന്നല്ലോ. മുന്നത്തെ കണക്ക് അവളോടുള്ള ഒരു ഇഷ്ടക്കേടും എന്റെ മനസ്സിൽ ഇപ്പൊ ഇല്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഒരിക്കലും പഴയ ഒരു ഇഷ്ടക്കേടും മനസ്സിൽ വെച്ച് അവളെ ഉപദ്രവിക്കണമെന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ അവൻ എന്റെ ചേട്ടനായി എന്റെ കൂടെ നടന്നതല്ലേ നീ, എന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ലേന്ന് ഫ്ലൂവിനോട് ചോദിക്കുന്നുണ്ട്. ഫ്ലൂ ആട്ടെ അതിന് മറുപടി പറയാതെ ഇങ്ങനെ ഇവിടെ സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ടൈം അല്ലത്. കോങ്ങിന്റെ അമ്മയോ അച്ഛനോ ഇങ്ങനെ നീ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ അതൊട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് മാറ്, അത് നല്ലതെന്ന് ഫ്ലൂവും പറയുന്നു. അങ്ങനെ അത് കേൾക്കുന്ന ഓമകട്ടെ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് കോങ്ങിനോട് യാത്ര പറഞ്ഞ പോകുന്ന ടീം നേരെ കോങ്ങിന്റെ അടുത്തേക്ക് എത്തുന്ന ഫ്ലൂ ആകട്ടെ നിനക്കും അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. അവന് അതിന്റെ ഉത്തരം അപ്പോഴേ കിട്ടുന്നുണ്ട്, അവൾക്കും അവനെ ഇഷ്ടമാണെന്ന്. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ലൂക്കിന്റെ വീട്ടില് ഓമിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വന്നിരിപ്പുണ്ട്. അവൾ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അവൾ ആ വന്നിരിക്കുന്നത് ലൂക്ക് കണ്ടിട്ട് ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് കാണുന്ന ലൂക്കിന്റെ അച്ഛൻ ആരെ മോളേത് മോളുടെ ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ എന്റെ ഫ്രണ്ടോ, അവള് കാരണം എനിക്ക് സസ്പെൻഷൻ കിട്ടിയത് എന്നൊക്കെ
ദേഷ്യത്തില് പറയുന്നുണ്ട്. ഓ, ആ പെൺകുട്ടി എന്ന് ഓർക്കുന്ന അച്ഛൻ ഈ പെൺകുട്ടിയുടെ അമ്മയാണ് തന്റെ ക്രഷ് എന്ന കാര്യം ഓർത്ത് നൈസായിട്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് അങ്ങോട്ടേക്ക് അവൾ എത്തുന്നു. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം, വിശന്നിട്ട് വയ്യ, എനിക്ക് ആരും ഒന്നും കഴിക്കാൻ തന്നില്ല, ഞാൻ എടുത്ത് കഴിക്കാന്ന് പറഞ്ഞ ഫുഡ് എടുക്കാനേ ഒരുങ്ങുമ്പോഴേക്കും ലൂക്ക് അത് തടയുന്നുണ്ട്. നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല, പിന്നെ വന്നിരുന്നു, വിശക്കുന്നു, ഫുഡ് തന്നില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല, മര്യാദക്ക് ഇറങ്ങിപ്പൊക്കോന്നൊക്കെ അവളോടുള്ള ഇഷ്ടക്കേട് വ്യക്തമാക്കുന്ന രീതിയിൽ ലൂക്ക് പറയുമ്പോ അങ്ങനെ പറയരുത്, ആരായാലും ഫുഡ് ചോദിക്കുമ്പോൾ അത് കൊടുക്കണം, അല്ലാതെ ഇങ്ങനെ റൂഡായിട്ട് പെരുമാറരുത് മോളെന്ന് അവൾ ഉപദേശിക്കുന്നു. അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ആ ഫുഡ് കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി കഴിക്കാണ്. അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഒന്നാമത് ഓം അവളെ ബ്രേക്കപ്പ് ചെയ്തു, പിന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിലും സസ്പെൻഡ് ചെയ്തു, അങ്ങനെ പല കാര്യങ്ങൾ അവളെ അലട്ടുന്നുണ്ട്. ഈ സമയം അവിടേക്ക് അവളുടെ അമ്മ എത്തുന്നുണ്ട്. തുടർന്ന് അവൾ വേഗം തന്നെ ആരോടും ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ മകള് തന്നോട് പിണങ്ങി വീട് വിട്ടിറങ്ങി ഇവിടെ വന്നിരിക്കുകയായിരുന്നു എന്നും ഇവരവളെ നോക്കി കാണുന്ന അമ്മ അച്ഛനോട് താങ്ക്സ് ഒക്കെ പറയുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷെ ലൂക്കാകട്ടെ അവൾ ഇവിടെ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരെ, ഇവള് കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത്, അവൾ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ശല്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളുടെ പല കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും കാര്യമാക്കേ വേണ്ട, ഇവള് വല്ലതും പറയും, അതൊന്നും മൈൻഡ് ആക്കണ്ടെന്നുള്ള രീതിക്കായിരുന്നു അച്ഛൻ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ കോങ് ഓമിനോട് സംസാരിക്കുകയാണ്. ഇവർ പണ്ട് ഭയങ്കര കൂട്ടായിരുന്നല്ലോ, അതിനുശേഷമാണ് മറ്റേ മായുടെ മരണവും കാര്യങ്ങളൊക്കെ ഇവരെ സെപ്പറേറ്റ് ചെയ്തതല്ലേ. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ഓമാകട്ടെ കോങ്ങിന് ഗിഫ്റ്റ് ചെയ്യാനായി അവളുടെ ബർത്ത്ഡേക്ക് ഒരു കാർഡൊക്കെ സ്വന്തമായി തയ്യാറാക്കിയിരുന്നു. പക്ഷെ അതവന് കൊടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ പിന്നീട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു കാർഡ് തന്റെ കയ്യിൽ കിട്ടിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ കോങ് ഓമിനോട് പറയുന്നു. ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്ന കുറെ നാളുകൾക്ക് ശേഷം കോങ്ങിനെ കാണുന്ന ഓമിന്റെ മുത്തശ്ശിയാണ് ആ കാർഡ് അവൾക്ക് കൊടുത്തത്. ഇത് തന്റെ പേരക്കുട്ടി അവൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് എന്നറിയാവുന്ന മുത്തശ്ശി വലിയവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും മനസ്സിൽ കളങ്കമൊന്നുമില്ലാതെ നിങ്ങൾ കുട്ടികളെ ബാധിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അന്നും അവളോട് സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് അവളിപ്പോ നീ എന്നോട് എത്രത്തോളം ദേഷ്യം ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഞാൻ പേഴ്സണലായി എടുത്തിട്ടേ ഇല്ല. എനിക്ക് നിന്നോട് അന്നും ഇന്നും എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരിക്കലും നിന്നെ ഒരു കാരണം കൊണ്ട് വെറുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അവനോട് പറയുന്നു. നീ ചേട്ടനെ പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ അടുത്ത് വന്നിരുന്ന് സമാധാനിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അടുത്ത് വന്നാൽ നീ അത് ഏത് രീതിയിൽ എടുക്കും എന്നത് എനിക്ക് അറിയില്ലല്ലോ, ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ മുതിരാതിരുന്നതെന്നും അവൾ പറയുന്നുണ്ട്. ഇവരെങ്ങനെ ഇവിടെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഫ്ലൂവിനെ കാണാനായി പുറപ്പെടാനായി ഇരിക്കുന്ന ലൂക്ക് അവളുടെ വീടിന്റെ അടുത്ത് അന്നും ആ പെൺകുട്ടി വന്നിരിക്കുന്നത് കാണുന്നു. ഇവളുടെ പേര് സേ എന്നാണ്. സേ ലൂക്കിന്റെ ശത്രുവാണല്ലോ, അതുകൊണ്ട് തന്നെ നീ എന്തിനാ ഇന്നും ഇവിടെ വന്നിരിക്കുന്നത്, പോയ ശല്യം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ ഞാൻ എവിടെ പോകാനാ, നീ കാരണം ഞാൻ സസ്പെൻഷൻ കിട്ടിയിരിക്കല്ലേ, സ്കൂളിലും പോകാൻ പറ്റില്ല, എനിക്ക് വേറെ ഫ്രണ്ട്സും ഇല്ല, അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കും പറഞ്ഞു പിറകെ കൂടുമ്പോ ആദ്യമൊക്കെ ലൂക്കിന് ഒരു ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശരി വാ എന്ന് പറഞ്ഞു ഏതാണ്ട് തന്നെ കണക്ക് ഇവളും ബോറടിച്ചിരിക്കുകയാണല്ലോ എന്ന ഒരു രീതിക്ക് ഒരു കമ്പനി വിളിക്കുന്നുണ്ട്. അങ്ങനെ ലൂക്ക കിട്ടിയ സെയിം കുട്ടി നേരെ പോകുന്നത് ഫ്ലൂവിന്റെ വീട്ടിലേക്കാണ്. അവിടെ മുത്തശ്ശി നല്ല ഫുഡൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കുറച്ചു നേരം കഴിച്ചു കഴിഞ്ഞാൽ ഫ്ലൂവിന്റെ അടുത്ത് ലൂക്ക് സംസാരിക്കുമ്പോൾ ഇവള് നിന്റെ ശത്രു ആണെന്നല്ലേ നീ പറഞ്ഞ, എന്നിട്ട് ഇപ്പൊ എന്താ കൂട്ടുകൂടി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളെ പറ്റിയുള്ള കഥകളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, ഞാൻ കാരണം അവള് കാരണം ഞാനും സസ്പെൻഷൻ കിട്ടിയിരിക്കല്ലേ, ഈ ഒരു സമയം ഞങ്ങൾ തന്നെയാ നല്ല കൂട്ടുന്ന തോന്നി എന്നൊക്കെ പറഞ്ഞ് ലൂക്ക് ചിരിച്ചുകൊണ്ട് പതിയെ ഫ്ലൂവിന്റെ തോളിലേക്ക് ചാരി ഇങ്ങനെ കിടക്കുന്നതൊക്കെ തന്നെ മാറി നിന്ന് സേ ശ്രദ്ധിക്കുന്നുണ്ട്. ലൂക്കിന്റെ ആ ഒരു പെരുമാറ്റം കാണുന്ന സേയ്ക്ക് ലൂക്കിന് ഫ്ലൂവിനെ ഇഷ്ടമാണ് എന്നത് വ്യക്തമാവുന്നു. ഇതേ ടീം അന്ന് കുറെ നേരം ഓമും കോങ്ങും കറങ്ങി നടക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം അവനാകട്ടെ അവളുടെ കൂടെ ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ഇടയിൽ അവളെ ഒരു ഡേറ്റിന് വിളിക്കുന്നു. അത് കേൾക്കുന്ന അവൾ ചിരിച്ചുകൊണ്ട് നമ്മള് രാവിലെ തൊട്ട് കറങ്ങി അടിച്ച് നടക്കാം, ഇതിനും ഡേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്, എന്നിട്ട് നിനക്കത് മനസ്സിലായില്ലെന്ന് ചോദിച്ച് അവനെ കളിയാക്കുന്നു. അങ്ങനെ അവർ ഹാപ്പിയായി കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരമുള്ള താല്പര്യം അവിടെ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും അന്ന് കറക്കൊക്കെ കഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി ഓം കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും വഴിയടികിൽ കോങ്ങിന്റെ വീടെത്താറാവുമ്പോഴേക്കും ഫ്ലൂവിനെ കാണുന്നു. നിങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗിലാണെന്ന് എനിക്കറിയാം, പക്ഷെ ഓമിന്റെ കൂടെ കോങ് അവളുടെ വീട്ടിലേക്ക് പോയാൽ അത് അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകും, അതുകൊണ്ട് എന്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞ് ഓമിന്റെ അടുത്ത് നിന്ന് കോങ്ങിനെ ഫ്ലൂ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ കോങ്ങും ഓമും അത് തടഞ്ഞതുമില്ല. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ജയിലിൽ കഴിയുന്ന കോങ്ങിന്റെ ചേച്ചി കാണാനായി മായുടെ അച്ഛൻ പോകുന്നുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോഴേ ചേച്ചി ആകെ പേടിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹമായിട്ട് നീ പേടിക്കണ്ട, എന്നോടുള്ള സത്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മതി, കോങ്ങും ഓമും എന്നെ വന്ന് കണ്ടിരുന്നു, അവര് പറഞ്ഞു മായുടെ കാര്യങ്ങളെ പറ്റി, നീയല്ല അവനെ കൊന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പറ മരിക്കുന്നതിന് മുന്നേ അവൻ ആരെയാ കാണാൻ പോയത്, അതിനെപ്പറ്റി നിനക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാന്നെല്ലാം ആ അച്ഛൻ പറയുമ്പോൾ അതെനിക്കിപ്പോ പറയാൻ കഴിയില്ല, അത് ഞാൻ പറയാതിരിക്കുന്നത് തന്നെയാ എല്ലാവർക്കും നല്ലതെന്നും പറഞ്ഞു ചേച്ചി അതിന് ഉത്തരം പറയാതെ പോകുമ്പോൾ അച്ഛൻ ആകെ ദേഷ്യത്തിലാവുന്നുണ്ട്. കുറെ അവിടെ കിടന്ന് അലമുറി ഇടുന്നുണ്ടെങ്കിലും ചേച്ചി അത് പറയാനേ തയ്യാറായില്ല. ആകെ നിരാശയില് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം അറിയാൻ സാധിക്കാതെ ആ അച്ഛൻ മടങ്ങുന്നു. തന്റെ മകന്റെ കൊലയാളി എന്ന് വിശ്വസിച്ചിരുന്ന പെൺകുട്ടി കൊലയാളിയല്ല, അവനെ മറ്റാരോ കൊന്നതാണെന്ന ആ ഒരു തിരിച്ചറിവ് അച്ഛനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് നമ്മൾ ഫ്ലൂവിനെ കാണുമ്പോൾ അവൻ വീട്ടിലേക്ക് എത്തുന്ന ടീം അവിടെ ലൂക്കാകട്ടെ മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ ചിക്കനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരോട് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാഴ്ച കാണുന്ന അവന് ദേഷ്യം വരുന്നുണ്ട്. അവനാകട്ടെ അങ്ങനത്തെ ഫുഡൊന്നും തന്നെ ഇവർക്ക് നൽകാറുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അവൻ അവരോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ ഇങ്ങനെ വീട്ടിൽ ഇവരെ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് കറങ്ങി അടിച്ച് നടക്കുന്നു എന്ന രീതിക്കാണ് അവൾക്ക് കാര്യങ്ങൾ അറിയാവുന്നത്. അവൻ ലഹരി കച്ചവടം ചെയ്യുന്നൊന്നും അവൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ഈ പുറത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്, എന്താണ് ഇവന് ഇത്രയും കാര്യങ്ങൾ, വീട്ടില് മുത്തശ്ശിയുടെ കാര്യം
കാര്യം നോക്കുന്നതിലും അവന് ശുഷ്കാന്തി വെളിയിലുള്ളവരുടെ കാര്യം നോക്കാനാണല്ലോ എന്ന രീതിക്ക് അവൾ തിരിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം സംസാരിച്ച് അവന്റെ ലഹരി കച്ചവടത്തിന്റെ കാര്യം കാണാൻ പുറത്ത് വന്നാലോ എന്ന് പേടിച്ച്. അങ്ങനെ അവളാകട്ടെ അവൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് അവിടെ നിന്ന് വിഷമത്തില് നേരെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അവളുടെ വീടിന്റെ അവിടെ സേ ഇരിപ്പുണ്ട്. സേയെ കണ്ടപാടെ ദേഷ്യപ്പെട്ട് വീണ്ടും കെട്ടിയെടുത്തോ മാറണോന്നും പറഞ്ഞ് ലൂക്ക് ദേഷ്യപ്പെടുമ്പോ അല്ല നീ എന്തിനേക്ക് കരഞ്ഞോണ്ട് വരുന്ന ആരുടെയും വഴക്കുണ്ടാക്കിയോ എന്താ നിന്റെ ക്രഷ് ഫ്ലൂ ആണോ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോ തനിക്ക് ഫ്ലൂവിനോടുള്ള ഇഷ്ടം അത് രഹസ്യമായി താൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യമാണ്. ഈവൻ ഫ്ലൂവിനോട് പോലും അത് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഇവൾക്കത് ഇങ്ങനെ മനസ്സിലായെന്ന് അത് കേട്ട് ലൂക്ക് ഒന്ന് ഞെട്ടുന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന് പെട്ടെന്ന് ഇവൾ ഈ കാര്യം ആരോടും പറയരുതെന്ന രീതിക്ക് ലൂക്ക് പോയി അവളെ അടിക്കുമ്പോ സേ അടി കൊണ്ട് വെറുതെ നിൽക്കാതെ തിരിച്ചൊരു അടി കൊടുക്കുന്നു. അങ്ങനെ ഇവളുമാര് സ്കൂളിൽ വെച്ച് പരസ്പരം അടി ഉണ്ടാക്കി സസ്പെൻഷൻ കിട്ടി ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ് എന്നൊരു ചിന്തയില്ലാതെ അവിടെ കിടന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോ ഈ അടിയുടെ ശബ്ദം കേട്ട് ലൂക്കിന്റെ അച്ഛൻ ഇറങ്ങി വന്ന് ഈ കാഴ്ച കണ്ട് അന്തം വിട്ടിരിക്കുന്നുണ്ട്. ഇവളുമാർ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറ്റില്ല. അച്ഛൻ ശരി ഞാൻ ജോലിക്ക് പോവാ എന്ന് പറഞ്ഞ് ഇറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും ഞാനും വരുന്നു എന്നും പറഞ്ഞ് ലൂക്ക് വണ്ടി കയറാനായി ഒരുങ്ങുമ്പോ സേയും വണ്ടി പോയി കയറുന്നു. ലൂക്ക് എവിടെ പോയാലും പിറകെ നടക്കുക എന്നതാണ് ഈ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്ന സമയത്ത് അവളുടെ പരിപാടി. അങ്ങനെ അച്ഛന്റെ ജോലി സ്ഥലത്ത് എത്തിയ ശേഷം അവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. നീ ഇത് കഴിക്കുന്ന പറഞ്ഞ് തന്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് പാക്കറ്റ് സേയ്ക്ക് കൊടുത്ത് ലൂക്ക് അങ്ങനെ അവളോട് പതിയെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ഫ്ലൂവിനോടുള്ള ഇഷ്ടത്തെ പറ്റിയാണ്. ആക്ച്വലി എനിക്ക് അവനോട് പ്രണയം തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല. കൊച്ചിലെ മുതലേ ഞാൻ അവനെ കാണുന്നുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. അവനോടുള്ള എന്റെ ആ ഒരു കൊച്ചിലെ മുതലുള്ള അടുപ്പം എപ്പോ പ്രണയം മാറിയത് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന ലൂക്ക് ആകട്ടെ പക്ഷെ ഫ്ലൂവിന് കോങ്ങിനോടാണ് ഇഷ്ടം എന്നിങ്ങനെ പറയുമ്പോ ഫ്രണ്ട്സിനിടയിൽ നല്ലൊരു ലവ് ട്രയാങ്കിൾ പോകുന്നുണ്ടല്ലോ എന്ന് അത് കേട്ട് സേ ഓർക്കുന്നുണ്ട്. ഒരാൾക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിന്റെ സങ്കടം, മറ്റൊരാൾക്ക് ലവ് ട്രയാങ്കിളിൽ പെട്ടുപോയ സങ്കടം. എന്തായാലും രണ്ടുപേരും ഇപ്പൊ പതിയെ പ്രശ്നങ്ങളൊക്കെ മറന്ന് കൂട്ടായി മാറുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ്ങിന്റെ അമ്മ ജോലിക്ക് പോകുന്നത് ആ തിയേറ്റർ ഉടമയുടെ വീട്ടിലാണല്ലോ. അവിടെ അവർ ഒരാളെ കൊല്ലുന്ന കാഴ്ച കോങ്ങിന്റെ അമ്മ കാണുന്നുണ്ട്. അവരാ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്ന കാര്യം അവരെ സഹായിക്കുന്ന ആ വ്യക്തിയും കാണുന്നു. ഈ ലഹരി കച്ചവടത്തിന്റെ ഒക്കെ ഏറ്റവും തലപ്പത്തുള്ള ആ മുത്തശ്ശന്റെ വീട്ടില് ആൾ ആരാണ് എന്താണ് എന്ന യഥാർത്ഥ സത്യം അറിയാതെയാണ് കോങ്ങിന്റെ അമ്മ ജോലിക്ക് പോകുന്നത്. ആളുടെ വലങ്കയായി കൂടെയുള്ള പിയാക്ക് എന്ന ആള് ഈ കോങ്ങിന്റെ ഫാമിലിയെ മായയുടെ മരണത്തിന് ശേഷം അവർക്ക് റെന്റ് കൊടുക്കാനൊന്നും കാശില്ലാതെ വന്നപ്പോഴൊക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇയാൾ തങ്ങളെ സഹായിക്കുന്നതെന്ന് ഇപ്പോഴും അവർക്ക് അറിയില്ല. എന്തായാലും അയാളാണ് കോങ്ങിന്റെ അമ്മ ഈ ഒരു കൊലപാതക കാഴ്ച കണ്ടതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആകെ പേടിച്ചു പോകുന്ന കോങ്ങിന്റെ അമ്മയ്ക്ക് ഇയാൾ എപ്പോഴും ഈ വീട്ടിലെ ജോലി അവസാനിപ്പിച്ചു പോകുന്നൊക്കെ ഇയാൾ ഈ വീട്ടിലെ ഉടമയുടെ ഒരു വലങ്കൈ ആയിട്ടും കാര്യം വ്യക്തമാക്കാതെ തനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നിട്ടും താനത് കാര്യമാക്കാതെ ഇവിടെ നിന്നതിനെ പറ്റി ഇപ്പൊ ഒരു പേടിയോട് കൂടിയാണ് ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ അവിടെ ഒരു കൊലപാതകം നേരിട്ട് അവർ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആകെ പേടിയാവുന്നവർ കോങ്ങിനെന്ന് കാണാനായി അവളുടെ സ്കൂളിലേക്ക് പുറപ്പെട്ടു പോകുമ്പോഴേക്കും അന്ന് സ്കൂളിൽ ഒരു ലീഡറിനെ തെരഞ്ഞെടുക്കാനുള്ള കോമ്പറ്റീഷൻ നടന്നിരുന്നു. അതിൽ വിജയിച്ചത് ഓമാണ്. അതിന്റെ ചെറിയൊരു സന്തോഷം ഓമും കോങ്ങും സംസാരിച്ച് ഹാപ്പിയായി ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് കണ്ടുകൊണ്ടെത്തുന്ന കോങ്ങിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. കാരണം അവർ മായയുടെ മരണശേഷം ഓം അവരെ ഒരുപാട് രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ അവനെ ഒരു ശത്രു കണക്കാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ഇവളിരിക്കുമ്പോ അവൻ എന്തെങ്കിലും ഒരു ചതിയുടെ ഭാഗമായിട്ട് ഇവളോട് കൂട്ടുകൂടുന്നതായിരിക്കും എന്ന് പേടിച്ച് കോങ്ങിനെ പിടിച്ചു മാറ്റുമ്പോൾ ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഓമാകട്ടെ കോങ്ങിന്റെ ചേച്ചി അല്ല എന്റെ ചേട്ടനെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് പഴയ ആ ഒരു ദേഷ്യം ഇഷ്ടക്കേട് ഒന്നും തന്നെ ഇല്ല. എന്നെ ആ ഒരു രീതിക്ക് നിങ്ങളും കാണരുതെന്ന് കോങ്ങിന്റെ അമ്മയുടെ മാപ്പ് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അമ്മ അത് കേൾക്കാതെ ഇതൊക്കെ ഇവന്റെ ഒരു അടവിന്റെ ഭാഗം എന്ന ഒരു രീതിക്ക് കണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. കോങ്ങാകട്ടെ അമ്മയുടെ അമ്മ അവനിപ്പോ അങ്ങനെ ഒന്നും ഇല്ല അമ്മ, അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളൊക്കെ ഇപ്പൊ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോ ഒരിക്കലും ഇല്ല. ഒരു മനുഷ്യൻ അത്ര പെട്ടെന്നൊന്നും മാറാനേ കഴിയില്ല. അവന്റെ ചേട്ടനെ കൊന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരാളാണെന്ന പ്രതികാരം അവനുണ്ടായിരുന്നു. അതൊന്നും അവന്റെ മനസ്സിൽ അങ്ങനെ മാറില്ല. അവന്റെ പ്രതികാരത്തിന്റെ ഭാഗമായി അവൻ നിന്നെ ചതിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ഓമിനെ പറ്റിയുള്ള ഇഷ്ടക്കേടൊക്കെ തന്നെ കോങ്ങിനോട് സംസാരിക്കുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമുക്ക് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണാം. മാഗിയുടെ മരണശേഷം ഓമിന്റെ അച്ഛനുമായി അവന്റെ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം പുള്ളിക്കാരി കാണാനായി ലിൻ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകാന്ന് അന്ന് ഒരുപാട് വിളിച്ചെങ്കിലും എന്റെ മകനെ കളഞ്ഞിട്ട് എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് ആ അമ്മ പറഞ്ഞപ്പോ അവനെയും കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് രണ്ടുപേർക്കും അവന്റെ കൂടെ നാട് വിട്ടു പോകാന്ന് ലിൻ ഒരുപാട് പറഞ്ഞെങ്കിലും അന്ന് അത് കേട്ടില്ല. പക്ഷെ ഇപ്പൊ തന്നെ കാണാനായി എത്തിയിരിക്കുന്ന ലിന്നിനോട് ഓമിന്റെ അമ്മ നമുക്ക് പോകാന്ന് പറയുമ്പോ എനിക്കിപ്പോ നിന്നെ കൊണ്ടാൻ കഴിയില്ല, ഞാൻ നിന്നെ പറ്റുന്ന സാഹചര്യത്തിൽ വിളിച്ചിരുന്നു, അന്ന് നീ വന്നില്ല. അന്ന് ഓമും കുഞ്ഞായിരുന്നു. അവന് അന്ന് നമ്മുടെ കൂടെ കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യാതെ വരാനായി സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അവൻ വളർന്നിരിക്കുന്നു. അവനിപ്പോ സംശയമൊന്നും തോന്നാതെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു ലിൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഈ നടന്ന സംസാരമെല്ലാം ഓം മാറി നിന്ന് കേട്ടിരുന്നു. അവന് അത് കേൾക്കുമ്പോൾ ഇവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും ആ സമയത്ത് ഇഷ്ടമില്ലാതെയാണ് തന്റെ അമ്മ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം തന്റെ അച്ഛനെ കല്യാണം കഴിച്ചതെന്നും പക്ഷെ കല്യാണ ശേഷവും ഇവർ ആ ഒരു ബന്ധം തുടർന്നിട്ടുണ്ടാകുമെന്നും ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അവൻ ഒരിക്കലും അമ്മയെ പറ്റി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അതും ഒരു ലേഡിയുമായി ഒരു റിലേഷൻഷിപ്പ് അമ്മയ്ക്ക് ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ്ങിന്റെ അമ്മയാട്ടെ ആ ഒരു കൊലപാതകത്തിന്റെ സാക്ഷിയായി എന്നത് മാത്രമല്ല അതിന്റെ വീഡിയോയും ആരും അറിയാതെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ആ പിയാക്ക് കണ്ടിരുന്നു. അയാൾ ആ ഹെഡിന്റെ അടുത്ത് അതൊന്നും പറഞ്ഞില്ലെങ്കിലും അയാൾ ഇത് കണ്ടു എന്ന് അറിയാവുന്നവർ ഇനി അവിടെ ജോലിക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല അവിടെ ജോലിക്ക് പോകുന്നത് അപകടമാണെന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാട് വിട്ടു പോകാം, എങ്ങോട്ടെങ്കിലും പോകാന്നൊക്കെ പറയുമ്പോൾ നീ എന്തിങ്ങനെ പറയുന്നത്, നമ്മൾ
ഇത്രയും നാള് പുറത്ത് താമസിച്ചിട്ട് ഇപ്പോഴല്ലേ ഇങ്ങോട്ട് എത്തി ഇവളെ ഇവിടെ സ്കൂളിലൊക്കെ ചേർത്ത് ഒരു രീതിക്ക് ഒന്ന് ലൈഫ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ആ സമയത്ത് നമ്മൾ എങ്ങനെ പോകൂടെ? നമ്മുടെ മകള് ചെയ്യില്ലല്ലേ, അവള് വന്നിട്ടല്ലേ, നമുക്കിനി എങ്ങനെയാലും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ല, എനിക്ക് എപ്പോഴേ പോകണമെന്നും പറഞ്ഞ് ഉള്ളിലുള്ള കാര്യങ്ങള് വീട്ടുകാരോട് തുറന്നു പറയാതെ ഇവിടെ നിന്ന് പോകണമെന്ന ഒരൊറ്റ കാര്യത്തില് വാശി പിടിച്ച് നിൽക്കുകയാണ് ആ അമ്മ. പക്ഷെ എന്തിനാണ് ഈ വാശി പിടിക്കുന്നതെന്ന് അറിയാത്ത കോങ്ങട്ടെ അവളും ഓമും തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിലാണോ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അമ്മ ഇവരോട് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. എന്തായാലും അടുത്ത ദിവസം കോങ് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അമ്മ അവളെ വിടുന്നില്ല. അവളെ സ്കൂളിൽ വിടാതെ ഫോണും മേടിച്ചു വെച്ച് വീട്ടിൽ തന്നെ ഇരുത്തുന്നു. അവൾ എത്ര പറഞ്ഞിട്ടും അമ്മ കേട്ടതുമില്ല. അന്നാകട്ടെ സ്കൂളിലേക്ക് കോങ് വരാത്തതിനെ തുടർന്ന് ഫ്രണ്ട്സ് അവളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കിട്ടാതെ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവർ വേഗം തന്നെ ഓമിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഓമിനാകെ പേടി. കാരണം ഇന്നലെ അവന്റെ കൂടെ കോങ് ഉള്ളപ്പോഴാണ് അമ്മ അത് കണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അതിനുശേഷം ഇപ്പൊ അവളെ പറ്റി ഒരു വിവരവും ഇല്ല. അവർ വീണ്ടും ഈ നാട് വിട്ടുപോകുമെന്നൊക്കെ അവന് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം മായുടെ മരണശേഷം അവരുടെ ഫാമിലിക്ക് കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോ ഈ നാട് വിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്താണ് അവർ തിരിച്ചു വന്ന് ഈ സ്കൂളിലൊക്കെ കോങ് വീണ്ടും വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വീണ്ടും പ്രശ്നമാവുമെന്ന് പേടിയാവുന്ന അവൻ നേരിട്ട് ആദ്യം ഇടപെടേണ്ടെന്ന് കരുതി കോങ്ങിനെ പറ്റിയുള്ള വിവരം അറിയാനേ മറ്റെന്ത് വഴി ഉണ്ടെന്ന് ആലോചിക്കുകയാണ്. കാരണം നേരിട്ട് അവൻ ഇടപെട്ടാൽ അത് കോങ്ങിന്റെ അമ്മ അറിഞ്ഞ് വീണ്ടും പ്രശ്നമാവുമല്ലോ എന്ന് പേടിയിലാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ കോങ്ങിനെ പറ്റി ഒരു വിവരവും ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൾ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസമാട്ടെ താനും അവളും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ട് കലിപ്പായി കോങ്ങിന്റെ അമ്മ അവളെ പിടിച്ചോണ്ട് പോയത് വരെ ഓമിന് അറിയുള്ളൂ. ശേഷം കോങ്ങിന് എന്ത് സംഭവിച്ചെന്ന് അറിയാത്ത അവൻ ടെൻഷനില്ല വേഗം തന്നെ ലൂക്കിന് ഈ കാര്യം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ലൂക്ക് വേഗം തന്നെ കോങ്ങിന്റെ വീട്ടിലേക്ക് പോകാനായി റെഡി ആവുന്നു. മുന്നത്തെ കണക്ക് തന്നെ ലൂക്കിന്റെ വീടിന്റെ അവിടെ നിപ്പുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് നിന്റെ പുറകെ നടന്നു കളയാൻ തീരെ സമയമില്ല, ഞാനൊരു അർജന്റ് കാര്യത്തിന് പോവാണെന്ന് പറയുമ്പോ നീ എവിടെ പോയാലും ഞാനും കൂടെ വരും, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ബോറടിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോ നീ ഇത്തവണ എന്റെ കൂടെ വരണ്ട, ഞാൻ പോകുന്നത് കോങ്ങിന്റെ വീട്ടിലേക്കാ, നീ വേറെ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞു ലൂക്ക് പോകുമ്പോഴേക്കും അവർക്ക് പോകാൻ വേറെ ഇടയില്ലാത്തോണ്ട് എന്നാ ശരി, കഴിഞ്ഞ ദിവസം ഫ്ലൂവിന്റെ വീട്ടിൽ പോയി അവന്റെ മുത്തശ്ശിനെയും പരിചയപ്പെട്ടിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ പോകാന്ന് കരുതി അങ്ങനെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ കോങ്ങിന്റെ വീട്ടിലേക്ക് ലൂക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല, അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോ കോങ്ങിനെ കാണാന്ന് വിചാരിച്ചെന്നും പറഞ്ഞു നേരെ കോങ്ങിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കോങ്ങിനോട് ചുമ്മാ കാഷ്വലായി സംസാരിച്ച് പിന്നെ തനിയെ മുറിയിലേക്ക് പോയിരുന്ന് എല്ലാ കാര്യങ്ങളും അവരെ ഡിസ്കസ് ചെയ്യുന്നു. നടന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കോങ്ങാകട്ടെ അമ്മ എന്റെ ഫോൺ മേടിച്ചു വെച്ചു, എന്നെ ക്ലാസ്സിൽ വിടുന്നില്ല, ഈ നാട് വിട്ട് തന്നെ പോകാന്നാ അമ്മ പറയുന്നത്, എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താമെന്ന് ലൂക്ക് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ കോങ്ങിന്റെ അച്ഛൻ കോങ്ങിന്റെയും മോമിന്റെയും ഒക്കെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ചാർലി എന്ന ഒരു പയ്യന്റെ വീട്ടിലാണ് ഡ്രൈവറായി പോകുന്നത്. ഈ ചാർലിക്ക് മുന്നേ മായി ചെയ്തിരുന്ന കണക്ക് ലഹരി കച്ചവടം ഒക്കെ നൈസായിട്ടുണ്ട്. എന്തായാലും അതൊന്നും കോങ്ങിന്റെ അച്ഛൻ അറിയില്ല. ആളൊരു ജോലി അന്വേഷിച്ച് അവിടെ അങ്ങനെ എത്തിപ്പെട്ടതാണ്. എന്തായാലും അവരുടെ ഒരു വണ്ടി ഇപ്പൊ കോങ്ങിന്റെ അച്ഛൻ ഓടിച്ചോണ്ട് പോകുന്ന സമയം ഒരു പോലീസ് തടയുന്നുണ്ട്. തുടർന്ന് വാഹന പരിശോധന നടത്തുമ്പോൾ ഈ പോലീസുകാർ തന്നെ അതില് ലഹരി വെച്ച് അത് കണ്ടെത്തി കോങ്ങിന്റെ അച്ഛൻ കച്ചവടത്തിനായി ലഹരി വണ്ടിയിൽ കൊണ്ടുപോയി എന്ന ഒരു രീതിക്ക് ആൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ പോലീസുകാരൻ കോങ്ങിന്റെ അമ്മ ജോലി ചെയ്യുന്ന ആ ഒരു ലഹരി സംഘ തലവന്റെ മകനാണ്. ഇവർക്ക് എതിരായി മറ്റൊരു ഗ്യാങ്, അതായത് ആ ഒരു ചാർലി എന്ന വിദ്യാർത്ഥി ഇവർക്കെതിരെ നിന്ന് ലഹരി കച്ചവടം നടത്തുന്നു, അത് ഇവരുടെ കച്ചവടത്തെ ബാധിക്കുന്നു എന്ന രീതിക്കാണ് ഈ പോലീസുകാരൻ ആളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അച്ഛന്റെ ലഹരി കച്ചവടത്തിന് കൂടെ പിടിക്കാനായി ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും അച്ഛൻ ഇപ്പൊ ലഹരി കച്ചവടത്തിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു. മനസ്സറിയാതെ ആ പാവം അങ്ങനെ ഒരു പ്രശ്നത്തിലായിരിക്കുന്നു. ഈ ഒരു കാര്യം കോങ്ങിന്റെ അമ്മ അറിയുമ്പോൾ ആകെ ടെൻഷനിലാവുന്നുണ്ട്. വേഗം തന്നെ കോങ്ങിന്റെയും ലുക്കിന്റെ അടുത്ത് ചെന്ന മോളെ ഞാനൊന്ന് അത്യാവശ്യത്തിന് പുറത്തു പോവാ, സേഫ് ആയിട്ടിരിക്കുക, ലുക്ക് നീ ഇവളെ നോക്കണേന്ന് പറഞ്ഞ് ലുക്കിനെ കോങ്ങിനെ ഏൽപ്പിച്ച് ഇവരോട് കാര്യമൊന്നും പറയാതെ അമ്മ വേഗം പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ചാർലിയെ കൊടുക്കാനായി ചാർലിയുടെ ഡ്രൈവറിനെ ഇപ്പൊ കൈവശം വെച്ചിരിക്കുകയാണ് ആ പോലീസുകാർ. ഈ സമയം അവിടേക്ക് എത്തുന്ന കോങ്ങിന്റെ അമ്മ തന്റെ ഹസ്ബൻഡ് അങ്ങനെ ലഹരി മരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളല്ലെന്നും കള്ളക്കേസിൽ അദ്ദേഹത്തെ കൊടുക്കാതെ വെറുതെ വിടണമെന്നും ആവശ്യപ്പെടുന്നു. ഈ പോലീസുകാരൻ താൻ ജോലി ചെയ്യുന്നിടത്തെ മുതലാളിയുടെ മകനാണെന്നും ഇവനും അച്ഛനെ പോലെ ആളൊരു പെശകാണെന്നും മുന്നേ ഒരു കൊലപാതകം നേരിട്ട് കണ്ട സമയത്ത് ഈ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഇവന്റെ അച്ഛനും ഇവനും ഒക്കെ കൂടി ചേർന്നാണ് ആ കൊലയെന്ന് നടത്തിയത്. അതിന്റെ തെളിവും വീഡിയോയും അമ്മയുടെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ഹസ്ബൻഡിനെ വെറുതെ വിട്ടില്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന്റെ വീഡിയോ ഞാൻ ലീക്ക് ആക്കുമെന്ന് കോങ്ങിന്റെ അമ്മ ഭീഷണിപ്പെടുത്തി. ഒടുക്കം ആ പോലീസുകാരന് കള്ളക്കേസിൽ കൊടുക്കാനീ നോക്കിയതൊക്കെ മാറ്റിവെച്ച് കോങ്ങിന്റെ അച്ഛനെ വിട്ടയക്കേണ്ടി വരുന്നു. എന്നിരുന്നാലും ചാർലിയെ കൊടുക്കാനായിട്ടാണ് കോങ്ങിന്റെ അച്ഛനെ ആദ്യം പിടിച്ചതെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇവരുടെ കയ്യിലുണ്ടെന്ന് കണ്ടപാടെ ഇവരെ ഒതുക്കിയിട്ട് ചാർലിയുടെ കാര്യം നോക്കാമെന്ന ഒരു രീതിക്കും പോലീസുകാരൻ എത്തുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് താൻ നാട് വിട്ടു പോകാന്ന് പറയുന്നതെന്നൊക്കെ അമ്മ അച്ഛനോട് പറയുന്നത്. അച്ഛനും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ഒരു പോലീസുകാരനെ പോലും ഭീഷണിപ്പെടുത്താൻ മാത്രം അവരുടെ എന്തോ ഒരു രഹസ്യം അമ്മയ്ക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു രഹസ്യം ഇവിടെ നിന്നാൽ ഇവരുടെ ജീവൻ എടുക്കാൻ ശേഷിയുള്ള ഒന്നായി മാറുമെന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ എല്ലാവരുടെയും സേഫ്റ്റി കണക്കാക്കി നാട് വിടാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി കോങ്ങിനോട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുകയാണെന്ന കാര്യം അച്ഛനും അമ്മയും കൂടി പറയുമ്പോൾ കോങ്ങിന് ആകെ ടെൻഷൻ. അമ്മ നാട് വിടാമെന്ന് പറഞ്ഞപ്പോൾ പോലും സപ്പോർട്ട് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കാമെന്ന രീതിക്ക് പറഞ്ഞിരുന്ന അച്ഛൻ ഇപ്പൊ ഇത് എന്ത് പറ്റിയെന്ന് അവൾക്കറിയില്ലല്ലോ. അവൾക്ക് അച്ഛൻ കള്ളക്കേസിൽ കുടുങ്ങിയ കാര്യമോ അമ്മ ഇറക്കാൻ പോയ കാര്യമോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ വാക്ക് മാറ്റി പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അവൾ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ടെൻഷൻ കയറുന്ന അമ്മ അവളോട് കാര്യങ്ങൾ പറയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ
തന്നെ കർണക്കുറ്റി നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട് അവളെ ഒന്ന് അടക്കാനായി. അങ്ങനെ ആകെ സങ്കടത്തിലാവുന്ന അവളെ ആ സമയം കൂടെയുള്ള ലൂക്കാണ് സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ്ങിന്റെ അമ്മ ആ ഒരു കൊലപാതകത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു. അവരുടെ കയ്യിൽ അതിന്റെ തെളിവുണ്ടെന്ന കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ട്. അയാൾ അത് വേഗം തന്നെ തന്റെ അസിസ്റ്റന്റ് ആയ ആ തിയേറ്റർ ഉടമയെ അറിയിക്കുന്നു. ആ തെളിവ് നശിപ്പിക്കാനായി എത്രയും പെട്ടെന്ന് അവളെ കൊല്ലുക തന്നെ വേണം, അതിനുള്ള ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കുന്നു എന്നും പറഞ്ഞ് അയാൾ ആ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ആ തിയേറ്റർ ഉടമ ആകെ ഷോക്കാവുന്നു. കാരണം അയാൾക്ക് ഒരിക്കലും കോങ്ങിന്റെ അമ്മയെ കൊല്ലണമെന്ന് ഒരു ലക്ഷ്യവും ഇല്ല. ഇവിടെ നിന്ന് ജോലി അവസാനിപ്പിച്ച് പോകുന്നൊക്കെ പല തവണ ആവശ്യപ്പെട്ടപ്പോഴും അവർ കേൾക്കാതെ ഇവിടെ നിന്നാണ് ഈ ഒരു അവസ്ഥയിലായത്. ഇവിടെ ഈ ഒരു സമയത്താണ് അയാൾ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത്. മായയെ കൊന്നത് ആക്ച്വലി മായയുടെ ഗേൾ ഫ്രണ്ട് അല്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. കാരണം അയാൾ മായയുടെ കൊലപാതകം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. മായയെ കൊന്നത് ഇയാളുടെ മുതലാളിയുടെ മകനായ ആ പോലീസുകാരനാണ്. അതും ലഹരി കച്ചവടത്തിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. മുന്നേ ഞാൻ പറഞ്ഞില്ലേ ചാർലി എന്നൊരു പയ്യന്റെ കാര്യം. ആ ചാർലി മായും സുഹൃത്തുക്കളായിരുന്നല്ലോ. അപ്പോൾ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ആ ചാർലിയൊക്കെ മായ കുറച്ച് ഹെൽപ്പ് ചെയ്തു എന്ന പേരിലാണ് ചാർലിയുടെ എതിർ ഗ്യാങ് ആയി വർക്ക് ചെയ്യുന്ന ഇയാൾ മായയെ കൊല്ലാനായി മുതിർന്നത്. പലതവണ ആ ഒരു തിയേറ്റർ ഉടമ തടയാനായി ശ്രമിച്ചെങ്കിലും മായയുടെ ആകെ കലി പിടിച്ചിരുന്ന ഈ പോലീസുകാരന്റെ മുന്നിലേക്ക് ആ തിയേറ്ററിന്റെ അവിടെ താൻ ലഹരി കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് തന്റെ ഗേൾഫ്രണ്ടുമായി നാട് വിട്ടു പോവുകയാണെന്ന കാര്യം അവസാനമായി പറഞ്ഞേൽപ്പിക്കാനായി വന്ന മായി അവിടെ വെച്ച് അയാൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൂടാതെ ഇതിന്റെ പേരിൽ ഒരിക്കലും ഈ പോലീസുകാരനോ ആളുടെ അച്ഛനോ ഒന്നും പ്രതിയാവാത്ത രീതിയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനും അവർക്ക് വലിയ പാടുണ്ടായില്ല. എന്തായാലും എല്ലാവരും വിചാരിക്കുന്ന കണക്ക് ജയിലില് മായയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന കോങ്ങിന്റെ ചേച്ചിയല്ല കൊലപാതകം നടത്തിയതെന്ന് ഇയാൾക്ക് നന്നായി അറിയാലോ. അതിന്റെ ഒരു സിമ്പതിയുടെ പുറത്തും മായയോടുള്ള ഇയാളുടെ താല്പര്യം കൊണ്ടും ഒക്കെ ആകാം ഇയാൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ വീണ്ടും ആ ഫാമിലിയെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതും തന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നു എന്നത് അയാളെ സംബന്ധിച്ച് വളരെ ഡിസ്റ്റർബിംഗ് ആയുള്ള ഒരു കാര്യമാണെങ്കിലും അയാൾക്ക് എടുത്തടിച്ചൊന്നും പറയാനേ സാധിക്കില്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തന്റെ അമ്മയ്ക്ക് അവരുടെ ഒരു സ്ത്രീ സുഹൃത്തുമായി ബന്ധമുണ്ട് എന്ന കാര്യം ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്ന ഓം സത്യത്തിൽ അതിന്റെ നല്ല ഷോക്കിലായിരുന്നു. അവൻ അതിനെപ്പറ്റി അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ അത് ആദ്യമേ അറിയാമായിരുന്നു എന്ന് പറയുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ അറിയില്ലായിരുന്നു. കല്യാണ ശേഷമാണ് തന്നെ ഒട്ടും താല്പര്യമില്ലാതെയാണ് അവർ കല്യാണം കഴിച്ചതെന്നും അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം അവരുടെ സുഹൃത്തിനായിരുന്നു. പക്ഷെ സാഹചര്യം മൂലം തന്നെ കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ വന്നതാണെന്ന കാര്യങ്ങളും ഈ അച്ഛൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അവർക്ക് ഓം ഉണ്ടായിപ്പോയി. എന്തായാലും പിന്നീട് ഓമിന്റെ കാര്യം ഓർത്ത് ഞാനെല്ലാം അറിഞ്ഞിട്ടും എന്റെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു നിന്റെ അമ്മ. നിന്നെ ഓർത്താണ് അവൾ ഇത്രയും ദൂരം മുന്നോട്ട് വന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും അവളെ ഈ കാര്യത്തിന്റെ പേരിൽ വെറുക്കാൻ പാടില്ല. അവൾ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അത് നീ എന്നും ഓർക്കണമെന്നെല്ലാം അച്ഛൻ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ലൂക്ക് അങ്ങോട്ടേക്ക് എത്തി കോങ്ങിന്റെ ഫാമിലി നാട് വിടാൻ തീരുമാനിച്ച കാര്യം അവനെ അറിയിക്കുമ്പോൾ അവൻ ആകെ ടെൻഷൻ ആവുന്നു. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലഹരി കച്ചവടം നടത്തുന്ന ചാർലി അവന്റെ അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഈ കച്ചവടം നടത്തുന്നത്. നമ്മുടെ ഡ്രൈവറിനെ ആ പോലീസ് പിടിച്ചിട്ടുണ്ട്. ആളുടെ കയ്യിൽ ലഹരി ഉണ്ടെന്ന് വരുത്തി തീർത്ത് കള്ളക്കേസിൽ കുടുക്കി അയാൾ വഴി നമ്മുടെ കയ്യിലുള്ള മറ്റു ലഹരിയും കണ്ടെത്താനായിട്ടുള്ള അയാളുടെ നീക്കമായിരുന്നു അത്. എന്തായാലും അവർ നമ്മുടെ അടുത്ത് സെർച്ചിന് വരുന്നതിന് മുന്നേ നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റണം. അതാ നമ്മളിപ്പോ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയും അവരുടെ ഫാമിലിയും തമ്മിൽ ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നറിയാലോ. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവർ തന്നെയാ എന്റെ അച്ഛനെ കൊന്നതെന്ന് എനിക്കിപ്പോ തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഞാൻ ആ പോലീസുകാരനെ നശിപ്പിച്ചിരിക്കും. അവന്റെ അവസാനം കണ്ടിട്ട് ഞാൻ അടങ്ങുന്നെല്ലാം ചാർലി അമ്മയോട് പറയുന്നു. അപ്പോഴേക്കും തന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കോങ് ഫ്ലൂവിന്റെ കൂടെ റോഡരികിൽ അവളെ കാത്തിരിക്കുന്ന ഓമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ കണ്ടുമുട്ടുമ്പോ ഈ നടക്കുന്ന കാര്യങ്ങളോർത്ത് ഇവരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്. ഈ സമയം ഇനി പിരിയാൻ വയ്യാന്ന രീതിക്കാണ് കോങ്ങിന്റെയും ഓമിന്റെയും നിൽപ്പ്. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ഉറപ്പ് വരുത്തിക്കൊണ്ട് അവിടെ ഫ്ലൂവും ലൂക്കും ഉണ്ട്. അങ്ങനെ ഇവർ ശേഷം എന്ത് ചെയ്യാമെന്ന കാര്യം ഡിസ്കസ് ചെയ്യാനായി ഫ്ലൂവിന്റെ സുഹൃത്തായ സോയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കോങ്ങും ഓമും തനിയെ സംസാരിക്കുമ്പോൾ ഫ്ലൂവിന്റെ അടുത്തേക്ക് അവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ചെല്ലുന്ന ലൂക്കാകട്ടെ അവനിപ്പോ കോങ്ങിനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, എനിക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അവൾ എന്നെ അങ്ങനെ കാണുന്നില്ല, അവൾക്ക് ഓമിനോടാണ് സ്നേഹം എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ ആ രീതിക്ക് അവളെ കണ്ടിട്ടില്ല എന്ന് ഫ്ലൂ പറയുമ്പോൾ ഫ്ലൂവിനോട് തന്റെ മനസ്സിലെ ഇഷ്ടം ലൂക്ക് അവിടെ തുറന്നു പറയുന്നു. പക്ഷെ അവൻ അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് നൽകില്ല എന്ന് മനസ്സിൽ ആദ്യമേ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഒഴിച്ച് അവൻ എന്ത് പറയുന്നു എന്നത് കേൾക്കാൻ നിൽക്കാതെ പതിയെ അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അവൻ അവളെ വിടാതെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവനും അവളോട് അവളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടാവാം. അതവൻ അവിടെ അവളുടെ മുന്നിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ നമ്മൾ കോങ്ങിനെയും ഓമിനെയും കാണുമ്പോൾ എങ്ങനെയൊരു പ്രശ്നം സോൾവ് ചെയ്യുന്ന അവർക്കറിയില്ല. അമ്മയും അച്ഛനെ ധിക്കരിച്ച് ഓമിന്റെ കൂടെ നിൽക്കാനായി കോങ്ങിനെ സാധിക്കില്ല എന്ന എങ്ങനെ അമ്മയും അച്ഛനെയും ഇവിടെ നിന്ന് പോവണ്ടെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്നും അവൾക്കറിയില്ല. അവൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയാലും മടങ്ങി വരും, പക്ഷെ വരുമ്പോഴേക്കും നീ പണ്ടത്തെ കണക്ക് ചീത്ത കുട്ടി ആവരുത്, ഞാൻ ഇപ്പൊ കണ്ടിട്ട് പോകുന്ന ഓമിനെ കണക്ക് തന്നെ ഉണ്ടാവണമെന്ന്. ഇവർക്കിടയിൽ കുറെ നാള് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ രീതിക്ക് വീണ്ടും ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഇവർ എന്തെങ്കിലും കണ്ടുമുട്ടുമ്പോൾ അവൻ റിയാക്ട് ചെയ്യരുത് എന്ന രീതിക്ക്
അവൾ പറയുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് അവനും മറുപടി പറയുന്നുണ്ട്. അവൾ പോവരുത് എന്നതാണ് അവന്റെ ആഗ്രഹമെന്നും എന്നാൽ എന്തെങ്കിലും കാരണവശാൽ പോയേണ്ടി വന്ന അവൾ മടങ്ങി വരാനായി കാത്തിരിക്കുന്നെന്നും അവൻ അവിടെ പറയുന്നു. ഇവരിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒന്നും അറിയാതെ കോങ്ങിന്റെ അച്ഛനും അമ്മയും സത്യത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ മുറിയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കോങ്ങിനോട് ഇവർ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അവൾ ഇവിടെ നിൽക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ അവളെ ദേഷ്യത്തിൽ അമ്മ അടിക്കുക പോലും ചെയ്തു. ഇപ്പോ അതിൽ സങ്കടം തോന്നുന്ന അമ്മ അച്ഛന്റെ കൂടെ അവളുടെ റൂമിലേക്ക് ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വിചാരിച്ച് പോകുന്ന ടൈമാണ് റൂമിൽ അവൾ ഇല്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. അവൾ ഈ രാത്രി എവിടെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാവുന്ന ആകെ കലിയിളകുന്ന അമ്മ നേരെ പോകുന്നത് ഓമിന്റെ വീട്ടിലേക്കാണ്. കാരണം അമ്മയ്ക്ക് ഓമിനും കോങ്ങിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. എന്തെവിടെയെന്ന് ഓമിനെ അന്വേഷിച്ച് കോങ്ങിന്റെ അമ്മ ഈ സമയത്ത് ഇവിടെ വന്ന് ബഹളം വെക്കുമ്പോൾ ഓമിന്റെ അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ മര്യാദയ്ക്ക് നിന്റെ മോൻ പിടിച്ചു വെച്ചേക്കുന്ന എന്റെ മോളെ പറഞ്ഞു വിടും, അവളെ ഇറക്കി വിടെന്നൊക്കെ പറഞ്ഞു കോങ്ങിന്റെ അമ്മ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് കരയുന്ന കണക്കായിരുന്നു ആ സംസാരം. എന്റെ മോളെ ഇങ്ങത്താ, അവളെ എനിക്ക് വേണം, നിന്റെ മോനോട് എന്റെ മോളെ തരാൻ പറയുന്നില്ല. ഭയങ്കരമായി കോങ്ങിന്റെ അമ്മ കെഞ്ചുന്നുണ്ട്. അവളെവിടെ ഇല്ലാന്ന് ഓമിന്റെ അമ്മ പറയുമ്പോ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കുകയും തീർച്ചയായും അവന്റെ കൂടെ തന്നെ കാണും എന്റെ മോള്, ഞങ്ങൾ ആകെ പ്രശ്നത്തില, അവളെ എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം, ഒന്ന് അവനെ വിളിച്ചു ചോദിച്ച് അവളെ കൊണ്ടുവരാൻ പറയുന്നില്ല കോങ്ങിന്റെ അമ്മ റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഓമിന്റെ അമ്മ ഇതൊന്നും കേട്ട് മനസ്സിലെയുന്നില്ല. പുള്ളിക്കാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞ് അവരെ ഇറക്കി വിടാൻ നോക്കുന്നു. അപ്പോഴേക്കും കോങ്ങിന്റെ അച്ഛൻ ഓമിന്റെ അച്ഛന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഓമിന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയി രണ്ടിടത്താണല്ലോ താമസിക്കുന്നത്. കോങ്ങിന്റെ അമ്മ ഓമിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയപ്പോ കോങ്ങിന്റെ അച്ഛൻ ഓമിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി. കോങ്ങിനെ തിരക്കാണ്. ഓമിന്റെ അച്ഛൻ എനിക്കറിയില്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് അവിടെ മറുപടി പറയുന്നു. അപ്പോഴേക്കും ഓമിന്റെ അമ്മയോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന കോങ്ങിന്റെ അമ്മ നേരെ ഫ്ലൂവിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോകുന്നു. അവിടെ നിന്നും ഒന്നും അറിയാൻ പറ്റിയില്ല. പിന്നീട് ലൂക്കിന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നും ഒന്നും അറിയുന്നില്ല. എന്തായാലും ഇവിടെ രണ്ടും പോകുമ്പോൾ ഫ്ലൂവും ലൂക്കും അവരുടെ വീട്ടിലില്ല എന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടി ഒന്നിച്ചുണ്ടാവും എന്ന് അമ്മയ്ക്ക് തോന്നുന്നു. എന്തായാലും അമ്മ നേരെ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അകത്ത് കയറും മുന്നേ അകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം വരുന്നത് ശ്രദ്ധിക്കുന്ന അമ്മ ഒരു പക്ഷേ കോങ്ങ് തിരിച്ചു വന്നിട്ടുണ്ടാവുന്ന വലിയ സന്തോഷത്തിൽ അകത്തേക്ക് ചെല്ലുമ്പോൾ പക്ഷെ അവിടെ അമ്മയെ അറ്റാക്ക് ചെയ്യാനും കയ്യിലുള്ള ആ ഒരു വീഡിയോ നശിപ്പിക്കാനുമായി പോലീസുകാരും പറഞ്ഞു വിട്ട ആളുകളായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ അമ്മയെ ആക്രമിക്കുകയും ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും തന്നെ കോങ്ങിന്റെ അച്ഛനോ അറിഞ്ഞിട്ടില്ല. കോങ്ങിന്റെ അച്ഛൻ കോങ്ങിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റേതായ രീതിയിൽ അവിടെ എല്ലാം നടക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം ഏതാണ്ട് അടുത്ത ദിവസം രാവിലെയാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. മടങ്ങി വരുമ്പോൾ വീട് മൊത്തം അലങ്കോലമാക്കിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ അദ്ദേഹം നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കോങ് എത്തുന്നുണ്ട്. അവളെ കണ്ടപാടെ ഭയങ്കരമായ ദേഷ്യം അച്ഛന് വരുന്നു. കാരണം ഇവരോട് ഒന്നും പറയാതെ അവൾ ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവർ അന്വേഷിക്കാൻ പോയതാണല്ലോ. അദ്ദേഹം ഒരു വഴിക്കും അമ്മ ഒരു വഴിക്കും പോയി. ഇപ്പൊ അമ്മയെ കാണുന്നുമില്ല. ആകെ എന്തോ ഒരു വല്ലാത്തൊരു പ്രശ്നത്തില് ആയ കണക്ക് ഉള്ളിൽ ഒരു തോന്നലുണ്ട്. നീ എന്തിനാ ഇവന്റെ കൂടെ ഒക്കെ കറങ്ങാൻ പോയെന്ന് ചോദിച്ച് അച്ഛൻ ദേഷ്യപ്പെടുമ്പോഴേക്കും കോങ്ങിനെ അച്ഛൻ വഴക്ക് പറയാതിരിക്കാനായി ഓമ ഇടയിൽ കയറാൻ നോക്കുന്നുണ്ട്. ഞാൻ അങ്കിൾ അവളെ കൂട്ടിക്കൊണ്ടുപോയത്, അവളെ വഴക്ക് പറയരുതെന്ന് പറഞ്ഞു. അതിന്റെ ദേഷ്യത്തില് അച്ഛൻ അവനെ അടിക്കുമ്പോൾ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നവൾ അവനല്ല, ഞാൻ അവനെ അന്വേഷിച്ചു പോയത്. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. അച്ഛനും അമ്മയും പറയുന്ന കണക്ക് ഇവിടെ നിന്ന് നമുക്ക് പോവാം, അവൻ അച്ഛനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രണ്ട് പോലീസുകാർ വരുന്നു. അവരാകട്ടെ റോഡ് സൈഡില് മരിച്ചു കിടക്കുന്ന നിലയിലുള്ള കോങ്ങിന്റെ അമ്മയുടെ ഒരു ഫോട്ടോ കാണിക്കാണ്. അപ്പോഴാണ് കോങ്ങിന്റെ അമ്മ മരണപ്പെട്ടു എന്ന കാര്യം ഈ അച്ഛനും കോങ്ങും അറിയുന്നത്. അവർക്കത് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. കോങ്ങിനെ അന്വേഷിച്ച് പുറപ്പെട്ട ശേഷമാണ് അമ്മയ്ക്ക് അപകടം സംഭവിച്ചതെന്ന കാര്യം ഇവർക്കൊന്നും താങ്ങാനേ സാധിക്കുന്നില്ല. കോങ്ങിനും മോമിനും അച്ഛനും ഒക്കെ വല്ലാത്തൊരു നിരാശയും സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇത് വലിയ വാർത്തയായി മാറുന്നു. ഈ ഒരു വാർത്ത ഓമിന്റെ അമ്മയും അച്ഛനും ഫ്ലൂവിന്റെ മുത്തശ്ശനും ലൂക്കിന്റെ അച്ഛനും ഒക്കെ കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം ഇവർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നല്ലോ കോങ്ങിന്റെ അമ്മ. അമ്മ മരണപ്പെട്ടിരിക്കുകയാണ്. അമ്മ മരിച്ചത് പോലീസും ചാർലിയുടെ ലഹരി മാഫിയയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയില് ചാർലിയുടെ ലഹരി മാഫിയ സംഘത്തെ പോലീസ് പിടിക്കൂ എന്നൊരു ഘട്ടം എത്തിയപ്പോ അവർ അവിടെ ജോലിക്കായി എത്തിയ കോങ്ങിന്റെ അമ്മയെ ബന്ദിയാക്കി വെച്ച് അവരെ ആക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്ന രീതിക്കാണ് ന്യൂസ് വന്നിരിക്കുന്നത്. എന്തായാലും സംഭവം അതൊന്നും അല്ലല്ലോ. ഈ പോലീസുകാരൻ തന്നെയാണ് കോങ്ങിന്റെ അമ്മയെ കൊല്ലിച്ചത്. അവർ ചെയ്യുന്ന തെറ്റൊക്കെ പുറത്തു വരാതിരിക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി. എന്തായാലും അങ്ങനെ കോങ്ങിന്റെ അമ്മയുടെ ചടങ്ങ് നടക്കുന്ന സമയം അവിടേക്ക് ഓം എത്തുന്നുണ്ട്. അവന് സങ്കടം സഹിക്കാൻ വയ്യ. കാരണം അവനും കോങ്ങും കാണാനായി വീട് വിട്ട് ഇറങ്ങിയ സമയത്താണല്ലോ അമ്മ കോങ്ങിനെ അന്വേഷിച്ചിറങ്ങിയതും അമ്മയ്ക്ക് ഈ ഒരു പ്രശ്നം പറ്റിയതും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഓമന് അതിന്റെ ഭയങ്കരമായ കുറ്റബോധമുണ്ട്. അവൻ അവിടെ എത്തി എനിക്ക് എങ്ങനെ മാപ്പ് ചോദിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ദേഷ്യം വരുന്ന കോങ്ങിന്റെ അച്ഛൻ അവനെ അടിക്കുന്നു. ഉടനെ കോങ് അതിൽ ഇടയിൽ കയറുന്നു. അച്ഛൻ അവനൊന്നും ചെയ്യില്ലേ, അവനല്ല ഇതിൽ തെറ്റുകാരൻ, ഞാൻ ആ തെറ്റുകാരി, എന്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാ അമ്മ മരിച്ചത്, ഞാൻ ഇവനെ കാണാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ അമ്മ എന്നെ അന്വേഷിച്ചു വന്നതെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായി സങ്കടപ്പെടുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണാണ്. ആക്ച്വലി മായുടെ കൊലപാതകത്തിന് പിന്നിൽ മായുടെ ഗേൾഫ്രണ്ട് ആയിരുന്ന കോങ്ങിന്റെ ചേച്ചിയല്ല എന്നത് നമുക്കിപ്പോ വ്യക്തമായല്ലോ. ആക്ച്വലി ചേച്ചി മനഃപൂർവ്വം ആ ഒരു തെറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. മായി മരിച്ച കാര്യം അത് ഈ പോലീസുകാരനാണ് മായെ വെടിവെച്ചത് എന്നത് പുറത്തെത്തിയാല് മായുടെ ബാക്കി ഫാമിലിയെയും അത് നെഗറ്റീവായി ബാധിക്കും. കൂടാതെ മായുടെ ലഹരി കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ പുറത്തറിയും. അത് മരണശേഷവും മായ്ക്ക് വലിയൊരു ചീത്തപ്പേരായിരിക്കും എന്ന ഒരു കാര്യം മനസ്സിലാക്കുന്ന ചേച്ചിയാണ് ആ ഒരു തെറ്റ് സ്വമേധയാ ഏറ്റെടുത്തത്. കാരണം മരണശേഷം മായ ആരും കുറ്റം പറയുന്നതോ വെറുക്കുന്നതോ അവർക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല.
അന്ന് മരിക്കുന്നതിന് മുന്നേ മായ ഒരു പെട്ടി ആരും ഏൽപ്പിക്കാൻ നോക്കിയില്ലേ, അത് ആ തിയേറ്റർ ഉടമയായിരുന്നു. ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത് മായയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഓമിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു സഹോദര ബന്ധത്തെ സൂചിപ്പിക്കുന്ന അവരുടെ വളരെ ഫേവറേറ്റ് ആയ കുറെ സാധനങ്ങളായിരുന്നു. ഈ നാട് വിട്ട് ഞാൻ പോയാലും ഓം എന്നെ മറക്കരുത്, അവൻ ഇതൊക്കെ ഞങ്ങളുടെ ആ ഒരു സഹോദര ബന്ധത്തിന്റെ അടയാളമായിട്ട് സൂക്ഷിച്ചു വെക്കണം എന്ന രീതിക്ക് മായ അതവന് ഏൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ. പക്ഷെ അതൊക്കെ തന്നെ മായയുടെ ഗേൾ ഫ്രണ്ടിന് അറിയാം. മായയുടെ കൊലപാതകം മായി ലഹരി മരുന്ന് കച്ചവടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന രീതിയിൽ വലിയ തലക്കെട്ടുകളോടുകൂടി ന്യൂസ് ഒന്നും വരാതിരിക്കാനായി, മായി മരിച്ച ശേഷവും അവന്റെ പേര് ചീത്തയാവാതിരിക്കാനായി അവന്റെ കൊലപാതകം ഏറ്റെടുത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് ആ ഒരു പെട്ടി ആ തിയേറ്റർ ഉടമയെ ഏൽപ്പിച്ചിരുന്നു. കൂടാതെ ഇത് മായയ്ക്ക് വേണ്ടി ഓമനെ ഏൽപ്പിക്കണമെന്നും അറിയിച്ചിരുന്നു. അയാളാകട്ടെ ആ ഒരു പെട്ടി നേരെ ഏൽപ്പിച്ചിരുന്നത് ഓമിന്റെ അമ്മയുടെ ലവറായ ആ സിനിമ വീഡിയോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ലേഡിയായിരുന്നു. അത് പിന്നീട് ഓമിന്റെ കയ്യിൽ കിട്ടിയോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ അവരുടെ കയ്യിലാണ് ആ പെട്ടി എത്തിയിട്ടുള്ളത് എന്നറിയാം. അങ്ങനെ പിന്നീട് നമ്മൾ കോങ്ങിന്റെ അമ്മയുടെ ഫ്യൂണറൽ ഹോമാണ് കാണുന്നത്. അവിടെ അകത്ത് കരഞ്ഞു തളർന്ന് കോങ്ങിരിക്കാണ്. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫ്ലൂവും ലൂക്കും ഒക്കെ കൂടെയുണ്ട്. പുറത്തായി ഓം ഇരിപ്പുണ്ട്. അവന്റെ അടുത്ത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർ അവനോട് വാ മോനെ, കുറെ നേരമായില്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, നമുക്ക് വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ നിങ്ങൾ പൊക്കോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അവനെ അവിടെ ആക്കി അവർ പോകുന്നതേയും അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. നീയും അവളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ തന്നെ ഇപ്പൊ ഓമിന് അറിയാം. അവൻ തന്നെയാ എന്നോട് അത് വന്ന് ചോദിച്ചത്. അവനിപ്പോ മുതിർന്നു, അവനതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. മായയെ കൊന്നത് അവന്റെ ഗേൾ ഫ്രണ്ട് അല്ല, അവൾ വെറുതെ അവന് വേണ്ടി അവനോടുള്ള സ്നേഹം കൊണ്ട് അവന്റെ പേര് ചീത്തയാവാതിരിക്കാൻ വേണ്ടി ആ ഒരു തെറ്റൊക്കെ ഏറ്റെടുത്തതാണ്. അവൾ അത് ചെയ്തത് അവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് അതേ സ്നേഹം നിന്നോടുണ്ട്. പക്ഷെ നിനക്ക് എന്നെ കല്യാണം കഴിച്ചപ്പോ തൊട്ടേ എന്നെ ഇഷ്ടമല്ലായിരുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ മോന് വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ നന്നായി മുന്നോട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നീ നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകണം. അല്ലാതെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നീ ഒരു തീരുമാനം എടുക്കണമെന്ന് ഓമിന്റെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്. അന്ന് നേരം വെളുക്കുന്നത് വരെ ഓം കോങ്ങിന്റെ അമ്മയുടെ ഫ്യൂണറൽ ഹോമിന്റെ പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. നേരം വെളുത്ത് അവൻ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച കോങ്ങിന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. ലൂക്കായിട്ട് അവിടേക്ക് ചെന്ന് അവനെ തട്ടി വിളിച്ച് നീ വീട്ടിൽ പോയി റെഡിയാവ്, ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ, ക്ലാസ് മിസ്സാക്കണ്ടെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അവൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ അവന് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. അവന് മാത്രമല്ല കോങ്ങിന് വേണ്ടിയുള്ള ഫുഡും അമ്മ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കണ്ട് അവൻ അന്തം വിടുന്നുണ്ട്. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. അവളുടെ ചേച്ചി അല്ല നമ്മുടെ മായയെ കൊന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ അവളോട് ഒരു ദേഷ്യമില്ല. അവൾക്കിപ്പോ അമ്മയില്ലല്ലോ, പാവംകുട്ടി. അവളുടെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കും, ഞാൻ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ ഉണ്ടാവും പറഞ്ഞ് തന്റെ അമ്മ സംസാരിക്കുമ്പോൾ ഓമിന് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ ആവുന്നുണ്ട്. അവൻ വേഗം അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇനി അവൻ കോങ്ങിനെ പ്രണയിച്ചാലും ആ അമ്മയ്ക്ക് അതിൽ എതിർപ്പില്ല. മായയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്ടക്കേട് മാത്രമേ കോങ്ങിനോട് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അവർ തെറ്റുകാരല്ല എന്ന് മനസ്സിലായപ്പോൾ ആ ഒരു ഇഷ്ടക്കേടും അമ്മയ്ക്ക് മാറിയിരിക്കുന്നു എന്ന് അവന് വ്യക്തമാവുന്നുണ്ട്. ഇതേ ടീം ആ ലഹരി കച്ചവടം ഒക്കെ നടത്തുന്ന പോലീസുകാരനോ അച്ഛനോ ഉണ്ടല്ലോ, അവരുടെ എതിർഗ്യാങ്ങായിരുന്നു മുന്നേ നമ്മൾ കണ്ട ചാർലി. ഇപ്പൊ ചാർലി ലഹരി കച്ചവടം നടത്തുന്നുണ്ടെങ്കിലും മുന്നേ ചാർലിയുടെ അച്ഛൻ അവന്റെ സ്ഥാനത്ത് നിന്ന് കച്ചവടം നടത്തിയിരുന്ന ഒരാളാണ്. ആ അച്ഛനെ ഇവരുടെ കോമ്പറ്റീറ്റർ ആയതുകൊണ്ട് ഇവരാണ് കൊന്നത്. ഇപ്പോ അച്ഛന്റെ മരണശേഷം ചാർലി കച്ചവടം നടത്തുന്നത് കൊണ്ട് തന്നെ അവനെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ആണ് ഇവർ ഇടുന്നത്. ആ തിയേറ്റർ ഉടമയോട് ചാർലിയെ കൊന്നു കളയാനായി അയാൾ ആവശ്യപ്പെടുമ്പോൾ അയാൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അയാൾക്ക് ആരെയും കൊല്ലണമെന്നോ ഈ ലഹരി കച്ചവടം നടത്തണമെന്നോ ഒന്നുമില്ല. പക്ഷെ ഇവർ അയാളെ കുടുക്കി കൂടെ കൊണ്ടു നടന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് അന്ന് റെഡിയായി സ്കൂളിലേക്ക് ഓം ചെല്ലുമ്പോഴേക്കും അവിടെ കോങ്ങുണ്ട്. അവളാകട്ടെ അവനെ കണ്ട് പൊട്ടിക്കരയുമ്പോ അവൻ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. എന്തായാലും ഇതേ ടീം ഫ്യൂണറൽ ഹോമില് കോങ്ങിന്റെ അമ്മയെ നഷ്ടപ്പെട്ട ആ ഒരു വേദന താങ്ങാനാവാതെ അച്ഛൻ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാനായി ലൂക്കിന്റെ അച്ഛനും ഫ്ലൂവിന്റെ മുത്തശ്ശനും ഒക്കെ അവിടെയുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് ഓമിന്റെ അച്ഛനെത്തി ഇത്രയും നാള് നിങ്ങളോട് ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ മകളല്ല എന്റെ മകനെ കൊന്നതെന്ന് എനിക്കിപ്പോ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നത്തിനും ഞാനും നിങ്ങളുടെ കൂടെ കാണും. നമ്മൾ പഴയ കണക്ക് ഒരു ഫാമിലി ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാഗത്ത് ഭാര്യയെ നഷ്ടപ്പെട്ട സങ്കടം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും മറുഭാഗത്ത് തന്റെ മകൾ തെറ്റുകാരിയല്ല എന്നത്, അവൾ തെറ്റുകാരിയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന അവളെ അതിന്റെ പേരിൽ വെറുത്തിരുന്ന ആളുകളുടെ വായിന്ന് തന്നെ കേൾക്കുമ്പോൾ അച്ഛനും തന്റെ മകൾക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും, അവൾ ഇതിൽ നിന്നൊക്കെ പുറത്തു വരും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും തന്റെ ഭാര്യയും 2 പെൺമക്കളുമായി ഒന്നിച്ച് സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ജീവിതം ഇനി ഇല്ലല്ലോ എന്ന ഒരു സങ്കടം ഉണ്ടായിരുന്നു. അന്നെന്തായാലും ക്ലാസ് കഴിഞ്ഞ് ഓമിനെ ഒറ്റയ്ക്ക് കാണുന്ന ലൂക്ക് കോങ്ങിന്റെ അമ്മയെ കൊന്നത് ആരെയായിരിക്കും? അവർ മരിച്ചു കിടന്നത് ചാർലിയുടെ ഒക്കെ ഗോഡൌണിന്റെ അവിടെയല്ലേ, അപ്പൊ അവനായിരിക്കും എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കോങ് അവളുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിൽ അവളപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ മുറിയിലേക്ക് കയറുമ്പോഴേക്കും അവിടെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ നിൽക്കുന്നു. അവൾ ആകെ പേടിച്ചു പോയി അയാളെ കണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, ചാർലി ആയിരുന്നു. ഇതേ സമയം ചാർലി കോങ്ങിന്റെ ഫോണിൽ നിന്ന് ഓമിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കോങ്ങിനെ ഞാൻ കടത്തി വെച്ചിരിക്കുകയാണ്, മര്യാദയ്ക്ക് നീ എന്റെ മുന്നിൽ വന്നു എന്ന് അറിയിക്കുമ്പോഴേക്കും കോങ്ങിനെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് ഇവർ വേഗം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും കോങ്ങിനെ ചാർലി കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതേ സമയം ലൂക്ക കേട്ട ഈ ഒരു കാര്യം ഫ്ലൂവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ചാർലി അവന്റെ അച്ഛൻ മരിച്ചത് മായൊക്കെ കാരണമാണെന്ന് ഭയങ്കരമായ ഒരു ഇഷ്ടക്കേട് കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞ് ഇവിടെ ഓമിനെയും കോങ്ങിനെയും ഒക്കെ ആക്രമിക്കാനായി നോക്കുമ്പോഴേക്കും അവിടേക്ക് എത്തുന്ന ഫ്ലൂ ആവട്ടെ ചാർലിയോട് നീ വിചാരിക്കുന്ന കണക്ക് മായ കാരണമല്ല നിന്റെ അച്ഛന് അപകടം സംഭവിച്ചത്, അതിനൊക്കെ കാരണം ആ ചെയർമാനും പോലീസുകാരും
പോലീസുകാരനാണ്. അവരാണ് ഈ ലഹരി കച്ചവടത്തിന്റെ ഒക്കെ തലപ്പത്ത്. അവർ മായയെ കരുവാക്കുക മാത്രമായിരുന്നു. അവന് നിന്റെ അച്ഛന്റെ മരണമായി ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞ് ചാർലിയെ സത്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് നേരെ ആ തിയേറ്റർ ഉടമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ തിയേറ്റർ ഉടമയാണ് ചാർലിയെ കൊല്ലാനായി ആ ചെയർമാനും പോലീസുകാരനും ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ അയാൾക്ക് ചാർലിയെ കൊല്ലാനായി താല്പര്യമില്ല. മായയുടെ ലൈഫ് ഇവരൊക്കെ ചേർന്ന് നശിപ്പിച്ച കണക്ക് തന്നെയാണ് ഇയാളുടെ ലൈഫ് നശിപ്പിച്ചിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇയാളെ പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ഈ ലഹരി കച്ചവടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഇനി ഒരു അവസാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന അയാൾ അവിടെ ചാർലിയെ കൊല്ലാനായി പോലീസുകാരൻ എത്തുമ്പോഴേക്കും പോലീസുകാരനെ കൊല്ലാണ്. അതിനുശേഷം ഈ ഒരു തെറ്റ് ഇപ്പൊ എനിക്കൊരു ശരിയാണ്, എല്ലാം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവാ. നിങ്ങൾ ചെറുപ്പക്കാരാ, നിങ്ങൾ നന്നായി ജീവിക്കണം, എനിക്കിനി എന്ത് സംഭവിച്ചാലും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് തന്റെ ഈ തിയേറ്റർ ഒരു വലിയ തിയേറ്ററായി മാറ്റണം, അത് തന്റെ വലിയൊരു സ്വപ്നമാണ്. അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണം എന്ന ഒരു ഉത്തരവാദിത്തം സോയെ ഏൽപ്പിക്കുന്നു. ഫ്ലൂവിനോട് മേലാൽ ലഹരി കച്ചവടം നീ ചെയ്യരുത്, അത് തെറ്റാണ്, ഇനി മറ്റു കുടുംബമോ നിന്റെ കുടുംബമോ ഇതുമൂലം നശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെയും കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നു. ചാർലിയോടും നീ വെറുത്തിരുന്ന മായി ഒരിക്കലും തെറ്റുകാരനല്ല, അവനെ ഇവനും ഇവന്റെ അച്ഛനും ഒക്കെ കൂടിയാണ് തെറ്റുകാരാക്കി മാറ്റിയെന്ന് ആ പോലീസുകാരനെ നോക്കി പറയുന്നു. ശരി, നിങ്ങൾ ഇനി പൊക്കോ, ഞാൻ വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പറഞ്ഞു വിടുന്ന തിയേറ്റർ ഉടമ വേഗം ഈ പോലീസുകാരന്റെ അച്ഛനെ ചാർലിയെ കിട്ടിയിട്ടുണ്ട് വേഗം വരണമെന്ന് പറഞ്ഞ് അറിയിക്കുമ്പോൾ അയാൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അയാൾ കാണുന്ന കാഴ്ച അയാളുടെ മകനും മകന്റെ ആളുകളും അവിടെ വെടിയേറ്റ് കിടക്കുന്നതാണ്. കൂടാതെ ആ തിയേറ്റർ ഉടമ അവിടെ തോക്കും ചൂണ്ടി നിൽപ്പുണ്ടായിരുന്നു. അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇയാളാണ് തന്റെ മകനെയും ആളുകളെയും കൊന്നത്, തന്നെയും കൊല്ലാൻ പോവാണെന്ന്. വേഗം അയാൾ തിരിച്ചു വെടിവെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അയാൾക്ക് വെടിയേൽക്കുന്നു. അയാളാകട്ടെ തിരിച്ച തിയേറ്റർ ഉടമയും വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പരസ്പരം വെടിവെച്ച് അവിടെ മരിച്ചു വീഴുകയാണ്. ഇതേ ടീം ഫ്യൂണറൽ ഹോമിന്റെ മുന്നിൽ തന്നെ അന്ന് ഓം പതിവ് കണക്ക് പോയി ഇരിപ്പുണ്ട്. ഓങ് അകത്തുണ്ടായിരുന്നു. ഓങ്ങിന്റെ അച്ഛൻ തന്നെ കണ്ട ദേഷ്യപ്പെടും എന്ന ഒരു പേടി കൊണ്ട് അകത്ത് കയറാതിരുന്ന ഓമിനെ കാണുന്ന കോങ്ങിന്റെ അച്ഛൻ അവനെ സ്നേഹപൂർവ്വം വിളിച്ച് അകത്ത് കയറ്റി ഞാൻ ഇല്ലാണ്ടായാലും നീ എന്റെ കോങ്ങിന്റെ കാര്യങ്ങൾ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് അവനെ അവളുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. ഫ്ലൂ ആകട്ടെ ഇനി ലഹരി കച്ചവടമൊക്കെ നടത്തിയില്ലെങ്കിൽ തന്റെ മുത്തശ്ശിയുടെ ട്രീറ്റ്മെന്റിനായി എന്ത് ചെയ്യുമെന്ന് ആകെ ടെൻഷനിലാവുന്നുണ്ട്. ഈ നടന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് എത്ര കാശുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും ഇനി ആ പണി ചെയ്യരുതെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന് അനുകൂലമായ കണക്ക് തന്നെ അവന്റെ മുത്തശ്ശിയുടെ അസുഖമൊക്കെ ഭേദമാവുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇപ്പൊ ഇനി ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ മുത്തശ്ശി അവനെ ഓർത്തെടുക്കുന്നുണ്ട്. ചാർലിയും ഇനി ലഹരി കച്ചവടം ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിക്കുന്നു. സോ ആകട്ടെ തിയേറ്ററിലേക്ക് മടങ്ങി ചെല്ലുമ്പോഴേക്കും അവിടെ ആ തിയേറ്റർ ഉടമ മരിച്ചു കിടക്കുന്നത് കണ്ട് പൊട്ടിക്കരയാണ്. കാരണം അയാളിങ്ങനെ മരിക്കുമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല. എല്ലാവർക്കും വേണ്ടി തെറ്റ് ഏറ്റെടുക്കും എന്ന രീതിക്കായിരുന്നല്ലോ അയാൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇങ്ങനെ മരിക്കുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവില്ലായിരുന്നു. കാരണം അനാഥയായ അവന് എല്ലാം നൽകി വളർത്തിയെടുത്ത് അയാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആകെ സങ്കടപ്പെടുന്നുണ്ട്. ഇതേ ടീം പ്രീവിയസ് ലവ് എന്ന ആ ഒരു ബുക്ക് ഇപ്പോ തന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന ലിന്നിന് തിരിച്ചു കൊടുക്കുകയാണ് ഓമിന്റെ അമ്മ. ആക്ച്വലി ഇവരുടെ ഗേൾ ഫ്രണ്ട് ആയ ലിൻ സമ്മാനിച്ച ആ ബുക്ക് പിന്നീട് മായയുടെ കയ്യിലെത്തുകയും മായ അവന്റെ ഗേൾ ഫ്രണ്ട് ആയ കോങ്ങിന്റെ ചേച്ചിയുമായി ഷെയർ ചെയ്യുകയൊക്കെ ആയിരുന്നു. ഈ ഒരു ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഇനി ആ പഴയ പ്രണയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ഭർത്താവിന്റെയും മകന്റെയും കൂടെ നല്ലൊരു ജീവിതം ജീവിക്കാനായി പോവുകയാണ് എന്ന ഒരു കാര്യം അറിയിക്കുന്നു. അവർക്കത് സങ്കടമുള്ള കാര്യമാണെങ്കിലും അവർ ആ ഒരു തീരുമാനത്തെ അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. അവർ നേരെ പോകുന്നത് സോയുടെ അടുത്തേക്കാണ്. സോയ തിയേറ്റർ ഉടമ മകനെ കണക്ക് വളർത്തിയിരുന്ന ഒരാളാണല്ലോ, തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവനെ നോക്കണമെന്ന് ഇവരെ ആയിരുന്നു ആ തിയേറ്റർ ഉടമ പറഞ്ഞേൽപ്പിച്ചിരുന്നത്. അങ്ങനെ സോയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവർ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗ്യാങ് ഒന്നിച്ചിട്ടുണ്ട്. പോങ്ങും മോമും ലൂക്കും ഫ്ലൂവും അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോ ഒന്നിച്ച് മുന്നോട്ട് പോവാണ്. ആ ഒരു സന്തോഷം പോങ്ങനുണ്ടെങ്കിലും അപ്പോഴും അവൾക്ക് അമ്മ നഷ്ടപ്പെട്ട ആ ഒരു സങ്കടം ഉള്ളിൽ തന്നെ ഉണ്ട്. എന്തായാലും അങ്ങനെ കുറെ കാലങ്ങളായി നിലനിന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ മാറി ഇവർ ഒന്നിച്ചിരിക്കുന്നു. പിന്നീട് 5 മാസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഇവരുടെ സ്കൂൾ പഠനമൊക്കെ അവസാനിച്ച് കോളേജിലേക്കൊക്കെ പോകേണ്ട സമയം അടുക്കുന്നുണ്ട്. അതിന്റെ ടെൻഷനിലാണ് ഇവരൊക്കെ തന്നെ. അഡ്മിഷൻ കിട്ടേണ്ട കോളേജിൽ. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ലൂക്കിന്റെ അച്ഛനും ഇപ്പൊ അവളുമായി കൂട്ടായി മാറിയിരിക്കുന്ന ഓമിന്റെ ആ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അമ്മയും തമ്മിൽ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഒരച്ഛനെയും മറ്റാൾക്ക് അമ്മയും ലഭിച്ചിരിക്കുന്നു. അപ്പോഴേക്കും പോങ്ങും അച്ഛനും കൂടി 10 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് മടങ്ങിയെത്തുന്ന ചേച്ചിയെ കാണാനായി പോയിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ഇവരിപ്പോ കണ്ടുമുട്ടിയിരിക്കുന്ന ആ ഒരു നിമിഷം വളരെ ഇമോഷണൽ ആയിരുന്നു എല്ലാവർക്കും. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് കോങ്ങും മോമും കണ്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു 4 കുടുംബങ്ങളും പഴയ കണക്ക് ഒന്നിക്കാണ്. മായും കോങ്ങിന്റെ അമ്മയും ഈ കൂട്ടത്തിൽ ഇല്ലെങ്കിലും ഇവരെല്ലാം ഒന്നിച്ചുകൂടി ആ ഒരു എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് മെമ്മറീസ് റീക്രിയേറ്റ് ചെയ്യാനായി പണ്ടത്തെ കണക്ക് ഒന്നിച്ചിരുന്ന ഒരു സിനിമ കാണാനായി ഇരിക്കുന്നു. ആ ഒരു സമയം തന്നെ മായി ഓമിന് നൽകാനായി കാത്തുവെച്ചിരുന്ന ആ ഒരു പെട്ടി ലിൻ വഴി കിട്ടിയിരുന്ന കോങ്ങിന്റെ ചേച്ചി അത് അവനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും എല്ലാ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറന്ന് ഒരു കുടുംബമായി ഈ 4 കുടുംബങ്ങളും ഒരൊറ്റ കുടുംബമായി അങ്ങനെ മുന്നോട്ട് പഴയ കണക്ക് തന്നെ പോകുന്ന ആ ഒരു കാര്യത്തോടു കൂടി ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടാം. ബൈ.